നടുക്കായിട്ട് പിന്നെ ഒരു ചെറിയ കുഴി. അങ്ങനെയാണ് വേനൽക്കാലത്ത് ഒരു വെള്ളം എടുക്കുന്നത്. ഒരു 2 ബക്കറ്റ് 2 സൈഡിലും വെള്ളം കോരുന്നുണ്ട്. അപ്പോൾ ഒരു ബക്കറ്റ് ഇങ്ങനെ വളരെ ഇട്ട് വെള്ളം ഇട്ട്, വേനൽക്കാലം ആകുമ്പോൾ വെള്ളം വറ്റി വന്നിട്ടുണ്ട്, ബക്കറ്റിൽ വെള്ളം കിട്ടണില്ല. അപ്പോൾ ബക്കറ്റ് കോരി ഇങ്ങനെ ഇട്ട്, നമുക്കറിയാലോ കൺട്രിയിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെ ഒലച്ചൊക്കെയാണ് വെള്ളം കോരി എടുക്കണം. അപ്പൊ മുക്കിയെടുത്ത് കിട്ടിയ ഒരു പകുതി വെള്ളത്തോളം കിട്ടിയിട്ട് ഇവർ ബുദ്ധിമുട്ട് കയറി വരുമ്പോഴത്തേക്ക് ഈ ബക്കറ്റിന്റെ ചിന്താഗതിയാണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. ബക്കറ്റ് പറഞ്ഞു വിഷമിച്ച് എന്നെ ഈ കുഴിയിലിട്ട് ഇടിച്ച് പണ്ടാരടക്കി എന്നെ ചളക്കി ഇതൊക്കെ ചെയ്തിട്ട് എന്നെ ഇത്രയും ബുദ്ധിമുട്ടി കൊണ്ടുവന്നിട്ട് എനിക്ക് ആകെ പകുതി വെള്ളവും കിട്ടിയിട്ടുള്ളൂ. ഇതിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ, ഇരുമ്പം പണിയെടുക്കാണ്ടിരിക്കണേന്ന് പറയും. അപ്പൊ അതുപോലെ തന്നെ അപ്പുറത്തുനിന്ന് ഒരാൾ ഇതേപോലെ രണ്ടാമത്തെ ഇയാൾ പൊങ്ങി വരുമ്പോഴത്തേക്കും അപ്പുറത്തെ ആള് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അയാൾ ഇതേപോലെ തന്നെ ഇതേ സെയിം കണ്ടീഷനിൽ വെള്ളം കോരിയെടുത്ത് നിറച്ച് ഒരു പകുതിയായി കിട്ടി ബുദ്ധിമുട്ടിയിട്ട് ഇതിട്ട് ഇടിച്ചോ ഒലച്ചൊക്കെയാണ് എടുത്ത് ഇതേപോലെ തന്നെ സെയിം കണ്ടീഷനിൽ പോയിക്കൊണ്ടുണ്ട്. പക്ഷെ ആ ബക്കറ്റ് വളരെ മൂളിപ്പാട്ടൊക്കെ പാടി നല്ല രസമായിട്ട് സന്തോഷത്തോടുകൂടി ആലോചിക്കണേണ്. എന്താണ് ഇത്രയും വലിയ വേനൽക്കാലത്ത് പോലും എനിക്ക് വളരെ നല്ല രീതിയിൽ നാട്ടുകാർക്ക് വെള്ളം കൊടുക്കാനായിട്ട് പകുതി ബക്കറ്റ് എനിക്ക് വെള്ളം കിട്ടിയല്ലോ, പകുതിയെങ്കിലും ബക്കറ്റ് നിറച്ച് എനിക്ക് വെള്ളം കിട്ടിയല്ലോ, അത് തന്നെ വലിയ കാര്യമാണ്. ഇത് ഞാൻ നാട്ടുകാർക്ക് കൊടുക്കും, അത് നാട്ടുകാർക്ക് വളരെ സമൃദ്ധമായിട്ട് സന്തോഷിക്കാൻ പറ്റും, എനിക്ക് അതുകൊണ്ട് സഹായിക്കാനുള്ള എനിക്ക് പറ്റിയതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടെന്ന് പറയും. ഇത് 2 ആറ്റിറ്റ്യൂഡാണ് നമ്മൾ പറയുന്നത്. സംഗതി ഒന്ന് തന്നെയാണ്, പക്ഷെ 2 ആറ്റിറ്റ്യൂഡാണ്. ഒന്നാമത്തെ ബക്കറ്റ് ഇത് മുഴുവനും നെഗറ്റീവായിട്ട് കണ്ടപ്പോൾ രണ്ടാമത്തെ ബക്കറ്റ് ഇത് മുഴുവൻ പോസിറ്റീവായിട്ടാണ് കണ്ടത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ബക്കറ്റുകളും അല്ലെങ്കിൽ മനുഷ്യരും ഈ ലോകത്തുള്ളതെന്നുള്ള എന്താണ് ഇതിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ എന്താണ് 2 പോയിന്റ്, ഒരു നല്ലതും ഒരു ചീത്ത എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ പറയുന്നത്. ഈവൻ അത് നമ്മൾക്ക് പിന്നെ കൂടുതൽ വരുമ്പോൾ എങ്ങനെ ഇത് നമുക്ക് ഫോം ചെയ്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ എന്താണെന്ന് നമുക്ക് നോക്കാം. ആറ്റിറ്റ്യൂഡിന്റെ ഡെഫിനിഷൻ പറയുന്നത് ഇങ്ങനെയാണ്: ആൻ ആറ്റിറ്റ്യൂഡ് റെഫേഴ്സ് ടു എ സെറ്റ് ഓഫ് ഇമോഷൻസ്, ബിലീഫ്സ് ആൻഡ് ബിഹേവിയേഴ്സ് ടുവേർഡ് എ പർട്ടിക്കുലർ ഒബ്ജക്ട്, പേഴ്സൺ, തിങ് ഓർ ഇവന്റ്. അപ്പോ ഇമോഷൻ ഉണ്ട്, ബിലീഫ്സ് ഉണ്ട്, ബിഹേവിയർ ഉണ്ട്. അപ്പോൾ ഉള്ളിൽ നടക്കുന്ന ഇമോഷൻസും ബിലീഫ്സിന്റെയും പുറത്തേക്ക് വരുന്ന ബിഹേവിയറിന്റെയും കൂടി ചേർന്നതാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ 3 ഐറ്റം ഉണ്ട്. നമ്മൾ വിചാരിക്കും ആറ്റിറ്റ്യൂഡ് ഉള്ളിൽ മാത്രമാണെന്നല്ല, പക്ഷെ ഇതിനകത്ത് ആറ്റിറ്റ്യൂഡിനകത്ത് പറയുമ്പോഴത്തേക്കും ആറ്റിറ്റ്യൂഡ്, ഇമോഷൻ, ബിലീഫ്സ് ആൻഡ് ബിഹേവിയർ, ഇത് 3 ഉണ്ട്. പർട്ടിക്കുലർ ഒബ്ജക്റ്റ്, ഒരാളെ കാണുമ്പോഴോ, സംഗതിനെ കാണുമ്പോഴോ, ഒരാളെ കാണുമ്പോഴോ, അല്ലെങ്കിൽ ഒരു ഐറ്റത്തിനെ കാണുമ്പോഴോ, ഒരു ഈവന്റിനെ കാണുമ്പോഴോ, അതായത് മൊത്തം വ്യക്തികളെ കുറിച്ചോ മറ്റുള്ളവരെ കുറിച്ചോ ലോകത്തിനെ കുറിച്ചോ എല്ലാത്തിനെ കുറിച്ചും നമുക്ക് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും എന്നുള്ളതാണ്. ഇത് നമ്മൾ ഒരു വീട്ടിൽ നിന്നിട്ട് പുറത്തോട്ട് നോക്കുന്ന ഒരു വിൻഡോ പോലെയാണ്. ഹൗ വി സീ ദ വേൾഡ് ഔട്ട്സൈഡ്, എങ്ങനെയാണ് ഏത് വിൻഡോയിൽ കൂടെ. അപ്പൊ ഈ 4 വിൻഡോയിന് 4 കളറാണെന്ന് ആലോചിച്ച് നോക്കി. ഓരോരുത്തരുടെ പച്ച, ചുവപ്പ്, മഞ്ഞ, നീല, ഇങ്ങനെ കളറ് വിൻഡോ പാനൽസിനുണ്ട്, ഗ്ലാസ്സിനുണ്ടെങ്കിൽ ഞാൻ ഈ മുകളിലത്തെ ഒന്നെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആദ്യത്തെ വിൻഡോയിൽ കൂടെ നോക്കുമ്പോൾ എനിക്ക് ചുവപ്പാണ് ആ ഗ്ലാസ് എങ്കിൽ ഞാൻ കാണുന്നത് മുഴുവൻ ആക്ച്വലി ചുവപ്പിൽ കൂടെ ആയിരിക്കും. അല്ലെങ്കിൽ മഞ്ഞയിലാണെങ്കിൽ മഞ്ഞ, ഇപ്പുറത്ത് മാറിയിട്ട് മഞ്ഞ നോക്കണമെങ്കിൽ മഞ്ഞയിലായിരിക്കും. അതെല്ലാം നീലയിലാണെങ്കിൽ നീലയിലായിരിക്കും. അതിലെ പച്ചയിലാണെങ്കിൽ പച്ചയിലായിരിക്കും. ആക്ച്വൽ സംഭവം പുറത്ത് നടക്കണ വേറെ ആയിരിക്കും. അത് കാണണമെങ്കിൽ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഗ്ലാസ്, കളറില്ലാത്ത ഗ്ലാസ് വേണം. ആരാണോ വരക്കണത്? ഓക്കെ. ഇതല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ പറയാം, നമ്മൾ ഒരേ തരത്തിലുള്ള ഗ്ലാസ് വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ കാണുന്നത്. അപ്പൊ അല്ലെങ്കിൽ നമുക്ക് പറയാം പിത്തം വന്നു കഴിഞ്ഞാൽ കാണുന്നതൊക്കെ മഞ്ഞയായിട്ട് കാണാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്കറിയേണ്ടത് നമ്മൾ ഇതിൽ ഇങ്ങനെയാണെങ്കിൽ ഏത് ഗ്ലാസ്സിൽ കൂടെയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ കാര്യങ്ങൾ ആസിറ്റീസ് ആണോ കാണുന്നത്, അല്ലെങ്കിൽ എൻ്റെ പെർസെപ്ഷൻ അനുസരിച്ച് ഞാൻ കുറെ കാര്യങ്ങൾ എൻ്റെ എക്സ്പീരിയൻസ്, ബിലീഫ്സ് എല്ലാം വെച്ചിട്ട് കുറെ കാര്യങ്ങൾ പെർസീവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മനസ്സിൽ ഉൾക്കൊണ്ട് വെച്ചിട്ടുണ്ട്. അതിന്റെ ബേസിലാണോ നമ്മൾ ഇതെല്ലാം കാണുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ വിൻഡോയിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഏത് കളർ ഗ്ലാസ്സിൽ കൂടെയാണ് നോക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് കണ്ണടയാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത് എന്നാണ്. ഇത് ആറ്റിറ്റ്യൂഡിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും ട്രാൻസാക്ഷൻ അനാലിസിസിൽ ഇതിന്റെ സബ്ജക്റ്റ് പറയുന്നത് ലൈഫ് പൊസിഷൻ എന്നുള്ളതാണ്. ബേൺ പറയുന്ന ഒരു പ്രസക്തമായിട്ടുള്ള ഒരു വാചകമുണ്ട്: എവരി ഹ്യൂമൻ ചൈൽഡ് ഈസ് ബോൺ ആസ് എ പ്രിൻസ് ഓർ പ്രിൻസസ്. നമ്മൾ ജനിക്കുന്നത് രാജകുമാരനോ രാജകുമാരിയോ ആയിട്ടാണ്. അപ്പോൾ ജനനം എന്ന് പറയുന്നത് അമ്മയുടെ ഉദരത്തിലിരിക്കുമ്പോൾ തന്നെയാണ്. അച്ഛന്റെ ബീജവും അമ്മയുടെ ഓവവും ചേർന്നിട്ട് അല്ലെങ്കിൽ അണ്ടവും ചേർന്ന് കഴിയുമ്പോഴുള്ള മോമെന്റ് തൊട്ട്, ആ ഒരു എല്ലാവരും പറയുന്ന ഡിവൈൻ മോമെന്റ് തൊട്ട് നമ്മൾക്ക് ഇങ്ങോട്ട് വരുന്ന എല്ലാ അനുഭവങ്ങളുടെയും വെളിച്ചത്തില്, അതേപോലെ തന്നെ ജനിച്ച് വളർന്ന്, അതായത് നർച്ചറിങ് പാരന്റ് അല്ലെങ്കിൽ നമ്മൾ
പോറ്റി വളർത്തി വരുന്ന ഒരവസ്ഥ വരെ നമുക്ക് ഇത് നല്ലൊരു കാര്യഘട്ടമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് എവരി ചൈൽഡ് ഈസ് ബോൺ ആസ് എ പ്രിൻസ് ഓർ പ്രിൻസസ് എന്ന് പറയുന്നത്. രാജകുമാരനോ രാജകുമാരിയായിട്ടാണോ നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ബേൺ ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ പറയുന്നുണ്ട്. ബട്ട് പാരന്റ്സ് ടേൺസ് ദം ഇൻടു ഫ്രോഗ്സ്. മാതാപിതാക്കള് ഇവരെ തവളകളാക്കി മാറ്റുന്നു, അല്ലെ നമ്മളെല്ലാവരും ചിൽഡ്രനെ തവളകളാക്കി മാറ്റുന്നു. എങ്ങനെയാണ് മാതാപിതാക്കൾ തവളകളാക്കുന്നത്? അവരുടെ വളർത്തുന്ന ഒരു കാലഘട്ടത്തിൽ. അപ്പൊ ഫോർമേഷൻ തൊട്ട് എന്ത് വേണമെങ്കിലും ആവാം. അമ്മയുടെ ഉദരത്തിലിരിക്കുമ്പോൾ തൊട്ട് നമുക്ക് ഇതിന്റെ ഇഷ്യൂസ് മനസ്സിലാക്കാൻ തുടങ്ങും. അമ്മ മാനസിക സമ്മർദ്ദത്തിൽ ജീവിച്ചു വരുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ അച്ഛനായിട്ട് എപ്പോഴും വഴക്കും, അല്ലെ മറ്റുള്ള കാര്യങ്ങളിൽ വഴക്കും, ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, അങ്ങനെയുള്ള ഒരു വ്യക്തി വരുമ്പോഴത്തേക്കും അമ്മയിൽ ഉണ്ടാകുന്ന ഇമോഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കംപ്ലീറ്റ് ഈ ഗർഭത്തിലിരിക്കുന്ന കുട്ടിയെ ബാധിക്കും. അപ്പൊ അവിടെ തൊട്ട് നമുക്ക് നമ്മൾ പ്രിൻസസ് അല്ലെ പ്രിൻസ് എന്നുള്ള അവസ്ഥയിൽ നിന്നും ഫ്രോക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫെയറി ടൈലുള്ളതാണ്. ഒരു ദുർമന്ത്രവാദിനി ശപിച്ചിട്ട് ഒരു രാജകുമാരൻ തവളയായിട്ട് മാറും. തവള ഡിമാൻഡ് ചെയ്യും, എനിക്കൊരു ശാപമോഷം വേണമെന്ന് പറയും. ശാപമോക്ഷത്തിന് കൊടുക്കുന്ന വരമാണ്, നിന്നെ ഏതെങ്കിലും ഒരു രാജകുമാരി നിന്നെ പ്രേമിക്കുകയും നിന്നെ കല്യാണം കഴിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് ശാപമോഷം കിട്ടും, തിരിച്ച് നീ രാജകുമാരനായിട്ട് മാറുമെന്ന് പറയും. അപ്പോ ഈ തവള ഈ പൊട്ടക്കിണറ്റിൽ കിടക്കും. കഥ പോവും. കുറെ നാൾ കഴിഞ്ഞ് ഒരു രാജാവും കുടുംബവും കൂടെ അതിനകത്ത് നായാട്ടിന് പോകുമ്പോഴത്തേക്കും ഈ രാജകുമാരിയുടെ കയ്യിലിരുന്ന് വെച്ച ഒരു പന്ത് തട്ടി കളിക്കുമ്പോൾ ഈ പൊട്ടക്കിണറ്റിൽ വന്ന് ഈ കുളത്തിന്റെ അവിടെ വന്ന് വീഴും. ഈ തവളയുള്ളടത്താണ് വീഴുന്നത്. അപ്പൊ ഇതിനു വേണ്ടി കരയുമ്പോഴത്തെ എടുക്കാൻ പറ്റാണ്ടിരിക്കുമ്പോൾ ഈ തവള വന്നിട്ട് ചോദിക്കും. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ അപ്പുറത്താണ്. ഇവളോട് ചോദിക്കും, നിനക്ക് ഞാൻ ആ തവള എടുത്തു തരാം, എനിക്ക് എന്ത് തരുന്നു ചോദിക്കും. അപ്പൊ രാജകുമാരി പറയും, നിനക്ക് നീ ചോദിക്കണേ എന്ത് ഞാൻ തരാം. ആദ്യം ഒന്ന് വർത്താനം പറയണ തവളനെ കാണുമ്പോൾ ഇവിടെ ഒരു സർപ്രൈസ് ആവുമെങ്കിലും നിനക്ക് എന്ത് വേണമെങ്കിൽ തരാം, എനിക്ക് അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള ബോളാണ് അത് എനിക്ക് എടുത്ത് തന്നെ എന്ന് പറയും. ശരി, വാക്ക് മാറൂല ഇല്ലെന്ന് പറയും. അപ്പൊ ശരി എടുത്തെന്ന് പറയുമ്പോഴത്തേക്കും ഈ ബോൾ എടുത്തു കൊടുക്കും. തവള എടുത്തു കൊടുക്കുമ്പോൾ ഇവൻ പറയും, നിനക്ക് എന്താ വേണ്ടി നിൽക്കുമ്പോൾ നീ എന്നെ കല്യാണം കഴിക്കണം. അപ്പൊ കല്യാണം കഴിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും രാജകുമാരി പറയും, അതെങ്ങനെ തവള മനുഷ്യരെങ്ങനെ മൃഗങ്ങളെ അല്ലെങ്കിൽ ഈ തവളകളെ കല്യാണം കഴിക്കുക, അത് സാധ്യമല്ലെന്ന് പറയും. അപ്പൊ അല്ല, നീ വാക്ക് പറഞ്ഞാണ്, അതിന് മാറ്റാൻ പറ്റൂല, അതെന്തായാലും നീ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയും. അപ്പൊ ശരി, ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോകും, അല്ലാണ്ട് നിന്നെ മനുഷ്യരല്ലാണ്ട് എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല, എന്ന് ഞാൻ രഹസ്യമായിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് കല്യാണം കഴിക്കാന്ന് പറയും. ഇങ്ങനെ രഹസ്യമായിട്ട് ഇവിടെ ഈ തവളേനെ കൊണ്ടുപോകും. അപ്പൊ ചോദിക്കും, എന്താണ് ഈ തവള എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് എടുത്താന്ന് പറയുമ്പോൾ സമ്മതിക്കും. വീട്ടിൽ കൊണ്ടുപോയി ബെഡിൽ കിടത്തും. അപ്പൊ ഇവൻ പറയും, എന്നെ കല്യാണം കഴിക്കാൻ പറയും. രാത്രി ആവുമ്പോഴത്തേക്കും ഈ തവളയുടെ കഴുത്തില് ഇവളൊരു മാല ചാർത്തും. അതേപോലെ ഇവിടെ കൂടെ കിടത്തി ഉറക്കും. നേരം വെളുക്കുമ്പോഴത്തേക്ക് ശാപമോഷം കിട്ടിയിട്ട് നമ്മളൊരു ഇവനൊരു തവള രാജകുമാരനായിട്ട് മാറും. ടി.എൽ. ബേൺ പറയുന്ന ഇമ്പാക്ട് ഇതാണ്. നമ്മൾ ഈ രാജകുമാരനോ രാജകുമാരിയായിട്ടോ ജനിച്ചിട്ട് വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഈ രാജകീയ പട്ടം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതിന്റെ കാരണക്കാര് ബേൺ പറയുന്നത് പാരന്റ്സ് ആണെന്നാണ്. എന്ന് വെച്ചാൽ പാരന്റ്സിന് രാജകുമാരനോ രാജകുമാരിയല്ലോ അല്ലെ രാജാവോ രാജ്ഞിയോ അല്ലാത്തതുകൊണ്ട് അവർക്കും നമ്മളെ രാജകുമാരനോ രാജകുമാരിയായിട്ടും വളർത്താൻ പറ്റില്ല. പക്ഷെ ഇതിനകത്ത് ബേൺ പിന്നെയും പറയുന്നുണ്ട് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ആക്ച്വലി എല്ലാവർക്കും ഇത് സംഭവിക്കുന്നില്ല, ഇത് കുട്ടികൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതിന്റെ പ്രത്യേകതയാണെന്ന് പറയും. അതായത് ഒരു മദ്യപാനിയായിട്ട് വഴക്കിട്ട് നടക്കുന്ന ഒരു പിതാവിന്റെ 2 മക്കളിൽ ഒരാൾ ചിലപ്പോൾ മദ്യവിരുദ്ധ സമിതിയുടെ ചെയർമാൻ ആകാം, മറ്റൊരാള് വെള്ളമടിച്ചിട്ട് തോട്ടിക്കിടക്കുന്ന വ്യക്തിയുമാകാം. അപ്പൊ എങ്ങനെ ഒരേ രണ്ട് വ്യക്തികളിൽ ഇങ്ങനെ ഒരേ കുടുംബത്തിലുള്ള 2 പേർക്ക് 2 സ്വഭാവം വന്നു. അവിടെയാണ് പറയണത് ഈ കുട്ടികൾ എങ്ങനെയാണ് ഇത് ഉൾക്കൊള്ളുന്നത്. പക്ഷെ സാഹചര്യം എന്താണോ അതനുസരിച്ച് കൂടുതൽ ഉൾക്കൊള്ളുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ കൂടാണ്. ചിലവർ അതിൽ നിന്ന് വിഭിന്നമായിട്ട് പ്രതികരിച്ച് അതിജീവിച്ച് നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ എവരി ഹ്യൂമൻ ചൈൽഡ് ഈസ് ബോൺ ആസ് എ പ്രിൻസ് ഓർ പ്രിൻസസ്, ബട്ട് പാരന്റ്സ് ടേൺസ് ദം ഇൻടു ഫ്രോഗ്സ്. അതാണ് ഈ ആറ്റിറ്റ്യൂഡിന്റെ പ്രത്യേകത. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചിന്തിക്കണം എന്നുള്ളതാണ് പ്രത്യേകത നമ്മൾ നോക്കാൻ പോകുന്നത്. ദീസ് ആറ്റിറ്റ്യൂഡ്സ് ആർ അവർ ലൈഫ് പൊസിഷൻ. എന്താണ് ലൈഫ് പൊസിഷൻ? ലൈഫ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡിന്റെ തന്നെ വേറൊരു ഇതാണ്. ഈ പേഴ്സൺസ് ബേസിക് ബിലീഫ്, കൺവിക്ഷൻ ആണ്. എന്നെ കുറിച്ചുള്ള കൺവിക്ഷൻ ആണ്. അബൌട്ട് സെൽഫ്, നിങ്ങളെ കുറിച്ചുള്ള കൺവിക്ഷൻ ആണ്. വിച്ച് ആർ യൂസ്ഡ് ജസ്റ്റിഫൈ ഡിസിഷൻ. എന്റെ ഡിസിഷനും ബിഹേവിയറും ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള കൺവിക്ഷനും ബേസിക് ബിലീഫാണ്. കൺവിക്ഷൻ ബേസിക് ബിലീഫാണ്. ഫണ്ടമെന്റൽ സ്റ്റേജ് വിച്ച് എ പേഴ്സൺ ടേക്സ് അപ്പ് അബൌട്ട് എസെൻഷ്യൽ വാല്യൂ ഓർ ഷീ പെർസീവ്സ് ഹിം ഓർ ഷീ പെർസീവ്സ് ഇൻ സെൽഫ് ഓർ ആൻഡ് അതേഴ്സ്. എന്നിൽ കാണുന്ന ഒരു കൺവിക്ഷൻ, അല്ലെ മറ്റുള്ളവരിൽ കാണുന്ന കൺവിക്ഷൻ, അല്ലെങ്കിൽ ലോകത്തിനോട് കാണുന്ന കൺവിക്ഷൻ, അത് എന്താണെന്ന് നോക്കാം. എങ്ങനെയാണ് നമുക്കിത് ഫോം ചെയ്തേക്കുന്നത്?
ഹെൽത്തി ആൻഡ് അൺഹെൽത്തി ആറ്റിറ്റ്യൂഡ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ ബക്കറ്റിന്റെ പോലെ തന്നെ എനിക്ക് മറ്റൊരാളെ കുറിച്ച് എന്നെ കുറിച്ച് ഹെൽത്തി ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും, എന്നെ ഒന്നിനും കൊള്ളില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും, മറ്റൊരാളെ കുറിച്ച് നല്ലാന്നുണ്ടാവും, അല്ല എന്നെ നല്ല കൊള്ളാന്നുണ്ടാവും, മറ്റുള്ളവരെ കുറിച്ച് നല്ലെന്നുണ്ടാവും. നോക്കാം. അതായത് ഇത് ഈ ആറ്റിറ്റ്യൂഡ് ബേസിക്കലി ഓക്കേനെസ്സിനെ കുറിച്ചാണ് പറയുന്നത്. എന്റെ ഓക്കേനെസ് എന്താണോ അതാണ്. ഇനി വെദർ ഐ ആം ഓക്കെ ഓർ നോട്ട്, ഞാൻ ഓക്കെ ആണോ അല്ലെങ്കിൽ ഞാൻ ഓക്കെ അല്ലോ എന്നാണ് ആദ്യത്തെ നമ്മളുടെ ചിന്താഗതി. അതായത് ജനിച്ച് അല്ലെങ്കിൽ ഗർഭത്തിൽ ഇരിക്കുമ്പോഴത്തേക്കും എനിക്ക് മാനസികമായിട്ടുള്ള നല്ലൊരു സന്തോഷം കിട്ടിയിട്ടുണ്ട്, എനിക്ക് ടർബുലൻസ് ഉണ്ടായിരുന്നില്ല. അമ്മ എപ്പോഴും പീസ് കാമായിരുന്നു, നല്ല പാട്ടുകൾ കേൾക്കുകയും കഥകൾ കേൾക്കുകയും അല്ലെങ്കിൽ അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എനിക്ക് ശാന്തിയും സമാധാനവും അനുഭവിക്കാൻ പറ്റി. അവിടെ തൊട്ട് ഞാൻ പ്രസവിച്ചു കഴിഞ്ഞ പ്രസവിക്കുന്ന ടൈമിൽ എനിക്ക് ട്രോമാറ്റിക് ഇതുവെല്ലാം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ പ്രസവത്തിലൂടെ പുറത്തു വരാൻ നേരത്തെ കുറെ ഡിലേ ഉണ്ടായിരുന്നു, അതൊരു പ്രശ്നമാകാം. ജനിച്ച് വളരുന്ന സമയത്ത് എനിക്ക് ഭക്ഷണം ആവശ്യത്തിന് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് ചോദിക്കുമ്പോഴെല്ലാം ഭക്ഷണം കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ടോ, ഞാൻ മൂത്രം ഒഴിച്ച് കിടക്കുമ്പോൾ എന്റെ തുണി മാറ്റി തന്നിട്ടുണ്ടോ, എനിക്ക് തണുപ്പ് മാറണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അത് മാറ്റി തന്നിട്ടുണ്ടോ, എനിക്ക് ചൂട് വേണ്ടപ്പോൾ ചൂട് തന്നിട്ടുണ്ടോ. അങ്ങനെയുള്ള എൻ്റെ ബേസിക് നീഡ്സ് എല്ലാം ആവശ്യത്തിന് അല്ലെങ്കിൽ കറക്റ്റ് ടൈമിൽ അംഗീകരിക്കപ്പെട്ട് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് എന്നെ കുറിച്ചൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും, ഐ ആം ഓക്കെ. എനിക്ക് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായില്ല എങ്കിൽ അതിന് കാരണം എന്നെ നല്ല രീതിയിൽ നോക്കിയിട്ടില്ല എന്നതാണ്. എനിക്ക് ഗർഭത്തിൽ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈവൻ മറ്റുള്ളവരുടെ ഇല്ലെങ്കിലും അമ്മ കഴിക്കുന്ന മരുന്നുകളുടെ കെമിക്കൽ റിയാക്ഷൻ കൊണ്ട് നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകും. അപ്പൊ അതങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉള്ളിൽ തോന്നൽ വരാം, ഐ ആം നോട്ട് ഓക്കെ എന്നുള്ളൊരു തോന്നൽ വരാം. അതുപോലെ പ്രസവിക്കുന്ന ടൈമിൽ ഒരുപാട് ടൈം എടുത്തിട്ട് ട്രോമാറ്റിക് ആയിട്ടുള്ള ഡെലിവറി ആണ് നടന്നതെങ്കിൽ ആ ടൈമിൽ എനിക്ക് ഐ ആം നോട്ട് ഓക്കെ എന്നുള്ളൊരു ഫീലിംഗ് വരാം. ചിന്തിക്കാൻ പറ്റാത്തതിന് മുമ്പ് തന്നെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഇമോഷണൽ ഡിസിഷൻ പറയാം. നമുക്ക് തീരുമാനിക്കുന്നതല്ല, ബ്രെയിൻ വളരുന്നതിന് മുമ്പ് തന്നെ വൈകാരികമായിട്ട് എഴുതപ്പെട്ടിട്ടുള്ള ഒരു കൺവിക്ഷനാണ് ഇതെല്ലാം. അപ്പോൾ എനിക്ക് ദാഹിച്ചപ്പോൾ എനിക്ക് പാല് കിട്ടിയില്ല, അല്ല വിശന്നപ്പോൾ മുലപ്പാല് കിട്ടിയില്ല, അല്ലെങ്കിൽ മൂത്രമൊഴിച്ച് കിടന്നപ്പോൾ എനിക്ക് തുണി മാറ്റി തന്ന് എനിക്കൊരു കംഫർട്ടബിൾ ആക്കിയില്ല, അല്ലെങ്കിൽ എനിക്ക് ചൂട് വേണ്ടപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് എന്നെ മാറത്ത് കിടത്തിക്കൊണ്ട് എനിക്ക് ചൂട് തന്നില്ല. ഇത് എന്ത് വേണമെങ്കിലും ആകാം ഈ ഒരു തീരുമാനത്തിന്റെ പിന്നിൽ. വേണമെങ്കിൽ 90 ദിവസം ജോലി കഴിഞ്ഞ് പോകുന്ന അമ്മ 5 മണിക്ക് തിരിച്ചു വരുമെന്ന് അമ്മക്കറിയാം. കൊച്ചിന് ഉമ്മയൊക്കെ കൊടുത്ത് പോകുമ്പോഴത്തേക്കും 90 ദിവസം കൂടെ ഉണ്ടായിരുന്ന അമ്മ പോകുമ്പോഴത്തേക്കും കൊച്ചിന് അറിയാൻ പാടില്ല അമ്മ വരുമോ ഇല്ല എന്നുള്ളത്. കുറച്ചു നേരം സാധാരണ 1 മണിക്കൂറിൽ 2 മണിക്കൂറിൽ കൊച്ചിന്റെ അടുത്ത് വന്ന് മോളുടെ അടുത്ത് മോന്റെ അടുത്ത് വന്ന് അമ്മ മുല കൊടുക്കുകയും അല്ല മറ്റുള്ള കാര്യങ്ങളും ചെയ്യിക്കും. അമ്മനെ കാണാതാകുമ്പോഴുള്ള ഒരു വിഷമം തന്നെ ആവാം ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് ഐ ആം നോട്ട് ഓക്കെ എന്നുള്ള എത്താനായിട്ടുള്ള കാര്യം. അപ്പോൾ ഓക്കേനെസ്, നോട്ട് ഓക്കേനെസ് നമുക്ക് എങ്ങനെ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ എന്റെ കാര്യങ്ങൾ എല്ലാം മര്യാദക്ക് നോക്കിയാൽ എന്നെ കുറിച്ച് ഈ പറഞ്ഞ പോലെ ഓക്കെ ആണ് അല്ലെങ്കിൽ നോട്ട് ഓക്കെ എന്നുള്ള പോലെ എനിക്ക് മറ്റുള്ളവരെ കുറിച്ചും ഈ ഒരു ചിന്താഗതി വരാം. എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തന്നു, എനിക്ക് വിശന്നപ്പോൾ നല്ല രീതിയിൽ ഭക്ഷണം തന്നു, എനിക്ക് ചൂട് വേണ്ടപ്പോൾ ചൂട് കിട്ടി, എനിക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ ബേസിക് നീഡ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്തു തരുന്നവരോട്, അതായത് പ്രത്യേകിച്ച് ആദ്യത്തെ ഇന്ററാക്ഷൻ നടക്കുന്ന അമ്മേനോട് എനിക്കുണ്ടാവുന്ന ഒരു ചിന്താഗതിയാണ് അമ്മ ഓൾസോ ഓക്കെ എന്നുള്ളത്. അല്ലെങ്കിൽ അടുത്തത് അച്ഛൻ, അല്ലെങ്കിൽ പിന്നെ അടുത്ത് വളർന്നു വരുമ്പോഴത്തേക്കും ചേട്ടൻ, ചേച്ചി, അല്ലെങ്കിൽ മറ്റുള്ളവർ എല്ലാവരും അവരെല്ലാവർക്കും എനിക്കൊരു ഹാപ്പി മൊമെന്റ് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ആവശ്യങ്ങൾ നടത്തി തരുമ്പോൾ എനിക്കുണ്ടാവുന്ന അവരെ കുറിച്ചുള്ള ഒരു ഉറച്ച കൺവിക്ഷൻ ആണ്, ബിലീഫാണ് ദേ ആർ ഓൾസോ ഓക്കെ എന്നുള്ളത്, യു ആർ ഓക്കെ എന്നുള്ളത്. അപ്പൊ എന്നെ കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും, അതുപോലെ എന്നെ നോക്കിയിട്ടില്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് എനിക്കൊരു ചിന്ത വരും, ദേ ആർ നോട്ട് ഓക്കെ എന്നുള്ളത്. അപ്പൊ യു ആർ നോട്ട് ഓക്കെ എന്നുള്ളത്. ഇങ്ങനെ ഓക്കേനെസ്സിനെ കുറിച്ചും നോട്ട് ഓക്കേനെസ്സിനെ കുറിച്ചും സെൽഫിനെ കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും ഉണ്ടാകുന്ന ഒരു കൺവിക്ഷൻ, അതൊരു ബേസിക് ബിലീഫ് സിസ്റ്റം, അതാണ് നമ്മളുടെ ആറ്റിറ്റ്യൂഡായിട്ട് ഫോം ചെയ്യുന്നത്. ഇങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ ഒരു ക്വാഡ്രന്റ് റെഡിയാക്കാമെന്നാണ് പറയുന്നത്. ക്വാഡ്രന്റിന്റെ പ്രത്യേകത ഇതാണ്. ഓക്കെ, ഓക്കേനെസ്സും നോട്ട് ഓക്കേനെസ്സും മുകളിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്, സൈഡില് സെൽഫും അതേഴ്സും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഓക്കേനെസ്സും നോട്ട് ഓക്കേനെസ്സും സെൽഫും അതേഴ്സും നമ്മളൊരു കോമ്പിനേഷനിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ക്വാഡ്രന്റ് ഉണ്ടാക്കുന്നത്. 4 ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ 4 കളങ്ങളുള്ള ഒരു ഇതാണ്. അപ്പോൾ ഏറ്റവും മുകളിലുള്ള ഓക്കേനെസ് എന്നുള്ളത് അതിന്റെ സൈഡിലുള്ള സെൽഫാണ്. അപ്പൊ സെൽഫും ഓക്കേനെസ്സും കൂടുമ്പോഴത്തേക്കും ഐ ആം ഓക്കെ എന്നുള്ളൊരു ക്വാഡ്രന്റ് നമുക്ക് കിട്ടും.
അതേപോലെ തന്നെ സെൽഫും നോട്ട് ഓക്കേനെസ്സും ചേരുമ്പോൾ ഐ ആം നോട്ട് ഓക്കെ എന്നുള്ളൊരു പൊസിഷൻ വരും. പിന്നെ രണ്ടാമത്തെ പോയിന്റ് അതേഴ്സ് ആണ്. ഓക്കേനെസ്സും അതേഴ്സും ചേർന്നാൽ യു ആർ ഓക്കെ എന്നുള്ളൊരു പൊസിഷനിലെത്തും. നോട്ട് ഓക്കേനെസ്സും അതേഴ്സും ചേർന്നാൽ യു ആർ നോട്ട് ഓക്കെ എന്നുള്ളൊരു ക്വാഡ്രന്റ് എത്തും. അങ്ങനെ ഇങ്ങനെ 4 ക്വാഡ്രന്റിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഐ ആം ഓക്കെ കിട്ടുന്നുണ്ട്, ഐ ആം നോട്ട് ഓക്കെ കിട്ടുന്നുണ്ട്, യു ആർ ഓക്കെ എന്ന് കിട്ടുന്നുണ്ട്, യു ആർ നോട്ട് ഓക്കെ കിട്ടുന്നുണ്ട്. ഇങ്ങനെ ആണെങ്കിൽ there is a possibility of getting 4 alternatives. എന്താണെന്ന് നോക്കാം. ഈ 4 alternatives, ഈ 4 alternatives എന്ന് പറഞ്ഞാൽ 4 കോമ്പിനേഷൻ ആണ്. ഐ ആം ഓക്കെ, യു ആർ ഓക്കെ, അതാണ് ആദ്യത്തെ കോമ്പിനേഷൻ. രണ്ടാമത്തെ കോമ്പിനേഷൻ ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. ഞാൻ ഓക്കെ അല്ല, നിങ്ങൾ ഓക്കെ. ആദ്യത്തേത് ഞാനും ഓക്കെയാണ്, നിങ്ങൾ ഓക്കെയാണ്. രണ്ടാമത് ഓക്കെ എന്ന് പറഞ്ഞാൽ നല്ലതായിട്ടുള്ള ഒരു സുഖകരമായിട്ടൊരു അവസ്ഥ, ഹാപ്പി ആയിട്ടുള്ളത്, ഒരു ഹെൽത്തി ആയിട്ടുള്ള പൊസിഷൻ, ഹെവൻലി പൊസിഷൻ എന്നൊക്കെ പറയാം. ഞാൻ ഓക്കെയാണ്. അപ്പോൾ ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. ഞാൻ ഓക്കെയാണ്, നിങ്ങൾ ഓക്കെയാണ്. ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. ഞാൻ ഓക്കെ അല്ല, പക്ഷെ നിങ്ങൾ ഓക്കെയാണ്. ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാൻ ശരിയാണ്, അല്ലെങ്കിൽ ഞാൻ ഓക്കെയാണ്, നിങ്ങൾ ഓക്കെ അല്ല. നാലാമത്തെ പൊസിഷൻ ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാനും ശരിയല്ല, നിങ്ങൾ ശരിയല്ല. അത്രയും പോസിബിലിറ്റി സാധ്യമാണെന്നാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു 4 എണ്ണത്തിന്റെ കോമ്പിനേഷനാണ്. 4 എണ്ണത്തിന്റെ 2 കോമ്പിനേഷൻ. ഐ ആം ഓക്കെ, ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഈ 4 എണ്ണത്തിന്റെ ഒരു കോമ്പിനേഷനിൽ നമുക്ക് ഇതേപോലത്തെ സംഗതി കിട്ടും, 4 ആസ്പെക്ട്സ് വെച്ചിട്ട്. ഇങ്ങനെ 4 എണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ പ്രത്യേകത? എല്ലാവർക്കും എല്ലാം ഉണ്ടല്ലേ. പക്ഷെ ഒരെണ്ണം നമ്മുടെ സ്പെഷ്യലൈസ്ഡ് തിങ്കിങ് ആണ്. ഒരെണ്ണം നമ്മുടെ കൺവിക്ഷൻ വളരെ സ്ട്രോങ് ആണ്. എവരി വൺ ഈസ് സ്പെഷ്യലൈസ്ഡ് വിത്ത് 1 ലൈഫ് പൊസിഷൻ. ഒരു ലൈഫ് പൊസിഷൻ വളരെ പ്രസക്തമാണ്. അതാണ്, ആ ലൈഫ് പൊസിഷന്റെ പേരാണ് ബേസിക് ലൈഫ് പൊസിഷൻ. ഏതാണ് നമ്മുടെ ബേസിക് ലൈഫ് പൊസിഷൻ എന്നാണ് നമ്മൾ അറിയേണ്ടത്. അപ്പൊ എല്ലാവരും ഈ ലൈഫ് പൊസിഷൻ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. പല സാഹചര്യങ്ങളിൽ പല രീതിയിൽ പെരുമാറിയെന്ന് വരാം. എനിക്ക് ചില സമയത്ത് ഐ ആം ഓക്കെ, യു ആർ ഓക്കെ എന്നുള്ള തോന്നൽ വരാം. അല്ലെങ്കിൽ 4 ലൈഫ് പൊസിഷനിൽ മാറി മാറി വരാം. പക്ഷെ സ്പെഷ്യലൈസ് ചെയ്തേക്കണ ഒരെണ്ണമുണ്ട്. ഓരോരുത്തർക്കും ഇപ്പൊ ഒരു 10 കാര്യം എടുത്താൽ 7ഓ 8ഓ കാര്യങ്ങളിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു കൺവിക്ഷനോ ആറ്റിറ്റ്യൂഡോ ഇതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാൻ പറ്റും. ഒരു ദിവസം എടുക്കുന്ന ചിന്തകളുടെ കാര്യം, അല്ലെങ്കിൽ ഒരു മാസത്തിലുള്ള കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം വരുന്ന ഏത് പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ നിൽക്കുന്നത്? വെദർ ഐ ആം ഓക്കെ ആണോ, നോട്ട് ഓക്കെ ആണോ, ദേ ആർ ഓക്കെ, ദേ ആർ നോട്ട് ഓക്കെ എന്നുള്ളതാണ്. അപ്പോ നമ്മൾ എന്റെ ഏതാണെന്നുള്ളതാണ് നിങ്ങളൊന്ന് ഒരു നിമിഷം ചിന്തിക്കുക. നമുക്ക് ചെറിയൊരു Q&A ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലും കാൻറൈസ് ചെയ്താലോ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്താലോ നമ്മുടെ ഹോസ്റ്റ് അത് നോക്കും. ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ പറയും, ഞാൻ അതിന് മറുപടി ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യും. ഒരു 2 minutes കൊടുക്കും, അതിന് കണ്ടിന്യൂ ചെയ്യും. ഞാൻ അൺമ്യൂട്ട് ഇത് കൊടുക്കാം, അലോ കൊടുക്കാം. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാവുന്നതാണ്. ഹലോ സർ. ഹലോ പറയൂ. ഈ ഓക്കേനെസ് നെസ്റ്റ് മീനിങ് എന്താ? നെസ്റ്റ് എന്താ ഉദ്ദേശിക്കുന്നത്? നെസ്റ്റ് ഉദ്ദേശിക്കുന്നത് എന്താ? ഓക്കേനെസ്, നോട്ട് ഓക്കേനെസ്. അത് ഓക്കെ എന്നുള്ളത് നൗൺ ആക്കിയേക്കാണ് നെസ് കൊടുത്തിട്ട്. നൗൺ ആക്കാനായിട്ട് ഓക്കേനെസ് എന്ന് പറഞ്ഞ അങ്ങനെ ഒരു ശരിക്കും ഒരു ഓക്കേനെസ് എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ല ശരിക്കും ഇംഗ്ലീഷ് വേർഡില്. അതിന് നമ്മൾ ഓക്കെ എന്നുള്ളത് പറയാൻ വേണ്ടി, അതിന് നൗൺ ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രത്യേകത അങ്ങ് കൊണ്ടുവരാൻ ഓക്കേനെസ് എന്താ പറയാ, ഓക്കെ ആണെന്ന് ചോദിക്കും. ഓക്കെ ആണ്, അതൊരു നമ്മുടെ ഒരു വെർബായിട്ട് വരും, അല്ലെങ്കിൽ ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് നൗൺ ആക്കണമെങ്കിൽ എന്താണ് ഓക്കേനെസ്? ആ ഒരു സുഖകരമായ അവസ്ഥ, അതിനു വേണ്ടിയാണ് നെസ് എന്ന് പറഞ്ഞത്. ക്ലിയർ ആണോ സാറേ? ഒരു ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. സാറ് പറഞ്ഞല്ലേ ഈ ഓക്കേനെസ് വരുന്നത് നമ്മള് ജനിച്ച് വളരുന്ന ആ കുഞ്ഞായിരിക്കുന്ന സമയത്ത് കിട്ടുന്ന പിന്നെ ബേസിക് നീഡ്സിനനുസരിച്ചാണെന്ന്. അപ്പൊ പിന്നീട് ജീവിതത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾക്ക് ഇതിൽ യാതൊരു പങ്കുമില്ലേ? പിന്നീട് ചോദ്യം കറക്റ്റ് ആണ്. പിന്നീട് ഉണ്ടാവുന്ന കാര്യങ്ങൾ പങ്കുണ്ട്. പക്ഷെ ബേസിക് ഒരു ലൈഫ് പൊസിഷൻ ഓൾറെഡി ഫോം ചെയ്ത് കഴിഞ്ഞു. അതും നമ്മൾക്ക് വളരെ ചെറുപ്പത്തിൽ 3 വയസ്സിനുള്ളിൽ തന്നെ ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടായി കഴിഞ്ഞു. പിന്നെയുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ കാണുന്നതും എങ്ങനെയായിരിക്കും, നമ്മുടെ എക്സ്പീരിയൻസും എങ്ങനെയായിരിക്കും വരുന്നത്. ബേസിക് ക്യാരക്ടർ എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നതെന്നാണോ സാറ് പറഞ്ഞല്ലേ?
സോറി, ദയവ് ചെയ്ത് സംസാരിക്കുന്നവർ മാത്രം അൺമ്യൂട്ട് ചെയ്യണേ, അല്ലാത്തവർ അൺമ്യൂട്ട് ചെയ്ത് കുട്ടിയുടെ സംസാരം ഒന്ന് അവരെ ഒഴിവാക്കും, റിമൂവ് ചെയ്യും. അത്ര ആൾക്കാര് സംസാരിക്കുന്നവർ മാത്രം അൺമ്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ അവരെ റിമൂവ് ചെയ്യും. ഓക്കെ, തുറന്നു ദീപ്തി. സാറേ, ബേസിക് ക്യാരക്ടർ ഫോർമേഷൻ ആണ് ഇങ്ങനെയെന്നാണ് സാർ പറഞ്ഞത് അല്ലേ? ബേസിക് ക്യാരക്ടർ ഫോർമേഷൻ ഇതിൽ നിന്നാണ് വരുന്നത്. ഓക്കെ സാർ. ഓരോ ഇൻസിഡന്റിലും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, അതനുസരിച്ച് നമ്മളുടെ തീരുമാനം മാറ്റും. ഇപ്പൊ ഒരു നമ്മളുടെ ഒരു എന്താ പറയുക, ഒരു ഗ്രൂപ്പ് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യുന്നു, ഒരു ഗ്രൂപ്പ് 2-3 ഇപ്പൊ ഇത്രയും പേരെ നമ്മൾ സാധാരണ മീറ്റിംഗ് ആണെങ്കിൽ ഒരു 10 ഗ്രൂപ്പായിട്ട് തിരിച്ചെന്ന് വിചാരിച്ചു. എന്നിട്ട് നിങ്ങളുടെ ഓരോ ഗ്രൂപ്പിന് ഓരോ അസൈൻമെന്റ് തന്നു, അല്ലെങ്കിൽ ഒരു സംഗതി എന്നിട്ട് ചെയ്യാൻ പറഞ്ഞു. നിങ്ങളുടെ ഗ്രൂപ്പ് വിജയിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് അപ്പൊ അറിയാൻ പറ്റും. അത് ശരിയാ. ഐ ആം നോട്ട് ഓക്കെ എന്നുള്ളതാണെങ്കിൽ അപ്പൊ തന്നെ പറയും, സാറേ ഞാൻ ഇത് എടുത്താൽ ശരിയാവില്ല സാറേ, എന്നെ കൊണ്ട് ശരിയാവില്ല എന്ന് പറയും. ഐ ആം ഓക്കെ ആണെങ്കിൽ ഞാൻ ശരിയാക്കുന്നുള്ള ചിന്താഗതി ആയിരിക്കും. ഇനി ഐ ആം നോട്ട് ഓക്കെ കാര്യം ശരിയായില്ലെങ്കിൽ പറയും, സാറേ ഈ ഗ്രൂപ്പിൽ ടീമിന് തന്ന ടീം മെമ്പേഴ്സ് എല്ലാം മോശമാണ്, അതുകൊണ്ട്. ക്ലിയർ ആണോ? ക്ലിയർ ആണ് സാറേ. ഇത് എനിക്ക് എന്റെ ലൈഫിൽ ഉണ്ടായ ഒരു സംശയമായിരുന്നു. എന്റെ ചെറിയ മോള് ഇപ്പൊ വേണ്ട ചർച്ച, ഇപ്പൊ വേണ്ട ചർച്ച, നമുക്ക് എല്ലാവർക്കും എത്തൂല, അതുകൊണ്ടാണ്. സ്റ്റീഫൻ സാറ്. ഹലോ സാർ. ഹലോ സ്റ്റീഫൻ സാറ്, പറഞ്ഞോളൂ. ഹലോ, പ്രസാദാണ് പറയുന്നത്. സാറേ സാറേ ഈ നോട്ട് ഓക്കേനെസ് ഉണ്ടല്ലോ, ഓക്കേനെസ് ബ്രെയിൻ വളരുന്നതിന് മുമ്പ് എടുക്കുന്ന ഒരു ഇമോഷണൽ ഡിസിഷൻ ആണെന്ന് പറഞ്ഞല്ലോ. അതെ. അപ്പൊ നോട്ട് ഓക്കേനെസ് എന്ന് പറയുന്നത് ആ ഒരു ഡിസിഷൻ എങ്ങനെ വരുന്നത്, ഒരു ഇമോഷണൽ ഡിസിഷൻ ആയിട്ട് വരുന്നത് എങ്ങനെ? എനിക്ക് വയറ്റിൽ കിടക്കുമ്പോ എപ്പോഴും പ്രശ്നങ്ങളായിരുന്നു, ബുദ്ധിമുട്ടുകളായിരുന്നു. കെമിക്കൽ, അമ്മ മരുന്ന് കഴിച്ചുള്ള ബുദ്ധിമുട്ടിൽ എനിക്ക് കെമിക്കൽ ഉണ്ടായിരുന്നു. അച്ഛൻ വന്ന് വഴക്കിട്ടപ്പോഴത്തേക്കും എനിക്ക് അപ്പൊ അതേഴ്സിന്റെ കാര്യത്തിൽ എങ്ങനെ വരും? മറ്റുള്ളവര് നോട്ട് ഓക്കെ കേട്ടില്ല. മറ്റുള്ളവര് നോട്ട് ഓക്കെ, അതേഴ്സ് നോട്ട് ഓക്കെ ഉണ്ടല്ലോ. അതേഴ്സ് നോട്ട് ഓക്കെ ജനിച്ചു കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോഴാണ് അതേഴ്സ് നോട്ട് ഓക്കെ വരുന്നത്. അതെങ്ങനെ വരുന്നത് ആ ഡിസിഷൻ? ആ ഡിസിഷൻ എന്നെ നോക്കണില്ല, എനിക്ക് എന്റെ കാര്യങ്ങൾ ചെയ്തു തരുന്നില്ല. മറ്റുള്ളവര് നോട്ട് ഓക്കെയാണ്. എനിക്ക് പാല് തരുന്നില്ല, എന്നെ ചൂടാക്കുന്നില്ല, അങ്ങനെങ്കിൽ എനിക്ക് ക്ലിയർ ആണോ? ഡിസ്കഷൻ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നടത്തുന്നതാണ് നല്ലത്. ഓക്കെ, ശരി, ഓക്കെ, അങ്ങനെ പോ, നോ പ്രോബ്ലം. സാറേ, അതെ, എന്റെ മകള് ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ, ആ ഒരു ഇതിൽ പെട്ടാളാണ്. അപ്പൊ ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതൊക്കെ നമുക്ക് വരാം, അതിനകത്തോട്ട് വരാം, ക്ലാസ് കഴിയട്ടെ. സാറേ ഡിസ്കഷൻ ലാസ്റ്റ് വെച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആ ഫ്ലോ നഷ്ടപ്പെടും സാറേ. ഓക്കെ, എന്നാ ആയിക്കോട്ടെ, നമുക്ക് അങ്ങനെ വെക്കാം. ഇത് ഞാൻ പറഞ്ഞായിരുന്നു, ലൈഫ് പൊസിഷൻ 4 നമ്മൾ പറഞ്ഞായിരുന്നു എങ്ങനെയാണ് ഇത് വരുന്നതെന്നുള്ളത്. 4 ഞാൻ പറഞ്ഞു. ഇത് ഷോർട്ട് ഫോമിൽ എഴുതാനായിട്ട് ഒരു മെത്തേഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഐ ആം ഓക്കെ എന്നുള്ളതിന് I+ എന്നും, ഐ ആം നോട്ട് ഓക്കെ എന്നുള്ളത് I- എന്നും, യു ആർ ഓക്കെ എന്നുള്ളതിന് U+ എന്നും, യു ആർ നോട്ട് ഓക്കെ എന്നുള്ളതിന് U- എന്നും ആണ് കാണിക്കുന്നത്. അപ്പൊ ഇനിയുള്ള വരുന്ന ഗ്രാഫിക്സിൽ TL എല്ലാം തന്നെ വളരെ ക്ലിയർ ആയിട്ട് ഗ്രാഫിക്കിലൂടെ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇനി വരുന്ന ഇതിനകത്ത് ഫുൾ എഴുതി സ്ഥലം കളയാണ്ടിരിക്കാൻ നമ്മൾ ഇങ്ങനെ ഷോർട്ട് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇതാണ് ഐ ആം നോട്ട് ഓക്കെ എന്നുള്ളത്. ഐ ആം നോട്ട് ഓക്കെ I-, യു ആർ ഓക്കെ എന്നുള്ള U+. അപ്പൊ നമുക്ക് നോക്കി അറിയാൻ പറ്റും, ഞാൻ പറയേണ്ട ആവശ്യമില്ല. U+, U- എന്ന് പറഞ്ഞാൽ ഐ ആം ഓക്കെ, I+, U+. ഇതാണ് ആദ്യത്തെ കോളം. അതായത് ഫസ്റ്റ് കോളം എന്ന് നമ്മൾ എപ്പോൾ റെഫർ ചെയ്താലും I+, U+ എന്നുള്ള ഐ ആം ഓക്കെ, യു ആർ ഓക്കെ എന്നുള്ള കോളമാണ്. രണ്ടാമത്തത് ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ എന്നുള്ള. മൂന്നാമത്തത് ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്നുള്ള. നാലാമത്തത് ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓൾസോ നോട്ട് ഓക്കെ എന്നുള്ള. ഇത് യു ആർ നോട്ട് ഓക്കെ എന്ന് ഒരാളുടെ ആറ്റിറ്റ്യൂഡാണ്, അല്ലെ എന്റെ ഒരു ആറ്റിറ്റ്യൂഡാണ് ഐ ആം നോട്ട് ഓക്കെ എന്നുള്ളത്. അത് എന്നെ കുറിച്ച് എന്നിലുള്ള ചിന്താഗതിയാണ്. മറ്റുള്ളവർക്ക് ചിലപ്പോൾ പറയാറുണ്ട്, നിനക്ക് എന്തായാലും ഒരു പ്രശ്നം, എല്ലാം ഒന്നുമില്ലല്ലോ, അല്ലെ നിനക്ക് എന്താണ് മോനെ പ്രശ്നം, നിനക്കൊരു കുഴപ്പമില്ലല്ലോ. പക്ഷെ എന്നെ സംബന്ധിച്ച് ഐ ആം നോട്ട് ഓക്കെ വിത്ത് മീ ആണ്, ആൻഡ് യു ആർ ഓക്കെ വിത്ത് മീ ആണ്. അല്ലെങ്കിൽ രണ്ടുപേരും, എനിക്ക് എന്നെ കുറിച്ച് ഓക്കെയാണ്, നിങ്ങളെ കുറിച്ചും ഓക്കെയാണ്. എന്റെ ഒരു ചിന്താഗതി, എന്റെ ആറ്റിറ്റ്യൂഡ് മാത്രമാണ്. മറ്റുള്ളവർക്ക് അത് ഫീൽ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത് ഐ ആം ഓക്കെ വിത്ത് മീ ആൻഡ് യു ആർ ഓക്കെ വിത്ത് മീ. ഐ ആം നോട്ട് ഓക്കെ വിത്ത് മീ ആണ്, നോട്ട് ഓക്കെ വിത്ത് മീ ആണ്, പക്ഷെ വിത്ത് അതേഴ്സ് ഓക്കെയാണ്. പിന്നെ അടുത്ത കാറ്റഗറി മൂന്നാമത്തേത് ഐ ആം ഓക്കെ വിത്ത് മീ ആൻഡ് യു ആർ നോട്ട് ഓക്കെ വിത്ത് മീ. നീ ഒരു ആള്, നമുക്ക് പർട്ടിക്കുലർ ആള് എനിക്ക് നോട്ട് ഓക്കെ വിത്ത് മീ ആണ്. അല്ലെങ്കിൽ ഐ ആം നോട്ട് ഓക്കെ വിത്ത് മീ, യു ആർ ഓൾസോ നോട്ട് ഓക്കെ വിത്ത് മീ. ഞാനും എന്റെ ചിന്താഗതിയിൽ ഞാനും ശരിയല്ല, നിങ്ങളും ശരിയല്ല. അപ്പൊ ഈ 4 രീതിയിൽ എന്നെ സംബന്ധിച്ചാണ് നടക്കേണ്ടത്, അല്ലെ നടക്കുന്നത്.
4 തരത്തിലുള്ള ബേസിക് പൊസിഷൻ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതിന്റെ ഓരോ മെത്തേഡ് അനുസരിച്ച് ഫ്രാങ്ക്ലിൻ ഏൺസ്റ്റ് എന്ന് പറഞ്ഞ ഒരു TA എക്സ്പെർട്ട് ഓക്കെ കോറൽ എന്ന് പറഞ്ഞൊരു സംഗതി ഇൻട്രൊഡ്യൂസ് ചെയ്ത്. അപ്പൊ അദ്ദേഹം പറയണത് 4 പൊസിഷനും ഓരോ പേര് കൊടുത്തു, ഓരോ ക്വാഡ്രന്റിനും ഓരോ പേര് കൊടുത്തു. നേരത്തെ പറഞ്ഞ പോലെ ഐ ആം ഓക്കെ വിത്ത് മീ ആൻഡ് യു ആർ ഓക്കെ വിത്ത് മീ എന്നുള്ളതിന് ഒരു ഹെൽത്തി പൊസിഷൻ എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു പൊസിഷൻ ഉള്ളവർക്ക് നല്ല രീതിയിൽ സഹകരിച്ച് പോകാൻ പറ്റും. ഐ ആം നോട്ട് ഓക്കെ വിത്ത് മീ ആൻഡ് യു ആർ ഓക്കെ വിത്ത് മീ ആണെങ്കിൽ ഡിപ്രസീവ് പൊസിഷൻ ആണ്. ഒരു എപ്പോഴും ഡിപ്രഷനിലോട്ട് മൂവ് ചെയ്യാനുള്ള ഒരു പൊസിഷന്റെ ഒരാൾക്കാരാണ് ഇങ്ങനെ കാറ്റഗറി. ഐ ആം നോട്ട് ഓക്കെ വിത്ത് മീ ആൻഡ് യു ആർ ഓക്കെ വിത്ത് മീ. മൂന്നാമത്തെ ആൾക്കാരുണ്ട് ഐ ആം ഓക്കെ വിത്ത് മീ ആൻഡ് യു ആർ നോട്ട് ഓക്കെ വിത്ത് മീ. അവരുടെ പേരാണ് പാരനോയിഡ് പൊസിഷൻ. പാരനോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംശയമാണ് അവർക്ക് മെയിനായിട്ട്. സംശയം ഉള്ള വ്യക്തികളാണ് പാരനോയിഡ് വ്യക്തികൾ. നാലാമത്തത് ഫ്യൂട്ടിലിറ്റി പൊസിഷൻ. നിരാശയാണ് ഫ്യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ. ജീവിതത്തിനോട് തന്നെ, എന്നോട് തന്നെ, മറ്റുള്ളവരോട് തന്നെ, എല്ലാവരോടും നിരാശ. ഇതെങ്ങും എത്തിച്ചേരൂല എന്നുള്ള ഒരു പൊസിഷനാണ്. അപ്പൊ ആദ്യത്തെ പൊസിഷൻ ഹെൽത്തി പൊസിഷനാണ്. ഇങ്ങനെയുള്ളവർക്ക് എവിടെ പോയാലും ജീവിക്കാം, ആരോടുകൂടി ജീവിക്കാം, ലോകസമസ്ത സുഖനോ ഭവന്തു എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. കാസ്റ്റോ ക്രീഡോ ജെൻഡറോ അല്ലെങ്കിൽ ഏരിയയോ അങ്ങനെ ഒന്നിനും ഒരു ബാധകമല്ലാതെ ആരോടുകൂടിയും സഹകരിച്ച് ജീവിച്ച് പോകാൻ പറ്റിയ ആൾക്കാരാണ്. എല്ലാവരെയും ഞാനും ശരി അല്ലെങ്കിൽ മറ്റുള്ളവരും ശരി എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ പോലും എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ലോകസമസ്ത സുഖനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ. എന്നാൽ രണ്ടാമത്തെ കാറ്റഗറി ഐ ആം നോട്ട് ഓക്കെ വിത്ത് മീ ആൻഡ് യു ആർ ഓക്കെ വിത്ത് മീ ആണെങ്കിൽ ഡിപ്രസീവ് ആണ്. അവർക്ക് എപ്പോഴും ഇല്ലായ്മയുടെ പ്രശ്നങ്ങളാണ്. ഇല്ലായ്മ എന്ന് വെച്ചാൽ പ്രാർത്ഥന പോലും അങ്ങനെ തന്നെ ആയിരിക്കും. അവർക്കൊക്കെ ദൈവം അവരൊക്കെ എന്തൊക്കെ കൊടുത്തേക്കണെന്ന് എനിക്ക് മാത്രം എന്താ തരാത്തത്. അപ്പൊ ഒരു ശോകത്തിന്റെ ഡിപ്രഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, എന്ത് കിട്ടിയാലും ഒരു ഇതല്ലാത്ത പോലെ, ഇവൻ എത്ര സ്നേഹിച്ചാലും സ്നേഹിക്കേണ്ടെന്ന് തോന്നാത്ത ഒരു കാറ്റഗറി ആയിട്ടുള്ള ആൾക്കാരാണ് അവർ. അപ്പൊ എന്ത് കിട്ടിയാലും മതിയാവില്ല അവർക്ക്. അപ്പൊ എപ്പോഴും ഇല്ല 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 എന്നുള്ളത് തോന്നൽ, എന്തുണ്ടെങ്കിലും എല്ലാം ഉണ്ടെങ്കിലും ഇല്ല ഇല്ല എന്നുള്ള ഒരു ഉള്ളിലെ തോന്നലാണത്. ഐ ആം നോട്ട് ഓക്കെ എന്നുള്ളതാണ് എന്തിനായാലും. മൂന്നാമത്തെ കാറ്റഗറി ഐ ആം ഓക്കെ വിത്ത് മീ ആൻഡ് യു ആർ നോട്ട് ഓക്കെ വിത്ത് മീ എന്നുള്ളതാണ്. പാരനോയിഡ് പൊസിഷൻ ആണ്. പാരനോയിഡ് എന്ന് പറഞ്ഞാൽ സംശയരോഗികളാണ്. ഇവർക്ക് എല്ലാത്തിനും സംശയമായിരിക്കും. ഇതിന്റെ തന്നെ തേർഡ് ഡിഗ്രി, ഇതിന് ഡിഗ്രി ഉണ്ട്. 1, 2, 3 എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഗ്രി കൊടുക്കാമെങ്കിൽ തേർഡ് ഡിഗ്രി ഒക്കെ ആകുമ്പോഴത്തേക്കും വീട്ടിലൊക്കെ പ്രശ്നമായിരിക്കും. സംശയരോഗത്തിന്റെ പുറത്ത് പല കൊലപാതകങ്ങളും നടക്കുന്നതും അല്ലെങ്കിൽ അതേപോലത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഇങ്ങനത്തെ വ്യക്തികളാണ്. ഒരു കാര്യം ഡെലിഗേറ്റ് ചെയ്യാനായിട്ട് പറ്റാത്ത വ്യക്തികളാണ് പാരനോയിഡ് പൊസിഷനിലുള്ളവർ. അവര് നമുക്ക് കാണാം, അവരെ പല സ്ഥാപനങ്ങളുടെയും പൊസിഷനിൽ കാണാം. മേൽസ്ഥാനത്ത് ഡിപ്പാർട്ട്മെന്റ് ഹെഡായിട്ടും സ്ഥാപനങ്ങളുടെ ഭാഗത്തായിട്ടും ഒരുപാട് നേട്ടം ഉണ്ടാക്കുന്ന വ്യക്തികളാണ്. പക്ഷെ കയ്യിലിരിപ്പ് അങ്ങനെയാണ്. ഒരാളെ വിശ്വസിക്കുകയില്ല. എല്ലാവരും സംശയദൃഷ്ടിയോടെ നോക്കും. ഒരു പണി എന്തെങ്കിലും ഏൽപ്പിച്ചാൽ തന്നെ അതിനകത്ത് തലയിട്ട് നോക്കും. അപ്പൊ പാരനോയിഡ് സംശയമാണ് അവർക്ക് മെയിൻ ആയിട്ട് നിൽക്കുന്നത്. അത് അങ്ങനത്തെ ഒരു പൊസിഷനാണ്. അവരുടെ ചിന്താഗതി അവർ മാത്രം ഓക്കെ ഉള്ളതാണ്, മറ്റുള്ളവരെല്ലാവരും നോട്ട് ഓക്കെ എന്നുള്ളതാണ്. ഇനി നാലാമത്തെ ഫ്യൂട്ടിലിറ്റിയാണ്, നിരാശയാണ്. എന്തൊക്കെ ചെയ്താലും ഇതൊന്നും നന്നാവില്ല എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. ഐ ആം ഓക്കെ, ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓൾസോ നോട്ട് ഓക്കെ. നിരാശയാണ് എപ്പോഴും. എന്തൊക്കെ പറഞ്ഞാലും നമ്മളിപ്പോ പോസിറ്റീവ് കമ്മ്യൂണിറ്റി നടത്തുന്ന ഒരുപാട് ആൾക്കാരെ നല്ലതാക്കാൻ വേണ്ടി നടക്കുന്ന പരിപാടികളൊക്കെ ചെയ്ത് പറഞ്ഞാലും ഇവരോട് പറയും ഇവിടെ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട്, എന്നിട്ട് എന്തെങ്കിലും ആൾക്കാർ നന്നായിട്ടുണ്ട്. ഇവിടെ ഖുർആൻ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ദർശനങ്ങളുണ്ട്, ഉപനിഷത്തുകളുണ്ട്, അതിന് ബൈബിൾ ഉണ്ട്, അതിന് ഖുർആൻ വന്നിട്ടുണ്ട്. അതുകൂടാതെ പുതിയ ഒരുപാട് ജാതി മതത്തിന്റെയൊക്കെ നല്ല നല്ല കാര്യങ്ങൾ വന്നിട്ടുണ്ട് എന്നൊക്കെ. ഇതൊക്കെ വായിച്ചിട്ടും ഒരാൾ നന്നായിട്ടില്ല. പിന്നെയാണ് നിന്റെ പോസിറ്റീവ് കമ്മ്യൂണിറ്റി ഒക്കെ പഠിപ്പിക്കുന്നത്. ഇതൊന്നും ഒരു കാര്യമില്ല, ഒരാൾ നന്നാവില്ല, ഈ ലോകം നന്നാവില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഫ്യൂട്ടിലിറ്റി പൊസിഷനിലുള്ളത്. അപ്പൊ 4 പൊസിഷനാണ് ഇവർ പറയുന്നത്: ഹെൽത്തി പൊസിഷൻ, ഡിപ്രസീവ് പൊസിഷൻ, പാരനോയിഡ് പൊസിഷൻ, ഫ്യൂട്ടിലിറ്റി പൊസിഷൻ. നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ റെഡിയാക്കി വെക്കുക. ഒന്നല്ല, ഒരു 10 20 റെഡിയാക്കി വെച്ചോ, പാസ്പോർട്ട് സൈസോ സ്റ്റാമ്പ് സൈസോ. ഓരോ കോളം വരുമ്പോഴത്തേക്കും ഓരോ കോളത്തിൽ നിങ്ങൾ ഇങ്ങോട്ട് ഒട്ടിച്ച് വെച്ചേക്കാം. നമുക്ക് അവസാനം കൂടുതൽ കിട്ടിയേക്കണ കോളം ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. പല പൊസിഷനിലും മാറി മാറി വരും, എന്നാലും മെജോറിറ്റി ഒരു പൊസിഷനിലായിരിക്കും. അതാണ് നമ്മുടെ ലൈഫ് പൊസിഷൻ. അപ്പൊ എളുപ്പമാണ്. ഈ ഫോട്ടോ എത്ര ഞാൻ ഒരു സ്ഥലത്ത് കൂടുതൽ ഒട്ടിച്ചെന്ന് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. അപ്പൊ ചിന്തിക്കുമ്പോഴത്തേക്കും കാലത്തെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞ് പോസിറ്റീവ് കമ്മ്യൂണിന്റെ ഒരു സൂം സെഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ നല്ല മിടുക്കനാണ്, അല്ലെങ്കിൽ ഞാൻ കൊള്ളാം, ഇവരൊക്കെ കൊള്ളാം എന്നുള്ളൊരു ചിന്താഗതി ബേസിക് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അത് അവിടെയല്ല, നമുക്ക് ഇമോഷണൽ ആയിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ബേസിക് ലൈഫ് പൊസിഷനിലോട്ട് പോകേണ്ടത്. നോക്കാം നമുക്ക് അതെങ്ങനെയാണ്. Orientation. Each of the childhood position to reflect is reflected in grown-up life by a particular kind of social interaction. ഈ രീതിയിലാണ്, ഈ ആറ്റിറ്റ്യൂഡ് വെച്ചിട്ടാണ് ഓരോരുത്തരും സമൂഹത്തിൽ നമ്മൾ പെരുമാറുന്നത്.
അപ്പൊ സോഷ്യൽ ഇന്ററാക്ഷന്റെ ഒരു മെത്തേഡാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്, ഈ ആറ്റിറ്റ്യൂഡിനെ വെച്ചിട്ട് കാണാൻ പോകുന്നത്. ഒന്നാമത്തെ ആൾക്കാർ ഓപ്പറേഷൻ ഫസ്റ്റ് മോഡൽ, അതാണ് ഞാൻ ക്വാഡ്രന്റ് നേരത്തെ പറഞ്ഞത്, ഐ ആം ഓക്കെ യു ആർ ഓക്കെ എന്നുള്ളത്. ഗെറ്റ് ഓൺ വിത്ത് പീപ്പിൾ, ആരുടെ കൂടെയും എങ്ങനെയും നല്ല സുഖകരമായിട്ട് കൂടിച്ചേർന്ന് പോകാൻ പറ്റിയ ആൾക്കാരാണ്. ഗെറ്റ് ഓൺ വിത്ത് പീപ്പിൾ. അവർക്ക് അസഹ്യതയൊന്നും ഉണ്ടാവില്ല. ഇന്നൊരാളാണെന്ന് പറഞ്ഞാൽ, ഇന്ന ദേശത്തുകാരനാണെന്ന് പറഞ്ഞാലുള്ള ചിന്താഗതി ഉണ്ടാവില്ല. ഇപ്പൊ നമ്മുടെ ഇവിടെ പറയുന്ന ആൾക്കാരുണ്ട്, തെക്കൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൾക്കാരെ മോശം എന്ന് പറയും, അല്ലെങ്കിൽ ചില സ്ഥലത്ത് വടക്കൻ എന്ന് പറഞ്ഞാൽ മോശം എന്ന് പറയും, അല്ലെങ്കിൽ സെൻട്രൽ കേരള എന്ന് പറഞ്ഞാൽ അത് മോശം. അങ്ങനെ ചിന്താഗതികളൊന്നും ഇല്ല ഇവർക്ക്. ഏത് രാജ്യത്തുള്ളവരായാലും, ഏത് സംസ്ഥാനത്തിലുള്ളവരായാലും, അല്ലെങ്കിൽ ഏത് ജില്ലയിലുള്ളവരായാലും, അല്ലെങ്കിൽ ഏത് പർട്ടിക്കുലർ ദേശത്തുള്ളവരായാലും അവർക്കൊരു വിഷയം ആരുടെ വരെയും ചേർന്ന് പോകാൻ പറ്റും. കാസ്റ്റോ അല്ലെ ജാതിയോ, ജാതി എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് തന്നെ മതവും വരും ജാതിയും വരും. ഇന്ന മതക്കാരനാണെന്ന് പറയുമ്പോൾ ഒരു ചിന്താഗതി വരുന്നുണ്ടോ, അതിനകത്ത് തന്നെ ജാതിക്കാരനാണെന്ന് പറയുമ്പോഴത്തേക്കും, മതം പറയുമ്പോൾ നമ്മൾ കുറെ പേര് ഒരുമിച്ച് വെക്കും, പിന്നെ അതിനകത്ത് ജാതി പറയുമ്പോൾ നമ്മൾ കുറച്ച് പേര് വേറെ മാറി വെക്കും. അങ്ങനെ ജാതി മത ഭേദമന്യേ നമുക്ക് ചിന്തിക്കാൻ പറ്റും. അല്ലെങ്കിൽ ചില പണികൾ ഏൽപ്പിക്കുമ്പോഴത്തേക്കും അത് ആരെ ഏൽപ്പിച്ചത്, അത് ആ മറ്റേ നമ്മുടെ ലീഡർ മറ്റേ ലേഡി ഇല്ലേ, അയ്യോ അവളെയൊക്കെ ഏൽപ്പിച്ച പണി നടക്കും എന്നുള്ളൊരു ചിന്താഗതി, അല്ലെ ലേഡീസിനെ ഏൽപ്പിച്ച പണിയെടുക്കും. ഇങ്ങനെയുള്ള അതായത് രാഷ്ട്രത്തിന്റെയോ ഭാഷയുടെയോ ജാതിയുടെയോ അല്ലെങ്കിൽ ജെൻഡറിന്റെയോ യാതൊരുവിധ വ്യത്യാസവുമില്ലാതെ അവരവരെ ആസിറ്റീസ് കണ്ട് അവരോട് ഒത്തുചേർന്ന് പോകാൻ പറ്റിയ ആൾക്കാരാണ് ഓപ്പറേഷൻ 1 കിടക്കുന്ന ഐ ആം ഓക്കെ യു ആർ ഓക്കെ ഗെറ്റ് ഓൺ വിത്ത് പീപ്പിൾ, GOW. രണ്ടാമത്തെ ഓപ്പറേഷൻ 2 എന്നുള്ള മോഡല് പർട്ടിക്കുലർ കൈൻഡ് ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ ആണ്. ഓരോരുത്തർക്കും ഒരേ രീതി ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. ഗെറ്റ് എവേ ഫ്രം പീപ്പിൾ, ആൾക്കാരുടെ അടുത്ത് നിന്നും പതുക്കെ പതുക്കെ അകന്നു പോകുക. ഓപ്പറേഷൻ 2 GAF എന്നാണ് ഇതിന്റെ ഷോർട്ട് ഫോം. അപ്പോൾ എന്താണ്, പല സംഗതികളിലും വരുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ ആളുകൾ എല്ലാവരും തന്നെ ഒക്കെയാണ് ഇങ്ങനെ ചേർന്ന് പോകും. ഇനി പറ്റിയില്ലെങ്കിലും നമ്മൾ ആ സംഭവത്തിൽ പോയി പങ്കെടുക്കും, അവരുടെ കൂടെ ചേർന്ന് നടക്കും, എല്ലാം ചെയ്യും. പക്ഷെ കുറച്ചും കൂടെ നമ്മളുടെ ഈ ഗെറ്റ് അവേ ഫ്രം പീപ്പിളിന്റെ ഡിഗ്രി കൂടുമ്പോഴത്തേക്കും നമ്മൾ പതുക്കെ പതുക്കെ ഉൾവലിയാൻ തുടങ്ങും. ഉൾവലിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപാടികൾക്ക് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനില്ലെന്ന്, നിങ്ങൾ പോയിട്ട് പോവാം, അല്ലെങ്കിൽ നിങ്ങളും മക്കളും കൂടെ പോയിട്ട് പോവാം എന്നുള്ള രീതിയിലോട്ട് പറയും. ചിലപ്പോൾ ഭർത്താവിനോട് പറയും, ഭർത്താവിലെ ഭാര്യനോട് പറയും. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഗെറ്റ് അവേ, അതായത് ഡിപ്രഷൻ ഉള്ള, ഞാൻ പറഞ്ഞ ഈ ക്വാഡ്രന്റുകാരുടെ ഡിപ്രഷനാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഫൈനൽ ഡിഗ്രിയിലോട്ട് എത്തുന്നത്. അപ്പോൾ ഇപ്പോഴും നമ്മൾ ഇവിടെ ഇരുന്ന് കേൾക്കണവരെ പറ്റിയല്ല കേട്ടോ പറഞ്ഞത്, ഞാൻ പറഞ്ഞ രോഗാവസ്ഥ വന്നിട്ട് ഫൈനൽ ഡിഗ്രി ആകുമ്പോഴത്തേക്കുള്ളവർ. അപ്പൊ ഗെറ്റ് അവേ ഫ്രം എന്നുള്ളത് ആദ്യത്തെ ഡിഗ്രി ഇങ്ങനെയാണ് കൂടെ പോകും. പക്ഷെ സന്തോഷമൊന്നുമില്ല, കൂട്ടുകൂടുമ്പോഴൊന്നും സന്തോഷം ഉണ്ടാവില്ല. എന്നാലും ഒരു സമൂഹത്തിന്റെ ബാധ്യത അല്ലെങ്കിൽ ചുറ്റുപാട് വീട്ടിലെന്നുള്ള നിരക്ക് നമ്മൾ ഇടവഴങ്ങി പോകും. പക്ഷെ രണ്ടാമത്തെ കണ്ടീഷൻ വരുമ്പോഴത്തേക്ക് ഞാൻ വരുന്നില്ല, എനിക്ക് സുഖമില്ല, വേറെ എന്തെങ്കിലും കാരണം പറയും, തലവേദനയാണല്ലേ നടുവേദനയാണല്ലേ എന്തെങ്കിലും പറഞ്ഞിട്ട് പരിപാടികൾക്ക് പോകാണ്ടിരിക്കുക, നിങ്ങൾ രണ്ടുപേരും അല്ലെ ഭാര്യയും പിള്ളേരും കൂടെ പോവുക, അല്ലെ ഭർത്താവും പിള്ളേരും കൂടെ പോവുക, അല്ലെങ്കിൽ നിങ്ങൾ മാത്രം പോയാൽ മതി, ഇനിയിപ്പോ അവരെ കൊണ്ടുപോകണം എന്തിനാണ്, അങ്ങനെ ഒരു അവസ്ഥ. മൂന്നാമത്തെ ഒന്നിനും പുറത്തിറങ്ങാത്ത ഒരവസ്ഥ, വീട്ടിലെ കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് നോക്കുക, അല്ലെങ്കിൽ പണിക്ക് പോവുക വരിക, അങ്ങനെയുള്ള സോഷ്യൽ കോണ്ടാക്ട് എല്ലാം പതുക്കെ പതുക്കെ വിട്ട് ചെയ്ത് പോകും. അപ്പൊ അവസാനം നമ്മൾ ഇതിന്റെ പോക്ക് എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ അടിച്ചിട്ട് ഒറ്റക്ക് ഉൾവലിഞ്ഞ് ഒരു മുറിയിലേക്ക് ചെന്ന് ചേരുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ ഈ ഓപ്പറേഷൻ 2 എന്ന സോഷ്യൽ ഇന്ററാക്ഷൻ പോകുന്നത്. ഗെറ്റ് അവേ ഫ്രം പീപ്പിൾ. ഓരോ കാര്യങ്ങളിലും നമ്മൾ പതുക്കെ പതുക്കെ നമ്മുടെ രോഗാവസ്ഥ കൂടുന്നതനുസരിച്ച് നമ്മൾ വിട്ട് 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 ഒറ്റക്ക് ഒരു മുറിയിൽ ഒതുങ്ങിത്തീരുന്ന ഒരു അവസ്ഥയിലേക്കാണ്. അടുത്തത് ഓപ്പറേഷൻ 3, അത് ഗെറ്റ് റിഡ് ഓഫ് പീപ്പിൾ, GRO, ഗെറ്റ് റിഡ് ഓഫ് പീപ്പിൾ. ഇവരുടെ സോഷ്യൽ ഇന്ററാക്ഷൻ പാറ്റേൺ ഇങ്ങനെയാണ്, അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് കൂടെ ഉള്ളവരെ അകറ്റിക്കളയും. രണ്ടാമത്തെ പാറ്റേൺ ഞാൻ പറഞ്ഞ അവര് കയ്യിലിരിപ്പ് അവരുടെ ചിന്താഗതി കൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് വിട്ട് 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 അകത്തേക്ക് വരും. ഇവരങ്ങനെയല്ല. ഗെറ്റ് റിഡ് ഓഫ് പീപ്പിൾ ഓപ്പറേഷൻ 3 എന്ന് പറഞ്ഞാൽ അവരുടെ പെരുമാറ്റം കൊണ്ടും അവരുടെ സംശയങ്ങളും കൊണ്ടും ഇവര് മറ്റുള്ളവരെ നമ്മളിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകും. ഞാനാണ് ആ ക്യാരക്ടറിന് നമ്മളിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകും. സ്ഥിരമായിട്ട് ഒരു സോഷ്യൽ ബിലോങ്ങിങ്നെസ് ഇവർക്ക് ഉണ്ടാവില്ല. പല സ്ഥലത്തും പല രീതിയിലായിരിക്കും ഇവർ പെരുമാറും. ഒരുപാട് ക്വാളിറ്റീസ് ഉള്ളതാണ്, നല്ല രീതിയിൽ പ്രവർത്തിക്കും, നല്ല അച്ചീവ്മെന്റ് ഉണ്ടാക്കും. അച്ചീവ്മെന്റിന് വേണ്ടി ഉദ്ദേശിച്ച ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യാനായിട്ട് വളരെ കപ്പാസിറ്റി കൂടിയ തരത്തിലുള്ള ആൾക്കാരാണ് ഈ ഗെറ്റ് റിഡ് ഓഫ് പീപ്പിൾ. പക്ഷെ അവരറിയാതെ അവരുടെ പെരുമാറ്റം കൊണ്ട് മറ്റുള്ളവരെ അകത്തി കൊണ്ടുപോകും. അപ്പോൾ എങ്ങനെയാണ് പരിപാടികൾ? ഇപ്പൊ വീട്ടിൽ തന്നെയാണെങ്കിൽ ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ സ്ഫടികത്തില് നമ്മുടെ തിലകൻ ചേട്ടന്റെ അല്ലെങ്കിൽ ചാക്കോ മാഷിന്റെ ഒരു പ്രത്യേകതയാണ്. ആദ്യം മകനെ ഓടിച്ചു വിടും, അല്ലെങ്കിൽ മകൻ കല്യാണം കഴിച്ചാൽ മകളെ ഓടിച്ചു വിടും, അല്ലെങ്കിൽ മോളെ കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ മോളെ ആരുടെയും കൂടെ ഒളിച്ചോട് പോയി ചെയ്യുന്ന ഒരു അവസ്ഥ. അതുകൂടാതെ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും സൈക്കോയായ മകള് ഭാര്യ നമ്മൾ വിട്ടിട്ട് പോകുക. അപ്പോ മറ്റേ ആള് ഓറിയന്റേഷൻ 2-ലുള്ളവര്
മറ്റുള്ളവരിൽ നിന്ന് വിട്ട് ഒറ്റക്ക് റൂമിലോട്ട് പോകുമ്പോൾ ഇവർ തന്റെ കയ്യിലിരിപ്പ് കൊണ്ട് ആൾക്കാരെ മാറ്റി 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 വേണമെങ്കിൽ ഒറ്റക്ക് വിട്ട് പോകാവുന്ന ഒരു അവസ്ഥയാണ്. ഓക്കെ. ഓപ്പറേഷൻ 3 ഗെറ്റ് നോവെയർ വിത്ത് എന്നുള്ളതാണ് ഇവരുടെ ഓപ്പറേഷൻ. അതായത് സോഷ്യൽ ഇന്ററാക്ഷൻ. എങ്ങും എത്തൂല, അല്ലെങ്കിൽ എവിടെയും ചെന്ന് ചേരൂല എല്ലാത്തിനും. അപ്പൊ ഗെറ്റ് നോവെയർ വിത്ത് എന്ന് പറഞ്ഞാൽ ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓൾസോ നോട്ട് ഓക്കെ. 2-3 ടൈപ്പ് കാറ്റഗറി തന്നെ ഇതിനകത്ത് പറയുന്നത്. എല്ലാത്തിനകത്തും ഉണ്ട് ആ 2-3 കാറ്റഗറി. ഇതിനകത്ത് ചിലവരുടെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് സാധാരണഗതിയിൽ ഇവർക്ക് തലക്ക് വട്ടുപിടിക്കണ ഒരു തോന്നല് വരും. ഇവർക്ക് എന്തെങ്കിലും കാര്യകാരണവശാൽ ഇത് ചിന്തിക്കാൻ തുടങ്ങി ഇവരിങ്ങനെ പറയും, തല പെരിക്കണ പോലെ ചിന്തയാണ് തുടക്കമുണ്ടാ. അപ്പൊ ഇങ്ങനെയുള്ളവർ ഇതിനകത്തുള്ളവർ ഇങ്ങനെ ചിന്തിക്കണമെങ്കിൽ അയ്യോ എനിക്ക് ഭ്രാന്താന്ന് ചിന്തിക്കാനല്ല, എനിക്ക് ആ ഒരു ക്വാഡ്രന്റിലാണ് നമ്മളെന്ന് ഞാൻ പറയുന്നത്. നല്ല ശരിയല്ല, ഞാൻ ശരിയല്ല, അയാൾ ശരിയല്ല, അല്ലെങ്കിൽ ഈ ലോകം തന്നെ ശരിയല്ല എന്നുള്ള ചിന്തപ്പാടിലും കാഴ്ചപ്പാടിലുമാണ് ഉള്ളത്. ഇങ്ങനെ കാറ്റഗറിയിൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മൾ ഒരു കാര്യം പറഞ്ഞത് അംഗീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇതൊന്നും ശരിയാവാത്തൊരു നാട് എന്നുള്ളതാണ് പറഞ്ഞത്. ഇപ്പൊ TA ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഗെറ്റ് ഓൺ വിത്ത് പീപ്പിളുടെ അടുത്ത് TA ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അവർ പറയും കുഴപ്പമില്ല, നോക്കാം, എനിക്ക് സമയം ഉണ്ടെങ്കിൽ ഞാൻ നോക്കാം എന്ന് പറയാൻ അവർ കയറി നോക്കും. ഗെറ്റ് അവേ ഫ്രം പീപ്പിൾ ആണെങ്കിൽ അവർക്ക് ഇതാണ്, ഇതൊന്നും കേട്ടാലും തന്നെ അവർ പറയും ഇതൊക്കെ എന്തോരം ആൾക്കാർ നന്നായിട്ട്, ഇപ്പൊ സ്റ്റീഫൻ എന്തായാലും ക്ലാസ് എടുക്കണം, അല്ലെങ്കിൽ സുദാസ് എന്തോരം നന്നായിട്ട് ക്ലാസ് എടുക്കണം, എന്തോരം ട്രെയിനേഴ്സ് ഉണ്ട്, എന്നെ കൊണ്ട് ഇതൊന്നും പറ്റൂല, അല്ലെങ്കിൽ എന്താണ് എനിക്കിത് പറ്റാത്ത നല്ല ചിന്തിക്കുന്ന ആൾക്കാർ. ഗെറ്റ് റിഡ് ഓഫ് പീപ്പിളിനോട് നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞാണെങ്കിൽ നിനക്ക് എന്താ പഠിക്കേണ്ടത്, TA ഇങ്ങോട്ട് ഞാൻ പഠിപ്പിച്ചു തരാം, TA AT എന്ത് വേണമെങ്കിലും ഞാൻ പഠിപ്പിച്ചു തരാം, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും എന്താ നിനക്ക് സംശയം ഇങ്ങോട്ട് ചോദിച്ചു ഞാൻ പറഞ്ഞുതരാം എന്ന് പറയുന്ന ആൾക്കാരാണ് ഗെറ്റ് റിഡ് ഓഫ് പീപ്പിൾ. ഒന്നിനും അവരെ കഴിഞ്ഞിട്ട് വേറെ ആൾക്കാരുള്ളതാണ്. ഗെറ്റ് നോവെയറിന് ഞാൻ പറഞ്ഞ പോലെ ഇതൊക്കെ ഉണ്ടായിട്ടും ബൈബിളും ഖുറാനും ഇതൊക്കെ ഉണ്ടായിട്ട് ഈ നാട് തന്നല്ലേ, പിന്നെ ഇനി നിങ്ങളുടെ കാര്യം കൊണ്ട് നടക്കുമെന്ന് ചോദിച്ച് ഉള്ളിലോട്ട് വലിഞ്ഞ് തന്നെ പോയിട്ട് അവസാനം ഒറ്റപിടിക്കുകയോ സൂയിസൈഡ് ചെയ്ത് തീർക്കുകയോ ജീവിതം അവസാനിപ്പിക്കുകയോ ചെയ്യുന്ന ആൾക്കാരാണ് ഈ കാറ്റഗറി. അപ്പോൾ ഓപ്പറേഷൻ 4 പാറ്റേൺ ഉണ്ട്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ റെഡിയാക്കി വെക്കുക, അല്ല സ്റ്റാമ്പ് സൈസ് ഏതാ കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കോളത്തിൽ ഒട്ടിക്കുക. ഒട്ടിച്ചാൽ നമ്മൾ അടുത്തതിലോട്ട് നീങ്ങും. ഈ 4 ആറ്റിറ്റ്യൂഡ് ഉള്ളവർക്കും ഓരോ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, സ്റ്റൈൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ആദ്യത്തെ കാറ്റഗറി ഐ ആം ഓക്കെ യു ആർ ഓക്കെ എന്ന് പറയുന്ന കാറ്റഗറി ആണെങ്കിൽ അത് അസർട്ടീവ് ആയിട്ട് പറയുന്ന ആൾക്കാരാണ്. പറയേണ്ട രീതിയിൽ, പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട അളവിൽ, പറയേണ്ട തൂക്കത്തിൽ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് പറയുന്ന ആൾക്കാരാണ് അസർട്ടീവ്നെസ് എന്ന് പറയുന്നത്. പറയാതിരിക്കാതില്ല, എന്നാലും ഓവറായിട്ട് പറയുകയില്ല. അതാണ് അസർട്ടീവായിട്ട് കാര്യങ്ങൾ പറയുക. അവർ കാര്യങ്ങൾ പറയേണ്ട രീതിയിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. രണ്ടാമത്തെ പാറ്റേൺ സ്റ്റൈൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന അക്കോമഡേറ്റീവ് ആണ്. അക്കോമഡേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉൾക്കൊള്ളുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ മേ ഹെൽപ്പ് യു എന്ന് പറയുന്ന രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരാണ്. നല്ല സ്നേഹത്തോടു കൂടി, അല്ലെങ്കിൽ വളരെ എന്താണ് പറയുക, എളുപ്പത്തിൽ മറ്റുള്ളവരോട് ഇഷ്ടപ്പെട്ട് വർത്താനം പറയാൻ കഴിയുന്ന ആൾക്കാരാണ്. അവർക്ക് ഒരു വൺ ഡൗൺ എപ്പോഴും ഉള്ളിലുണ്ട്. അതുകൊണ്ട് അവർ ഹെൽപ്പ് ചെയ്യാനും അതേപോലെ നിൽക്കാനും അവർ ചെയ്യുള്ളൂ. ഐ എം നോട്ട് ഓക്കെ എന്നുള്ള വൺ ഡൗണിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ സംസാര രീതി നമുക്ക് കേട്ടറിയിക്കും. അക്കോമഡേറ്റീവ് ടൈപ്പ് ഓഫ് സംസാര രീതി ആയിരിക്കും, കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും, സ്റ്റൈൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഹെൽപ്പ് ചെയ്യട്ടെ, അല്ലെങ്കിൽ അവരോട് സഹായിക്കട്ടെ, അല്ലെങ്കിൽ സഹായിച്ചുകൊണ്ട് വർത്താനം പറയുക. ഇപ്പൊ ഞാൻ പറയാം, നമ്മുടെ ഇതിനകത്ത് കൗൺസിലേഴ്സ് ഉണ്ടെങ്കിൽ ഈ ഒരു കാറ്റഗറി കൗൺസിലേഴ്സ് സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഭയങ്കര ഒരു ഫീൽ വെരി ഗുഡ്, നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റിക്ക് പറ്റിയ ഒരു പൊസിഷനാണ് അക്കോമഡേറ്റീവ് സ്റ്റൈൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമുക്ക് ഡീറ്റെയിൽ പിന്നെയും നമുക്ക് വരാം, ഓരോന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് വരും. സ്റ്റൈൽ 3 എന്ന് പറഞ്ഞാൽ അഗ്രസീവ് ആണ്. അഗ്രസീവ് എന്ന് പറഞ്ഞാൽ വളരെ അടിച്ച് പറയുന്ന, അല്ലെങ്കിൽ ഒരു ദേഷ്യത്തോട് പറയുന്ന, അല്ലെങ്കിൽ വെറുപ്പോടുകൂടി, അല്ലെങ്കിൽ വെറുപ്പല്ല അതിന് പറയണത്, മറ്റുള്ളവർക്ക് എന്ത് പറ്റും എന്നുള്ള ഈ അഗ്രസീവും അസർട്ടീവ്നെസ് തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. കാര്യങ്ങൾ പറയും, പക്ഷെ അഗ്രസീവ് ആകുമ്പോഴത്തേക്കും അയാൾക്ക് എന്ത് തോന്നുന്നു, അയാൾക്ക് ഫീൽ ചെയ്യുന്നു, അയാൾക്ക് മുറിവേക്കുന്നു, അയാൾക്ക് വേദനിക്കുന്നു എന്നൊരു ചിന്താഗതി ഉണ്ടാവില്ല. സാധാരണ ഇങ്ങനെയുള്ളവർ പറയണത്, കാട്ടില് കൂടെ ഒരു ആന നടന്നു പോകുമ്പോൾ ചെറിയ ചെറിയ ജീവികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ചവിട്ടുകൊണ്ടും അല്ലെങ്കിൽ വേദന കൊണ്ടും ഒക്കെ കിടക്കണ്ടാവും, പക്ഷെ ആന ഇതൊന്നും അറിയില്ല. അതേപോലെയാണ് ഇവരുടെ പാറ്റേൺ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇവര് പറയണതിന് അങ്ങോട്ട് അടിച്ചു പൊളിച്ച് അങ്ങോട്ട് പറഞ്ഞു പോകും. മറ്റുള്ളവർക്ക് വേദനിക്കുന്ന കാര്യമാണോ, അല്ലെങ്കിൽ അവർക്ക് സങ്കടം വരുമോ, ഒരു മുറിവുകൾക്കോ എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാവില്ല. ആർക്ക് എന്ത് വന്നാലും എന്റെ കാര്യം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയും എന്നാണ്. പക്ഷെ പറയണ മെത്തേഡ്, സ്റ്റൈൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എപ്പോഴും അഗ്രസീവ് ആയിരിക്കും. നാലാമത്തെ ആൾക്കാർ അപ്പതറ്റിക് ആണ്. അപ്പതറ്റിക് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് എനി ഇൻട്രസ്റ്റ്, വിത്തൗട്ട് ഇമോഷൻ. ഉദാഹരണം പറയണെങ്കിൽ നമ്മുടെ പ്രേമചന്ദ്രൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രമില്ലേ സിനിമയിലൊക്കെ,
എന്താടോ ഈ പറയണത് എന്നൊക്കെ പറയുന്ന ഒരു അപ്പതറ്റിക് കണ്ടീഷൻ. ഒരു ഇൻട്രസ്റ്റും ഇല്ല, എന്ത് പറഞ്ഞാലും അങ്ങനെ പറയണ ഒരു സ്റ്റൈൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഓരോരുത്തർക്കും ഉണ്ട് കറക്റ്റ് ആയിട്ട് സംസാരിക്കുന്ന അസർട്ടീവ് ആയിട്ടുള്ള ഐ ആം ഓക്കെ യു ആർ ഓക്കെ കാര്യം, അക്കോമഡേറ്റീവ് ആയിട്ട് ഹെൽപ്ഫുൾ ആയിട്ട് സംസാരിക്കുന്ന സ്റ്റൈൽ 2 ഐ ആം നോട്ട് ഓക്കെ യു ആർ ഓക്കെ കാരുണ്ടാവും. അടിച്ചു പറഞ്ഞ് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുകയും അല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും ചെയ്യുന്ന അഗ്രസീവ് ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ കാരുണ്ടാവും. അതേപോലെ തന്നെ ഒന്നിനും ഇൻട്രസ്റ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ ഒന്നിനോടും ഒരു ഇമോഷൻ ഇല്ലാതെ വെറുതെ ഒരു രസത്തിലും ഇല്ലാത്ത അപ്പതറ്റിക് ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാം. ഫോട്ടോ റെഡിയാണോ? ഒട്ടിച്ചോളൂ. അസർട്ടീവ്, അക്കോമഡേറ്റീവ്, അഗ്രസീവ് ആൻഡ് അപ്പതറ്റിക്. ഇനി ലോകത്തിനോടും മറ്റുള്ളവരോടും ഉള്ള അറ്റാച്ച്മെന്റിനെ കുറിച്ചാണ് പറയണത്. അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഒരാളെ ഉൾക്കൊള്ളണത്, അല്ലെങ്കിൽ ഒരാളോട് പെരുമാറണം, അല്ലെങ്കിൽ ലോകത്തെ കാണുന്നത്, അവരോട് നമ്മൾ എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് നോക്കുക. ഐ ആം ഓക്കെ യു ആർ ഓക്കെ എന്ന് പറയുന്ന സ്റ്റൈൽ 1 ആൾക്കാർക്ക് അതൊരു സെക്യൂർഡ് പൊസിഷനാണ്. അവർക്ക് അത് അറ്റാച്ച്മെന്റ് ഒരു പ്രശ്നമില്ല. എല്ലാവരുമായിട്ടും അറ്റാച്ച് ആവും, ഏത് രാജ്യത്ത് നിന്നാലും അറ്റാച്ച് ആവും, ഏത് പൊസിഷനിൽ ഓർഗനൈസേഷനിൽ അറ്റാച്ച് ആവും. അവർ നല്ല രീതിയിൽ ചിന്തിച്ച് ഉറപ്പിച്ച് തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അവർ സെക്യൂർ അറ്റാച്ച്മെന്റ് ഉള്ള ആൾക്കാരാണ്, സ്റ്റൈൽ ഓഫ് അറ്റാച്ച്മെന്റ് ഉള്ള ആൾക്കാരാണ്. എന്നാൽ രണ്ടാമത്തെ ആൾക്കാർ സ്റ്റൈൽ 2 ഐ ആം നോട്ട് ഓക്കെ യു ആർ ഓക്കെ എന്ന് പറയുന്ന സ്റ്റൈൽ ഓഫ് അറ്റാച്ച്മെന്റ് ഉള്ള സ്റ്റൈൽ 2കാര് അവര് എപ്പോഴും ആങ്ഷ്യസ് ആയിരിക്കും, അല്ലെങ്കിൽ ആംബിവലന്റ് ആയിരിക്കും, വ്യക്തത ഉണ്ടാവില്ല അവർക്ക്. ആങ്ഷ്യസ് എന്ന് പറഞ്ഞാൽ ടെൻഷൻ കൂടിയ ആൾക്കാർ, അങ്ങനെ ഇതിനോടുകൂടി എപ്പോഴും അതിനോടുകൂടി ഒരു ടെൻഷൻ ആയിരിക്കും അവർക്ക്. എന്ത് സംഭവിക്കും എന്നുള്ളൊരു ആങ്ഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണ്. എന്നാൽ വ്യക്തതയില്ലാത്ത സംസാരം അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് ആണ് ആൾക്കാരോട്. ചിലപ്പോൾ ഒരാളോട് അടുക്കും, അയാളോട് തന്നെ വീണ്ടും അത്ര വലിയ വെറുപ്പും വരും. അതാണ് ഈ ആംബിവലന്റിന്റെ പ്രത്യേകത. ഒരേ രീതി 2 രീതിയിൽ പ്രവർത്തിക്കും. ചിലപ്പോൾ ലവ് ആയിരിക്കും, ചിലപ്പോൾ ഹേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സിറ്റുവേഷൻ ടു ദ സെയിം പേഴ്സൺ ഇറ്റ് ഡിഫേഴ്സ്. ഓരോന്നും മാറി വരാനുള്ള ഒരു കാര്യമുണ്ട്. ആങ്ഷ്യസ് ആണ് മെയിൻ ആയിട്ടുള്ള ഇവരുടെ സ്റ്റൈൽ ഓഫ് അറ്റാച്ച്മെന്റ്. മൂന്നാമത്തെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഡിസ്മിസീവ് ആണ്. ഡിസ്മിസീവ് എന്ന് പറഞ്ഞാൽ അവരുടെ അറ്റാച്ച്മെന്റ് റിജക്ഷൻ ടൈപ്പാണ്. റിജക്ഷൻ, ആർക്കും വേണ്ട എന്നുള്ള റിജക്ഷൻ ടൈപ്പാണ്. ഡിസ്മിസീവ് ടൈപ്പ് ഓഫ് അറ്റാച്ച്മെന്റ് ആണ്. ടു ദ അതർ പേഴ്സൺ, ടു ദ വേൾഡ്, അങ്ങനെയായാലും ടു ദ ഓർഗനൈസേഷൻ, എല്ലാം അങ്ങനെ തന്നെയാണ്. സ്ഥിരമായിട്ട് ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷനിലെ ആൾക്കാർ, പ്രൈവറ്റ് ഫേം ഒക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ചാടിക്കൊണ്ടിരിക്കും. പിന്നെ ഇവർക്ക് ഉള്ള ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഡിസ്മിസീവുള്ള ആൾക്കാർക്ക് സ്വന്തമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ ചെയ്യാൻ താല്പര്യം. അപ്പോൾ നമ്മുടെ കാറ്റഗറിയിലുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും, ട്രെയിനേഴ്സ് അല്ലെങ്കിൽ അതേപോലെയുള്ളവരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് ഡിഗ്രി അല്ല ഈ സ്റ്റൈൽ 3 ഫസ്റ്റ് ഡിഗ്രിയിൽ കാണാം ഒരു മെജോറിറ്റി ഓഫ് ദ ആൾക്കാരാണ് നമുക്ക്. അതേസമയം കൗൺസിലേഴ്സിന് എല്ലാവരും നമുക്ക് കൂടുതലും സക്സസ്ഫുൾ ആയിട്ടുള്ളവരെ കാണാവുന്ന സ്റ്റൈൽ 2 അവർ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാണുന്ന ആൾക്കാരായിട്ട് നമുക്ക്. ഓക്കെ, ഫിയർഫുൾ ആയിട്ടുള്ള സ്റ്റൈൽ 4 ഉണ്ട്. സ്റ്റൈൽ ഓഫ് അറ്റാച്ച്മെന്റ് ഫിയർഫുൾ ആണ്, പേടിയാണ് അവരുടെ മെയിൻ ഇത്. ഫിയർഫുൾ ആണ്, അവർക്ക് ആരോടും അങ്ങനെ ഒരുപാട് അടുക്കാൻ പറ്റൂല അവർക്ക്. സ്റ്റൈൽ 3 ഡിസ്മിസീവ് എന്ന് പറഞ്ഞാൽ സംശയം കൊണ്ടാണെങ്കിൽ, സ്റ്റൈൽ 4 ഫിയർഫുൾ അവർ ഭയം കൊണ്ടാണ് അടുക്കാറ്. അപ്പോൾ സ്റ്റൈൽ 4കാർ ഫിയർഫുൾ ആകുമ്പോഴത്തേക്കും അവർക്ക് മറ്റുള്ളവരോട് അടുക്കുമ്പോൾ പേടിയാണ്, എന്ത് സംഭവിക്കും ഇതിനകത്ത് നിന്നുള്ള, അല്ലെ എനിക്ക് നേരത്തെ ഉണ്ടായതിനെ കുറിച്ചുള്ള പേടിയാണ്. വരാമോളതിനെ കുറിച്ചാണ് ശരിക്കും പേടി വേണ്ടത്. എന്നാൽ കഴിഞ്ഞു പോയതിനെ കുറിച്ചുള്ള പേടിച്ചിട്ടും അറ്റാച്ച്മെന്റ് അതിന്റെ ബേസ് ചെയ്താണ് ജീവിക്കുന്നത്. രണ്ടും, കഴിഞ്ഞതിലും ഇപ്പോഴും നമ്മളുടെ വരാൻ പോകുന്നതിലും ഇവർക്ക് ഫിയർ എലമെന്റ് ആയിരിക്കും കൂടുതൽ നിൽക്കുക. അതിനെ ബേസ് ചെയ്താണ് ഇവരുടെ ചിന്താഗതികളും എല്ലാം നിൽക്കുക. അപ്പോൾ സ്റ്റൈൽ ഓഫ് അറ്റാച്ച്മെന്റ് 4 സ്റ്റൈൽ 1 സെക്യൂർഡ് ആണ്, ഐ ആം ഓക്കെ യു ആർ ഓക്കെ കണ്ടീഷൻ ആണ്. സ്റ്റൈൽ 2 ആങ്ഷ്യസ് ഓർ ആംബിവലന്റ് എന്ന് പറഞ്ഞു. സ്റ്റൈൽ 2 ഐ ആം നോട്ട് ഓക്കെ യു ആർ ഓക്കെ എന്നുള്ള ആൾക്കാരാണ്. സ്റ്റൈൽ 3 ഡിസ്മിസീവ് ആണ്, റിജക്ഷൻ ആണ് അവർക്കുള്ളത്, അല്ല റിജക്ഷൻ മോഡ് ഓഫ് അറ്റാച്ച്മെന്റ് ആണ്. അത് സ്റ്റൈൽ 3 ആണ്. ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ ആണ്. സ്റ്റൈൽ 4 ഫിയർഫുൾ ആണ്, ഭയമാണ്, ഭയം ഓറിയന്റഡ് ആണ്, എപ്പോഴും ഭയമാണ്, കഴിഞ്ഞതിനെ കുറിച്ചും ഇപ്പിനെ കുറിച്ചും വരാമോണിനെ കുറിച്ചും അങ്ങനെ പെരുമാറുന്ന ആൾക്കാരാണ്, അറ്റാച്ച് ചെയ്യുന്ന ആൾക്കാരാണ് സ്റ്റൈൽ 4 എന്നുള്ള ഫിയർഫുൾ. 4 ടൈപ്പ്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ റെഡി, ഒട്ടിച്ചോളൂ. ഇത് എളുപ്പം കണ്ടുപിടിക്കാനായിട്ട്
നമ്മൾ ഇട്ടേക്കുന്ന ഒരു സംഗതിയാണ്. അതായത് ഐ ആം ഓക്കെ യു ആർ ഓക്കെക്കാരുടെ ബേസിക് ലൈഫ് പൊസിഷൻ അങ്ങനെയാണ്. അതല്ലെങ്കിൽ കൂടുതൽ ടൈമും അവർ ആ ഒരു ലൈഫ് പൊസിഷനിൽ ചെലവഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ ഹാപ്പി ആയിരിക്കും, കംഫർട്ട് ആയിരിക്കും, ജോയ്ഫുൾ ആയിരിക്കും. നമ്മൾ പറഞ്ഞാൽ ഓം ശാന്തി എന്നുള്ള ആൾക്കാരായിരിക്കും. ഐ ആം ഓക്കെ യു ആർ ഓക്കെ. രണ്ടാമത്തെ കാറ്റഗറിക്കാരുടെ ബേസിക് ഇമോഷൻ എന്ന് പറഞ്ഞാൽ സാഡ് ആയിരിക്കും, സാഡ്നെസ്. ബേസിക് ഇമോഷൻസ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സൈക്കോളജിസ്റ്റുകളും സൈക്കാട്രിസ്റ്റുകളും എല്ലാം കൂടെ ചേർന്ന് കൺക്ലൂഡ് ചെയ്തേക്കുന്നത് 4 ഒന്ന് ഗ്ലാഡ്, മാഡ്, സാഡ്, സ്കേഡ്. ഗ്ലാഡ് എന്ന് പറഞ്ഞ സന്തോഷം, മാഡ് എന്ന് പറഞ്ഞ ആങ്കർ. നമ്മൾ പറയില്ല മലയാളത്തിൽ, ഇംഗ്ലീഷിലൊക്കെ പറയും. മലയാളത്തിൽ എനിക്ക് ദേഷ്യം വന്നിട്ട് പ്രാന്ത് കയറിയുന്നു, ആ പറയുന്ന അതാണ് മാഡ്. അപ്പോൾ ദേഷ്യം എന്ന് പറഞ്ഞാൽ മാഡാണ്. അവരും പറഞ്ഞാൽ ഇംഗ്ലീഷുകാരും അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല, അത് മാഡായിട്ട് കണക്ക് കൂട്ടും. പിന്നെ സാഡ്, ദുഃഖം, അത് നമുക്കറിയാം, ദുഃഖത്തിന്റെ ആണ് മൂന്നാമത്തത്. നാലാമത്തത് സ്കേഡ് എന്നാണ്. ഈ ഡിയിൽ അവസാനിക്കാൻ വേണ്ടി അവർ സ്കേഡ് ഇട്ടാണ്. അതിന്റെ ശരിക്കുള്ള അർത്ഥം അല്ലെങ്കിൽ അതിന്റെ വേറെ പദം തന്നെ ഫിയർ എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് ഓരോ ബേസ് ഇമോഷൻ ചെയ്തിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ആദ്യത്തെ കാറ്റഗറി ഹാപ്പി, കംഫർട്ട്, ജോയ്ഫുൾനെസ് ആണെങ്കിൽ നമ്മളുടെ രണ്ടാമത്തെ കാറ്റഗറി എന്താണ്? സാഡ്, വറി, ഡിപ്രഷൻ എന്നുള്ളതാണ്. മൂന്നാമത്തെ കാറ്റഗറി ആങ്കർ ആണ്, അല്ലെങ്കിൽ മൈൽഡ് ലെവൽ ഓഫ് ഇറിറ്റേഷൻ ആണ് തുടക്കമാണെങ്കിൽ. വലുതാണെങ്കിൽ ആങ്കർ ആയിട്ട് മാറും. നാലാമത്തത് കൺഫ്യൂഷൻ ആണ്, ഫിയർ ആണ്, ഡിസ്പയർ ആണ്, നിരാശയാണ്. അപ്പൊ ഇങ്ങനെ എനിക്കുണ്ടാവുന്ന ഒരു ദിവസം ഉണ്ടാകുന്ന 10 ഇമോഷനിൽ 6, 7, 8 ഏതാണെന്ന് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ലൈഫ് പൊസിഷൻ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി ഞാൻ ഇമോഷൻ ഇത് ടിയിൽ പറയുന്നില്ല എങ്കിലും ഞാനിത് ഒബ്സർവ് ചെയ്തിട്ടും കണക്കൂട്ടിയും എടുത്ത് കുറെ കാര്യങ്ങൾ എൻ്റെ അങ്ങനത്തെ ഇട്ടിട്ടുണ്ട് ഞാൻ ഇതിനകത്ത്. അപ്പോ പാസ്പോർട്ട് സൈസ് അല്ലെങ്കിൽ ഇത് സ്റ്റാമ്പ് സൈസ് ഫോട്ടോ റെഡി, ഒട്ടിച്ചോളൂ. ഇനി സിറ്റുവേഷണൽ ഔട്ട്കം എങ്ങനെയാണ് ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ളവർക്ക് എന്നുള്ളതാണ്. ഐ ആം ഓക്കെ യു ആർ ഓക്കെ എന്നുള്ളതാണെങ്കിൽ വിൻ വിൻ സിറ്റുവേഷൻ ആണ്. രണ്ടുപേരും വിജയിക്കും. ഞാൻ മാത്രം ജയിച്ചാൽ പോരാ, മറ്റുള്ളവരും ജയിക്കും. അങ്ങനെയുള്ള ചിന്താഗതിക്കാരാണ്. എനിക്ക് മറ്റൊരാളെ തോറ്റുകൊണ്ട് എനിക്ക് വിജയിക്കണ്ട, അങ്ങനെയുള്ള ചിന്താഗതി ഉള്ളവരാണ് വിൻ വിൻ സിറ്റുവേഷൻ. ഏത് സിറ്റുവേഷനിലും അവർ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ രണ്ടുപേരും വിജയിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഓർഗനൈസേഷനിലായാലും ഇപ്പൊ ഈ ട്രെയിനിങ് സെഷൻസിലായാലും എല്ലാത്തിലും വിൻ വിൻ സിറ്റുവേഷൻ ഉൾക്കൊള്ളുന്ന ആൾക്കാരായിരിക്കും ഐ ആം ഓക്കെ യു ആർ ഓക്കെ എന്നുള്ളത്. അതേസമയം ഐ ആം നോട്ട് ഓക്കെ യു ആർ ഓക്കെ എന്നുള്ളവരായിട്ടുള്ള സിറ്റുവേഷനിൽ ഔട്ട്കം എപ്പോഴും ആ വ്യക്തി ലൂസ് ചെയ്യുകയും മറ്റേ വ്യക്തി വിജയിക്കുകയും ചെയ്യുകയാണ്. എന്നുവെച്ചാൽ ഐ ആം നോട്ട് ഓക്കെ എന്നുള്ള ഉള്ളിലുള്ള ചിന്താഗതി ഉള്ളതുകൊണ്ട് വിജയിച്ചു പോരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അയാളുടെ ചിന്താഗതിയും അത് തന്നെയാണ്. സിറ്റുവേഷൻ വരുന്ന ചിന്താഗതി അനുസരിച്ചല്ലേ സിറ്റുവേഷൻ പുറത്തു വരുള്ളൂ. നമ്മുടെ തോട്ട്സും ഫീലിങ്സും എന്തുള്ളിൽ നടക്കുന്നു അതിന്റെ ബാഹ്യമായ പ്രകടനമാണ് ബിഹേവിയർ. അപ്പൊ ഉള്ളില് 2 ആസ്പെക്ട്സ്, തോട്ട്സ് ആൻഡ് ഫീലിങ്സ്, അതിന്റെ ഈസ് ഈക്വൽ ടു ബിഹേവിയർ. അപ്പോൾ എന്താണോ എൻ്റെ ഉള്ളില് തോട്ട്സ് ഫീലിങ്സ്, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ തോട്ട്സിന് ഒരു 3 മാർക്കും ഫീലിങ്സിന് 2 മാർക്കും കൊടുത്താൽ അതിന്റെ കോമ്പിനേഷൻ 3 × 2 എന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ 6 ആണ്. തോട്ട്സ് എന്താണോ ബിഹേവിയർ എന്താണോ അല്ല ഫീലിങ്സ് എന്താണോ അതിന്റെ ഔട്ട്കമാണ് 6 വരിക. ഇനിയിപ്പം 3 മാറി 4 ആയാൽ 4 × 2 ബിഹേവിയർ 8 ആവും. അതേസമയം 2 മാറി 1 ആയി കഴിഞ്ഞാൽ 4 × 1 4 വരും. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് മാറാൻ പോസിബിലിറ്റി ഉണ്ടെന്നാ ടി എ പറയണം. തോട്ട്സ് വേണമെങ്കിൽ മാറ്റാം, ഫീലിങ്സ് വേണമെങ്കിൽ മാറ്റാം, അല്ലെങ്കിൽ ബിഹേവിയർ മാറ്റാം. ബിഹേവിയർ 6 എന്നുള്ള 12 ആയി കഴിഞ്ഞാൽ അപ്പുറത്ത് ഓട്ടോമാറ്റിക്കലി മാറണം ഇക്വേഷൻ ശരിയാവണമെങ്കിൽ. തുടക്കത്തിൽ മാറിയില്ലെങ്കിൽ ഉള്ളിൽ നമുക്ക് മാറും. അപ്പോൾ ഈ ഐ ആം നോട്ട് ഓക്കെ എന്നുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ ചിന്ത വെച്ചുകൊണ്ട് പുറത്തോട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ പുറത്തോട്ട് ബിഹേവ് ചെയ്യുമ്പോഴത്തേക്കും സിറ്റുവേഷണൽ ഔട്ട്കം ഐ ആം നോട്ട് ലൂസ് ആൻഡ് വിൻ എന്നുള്ള മറ്റൊരു വിജയിക്കുകയും ഞാൻ തോക്കുകയും ചെയ്യുന്ന അവസ്ഥ. തേർഡ് കാറ്റഗറി ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ എന്ന് പറയുന്നത് അവര് നേരത്തെ പറഞ്ഞായിരുന്നു, അവര് എന്താണ് പറഞ്ഞത്, പാരനോയിഡ് കാറ്റഗറി പെട്ട ആൾക്കാരാണ്. അവരെ സംബന്ധിച്ച് അവർ വിജയിക്കുക, മറ്റുള്ളവർക്ക് എന്ത് വെച്ചാലും തോറ്റാലും കുഴപ്പമില്ല, നമുക്ക് പ്രശ്നമാണ്. ഞാൻ വിജയിക്കുക എന്ന് മാത്രം ചിന്തിക്കുന്ന വ്യക്തികളാണ് ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ കാര്യം. ഇത് സിറ്റുവേഷൻ അവരായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ അവരുടെ ഇടപെടലുകളിലെല്ലാം തന്നെ നമുക്ക് ഈ ഒരു കണ്ടീഷൻ കാണാം. അവർ വിജയിക്കുകയും നമ്മൾ തോക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഐ ആം മറ്റുള്ളവരെ തോക്കുകയും ചെയ്യുന്ന അവസ്ഥ. അപ്പൊ ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ എന്നുള്ള സിറ്റുവേഷനിലുള്ളവർ അവർ എപ്പോഴും വിജയിച്ചുകൊണ്ടേയിരിക്കും, മറ്റുള്ളവർക്ക് വിജയിക്കാനുള്ള സാഹചര്യം കൊടുക്കുകയുമില്ല. എന്നുവെച്ചാൽ ഇവരുടെ വിജയം അതേപോലെയാണ്, ആന കഴിമിത്തോട്ടത്തിലൂടെ പോണ പോലെയാണ് വിജയിക്കാനായിട്ട്. മറ്റുള്ളവർക്ക് എന്ത് പറ്റും, എങ്ങനെ പറ്റും, അവർക്ക് നശിക്കും എന്നാണ് ഒന്നും പറ്റും. ഓക്കെ, മൂന്നാമത്തെ കാറ്റഗറി. നാലാമത്തെ കാറ്റഗറി ഐ ആം നോട്ട് ഓക്കെ യു ആർ നോട്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും നശിക്കുക എന്നുള്ള, അല്ലെങ്കിൽ രണ്ടുപേർക്കും നഷ്ടമുണ്ട്. ഇങ്ങനെയുള്ള കാറ്റഗറി ആൾക്കാരോട് കൂടിയാൽ തന്നെ നമുക്കും നഷ്ടം വരും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇതേപോലെ കാറ്റഗറി എനിക്കുണ്ടെങ്കിൽ എന്നോട് കൂടിയാൽ അവർക്കും നഷ്ടം. അപ്പൊ 4 കാറ്റഗറി: വിൻ വിൻ, ലൂസ് വിൻ, വിൻ ലൂസ്, ലൂസ് ലൂസ്. ഫോട്ടോ റെഡി, അറ്റാച്ച്. തേർഡ് ഡിഗ്രി സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ടി എൽ തന്നെയുള്ള ഒരു കാര്യമാണ് തേർഡ് ഡിഗ്രി സ്ക്രിപ്റ്റ്. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ തലയിലെഴുത്ത്. നമ്മൾ എല്ലാം നമ്മുടെ 6 വയസ്സിന് മുമ്പ് നമ്മുടെ സ്ക്രിപ്റ്റ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്.
സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ പറയുന്ന തിരക്കഥ നാടകത്തിന്റെ സിനിമയുടെ ഒക്കെ പോലെ ഒറ്റ വ്യത്യാസമുള്ളൂ. അത് സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ അഭിനയിച്ച് തീർക്കണം. ഈ ലൈഫ് സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ അനുഭവിച്ച് തീർക്കണം. അതിന്റെ കാര്യങ്ങളാണ് നമ്മൾ TEL മറ്റുള്ള സബ്ജക്ട്സുകളും മറ്റുള്ള ടോപ്പിക്കുകളിലൊക്കെ പഠിക്കുക. ഇതിനകത്ത് നമ്മൾ അതൊന്ന് കറക്റ്റ് ചെയ്യണം. ഐ ആം ഓക്കെ, യു ആർ ഓക്കെ വിന്നർ പൊസിഷനാണ്, വിന്നർ സ്ക്രിപ്റ്റ് ഉള്ള ആൾക്കാരാണ്. അവർക്കൊരു യാതൊരു പ്രശ്നമില്ല. അവര് വിന്നർ എന്ന് പറഞ്ഞാൽ വൺ ഹു അക്കംപ്ലിഷ് ഹിസ് ഡിക്ലെയർഡ് പർപ്പസ്. ഒരാള് അവൻ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യുക വിത്തൗട്ട് ഹർട്ടിങ് സെൽഫ്, അതേഴ്സ് ആൻഡ് എൻവയറമെന്റ്. എന്നെയും മറ്റുള്ളവരെയും എൻവയറമെന്റും എന്ന് വെച്ചാൽ ലോകത്തിനെയും ബുദ്ധിമുട്ടിക്കാതെ, വിഷമിപ്പിക്കാതെ, മുറിവേൽപ്പിക്കാതെ ജീവിച്ച് എന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്ന ആൾക്കാരാണ് വിന്നേഴ്സ്. ലോണർ സ്ക്രിപ്റ്റ് ആണ് രണ്ടാമത്തെ ആൾക്കാർ. അവര് കുറെ നാൾ കഴിയുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് അകന്ന് 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 നമ്മൾ ഒറ്റപ്പെട്ടു പോകും. മൂന്നാമത്തെ കാറ്റഗറി എന്താണ്? ലോണർ സ്ക്രിപ്റ്റ് ആണെങ്കിൽ മൂന്നാമത്തെ കാറ്റഗറി ഹോമിസൈഡ് സ്ക്രിപ്റ്റ് എന്ന് പറയും. അതായത് മറ്റുള്ളവരെ ഉപദ്രവിക്കുക, മറ്റുള്ളവരെ കൊല്ലുക എന്നുവരെയും ആലോചിച്ച് കൂട്ടുന്ന തേർഡ് ഡിഗ്രിയാണ് പറയുന്നത് കേട്ടോ. നമ്മൾ സാധാരണക്കാരല്ല. സാധാരണക്കാർ മനസ്സിൽ ചിന്തിക്കുള്ളൂ അവനിട്ടൊരെണ്ണം കൊടുത്താൽ മതിയായിരുന്നു നന്നായനെ, അല്ലാണ്ട് കോളറിനെ കുത്തിപ്പിടിക്കുന്ന ആൾക്കാരുണ്ട് സ്വപ്നത്തിൽ അല്ല ഫാന്റസിയിൽ. പക്ഷെ ചില ആൾക്കാർ സെക്കൻഡ് ഡിഗ്രി കടക്കുമ്പോഴത്തേക്കും ഇടിയുണ്ടാക്കും, വഴിയിൽ കിടന്ന് ഇടിയുണ്ടാക്കും, അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ ഇടിയുണ്ടാക്കും, തമ്മിൽ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാകും, മറ്റുള്ളവർ പിരിച്ചു മാറ്റും. അതൊക്കെ സെക്കൻഡ് ഡിഗ്രി. തേർഡ് ഡിഗ്രി ഈ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യും അവരെ. അതേസമയം ഈ ലോണർ സ്ക്രിപ്റ്റുകാർക്ക് അവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവര് ലോണറായിട്ട് വിഡ്രോ ചെയ്ത് എവിടെയെങ്കിലും ഒറ്റക്ക് പോയി താമസിക്കുക എന്നുള്ള, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഒറ്റക്കപ്പെട്ടു പോകും ഡിഗ്രി കൂടി കഴിഞ്ഞു. അപ്പൊ ഇവര് ഹോമിസൈഡ് ആണെങ്കിൽ മറ്റവര് വിഡ്രോവലായിട്ട് ലോണർ സ്ക്രിപ്റ്റുകാരാണ്. ഇനി നാലാമത്തെ കാറ്റഗറി സൂയിസൈഡിലെ ഗോക്രസി എന്ന് പറയുന്നത്. അവർക്ക് വട്ടുപിടിക്കും കുറെ നാൾ കഴിയുന്നതിനെ പറ്റി. ഒന്നാമത് കാര്യമായിട്ട് ചിന്തിക്കാൻ പറ്റില്ല, റാഷണലായിട്ട് ചിന്തിക്കാൻ പറ്റൂല. അപ്പൊ ചിന്തിക്കാൻ പറ്റില്ലെങ്കിൽ അവര് പിന്നെ പട്ടുപിടിക്കുന്ന ഒരു കാറ്റഗറിയിലോട്ട് പോകും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് എന്ത് കാര്യം ഇരിക്കണം, ഇതൊക്കെ ചെയ്തിട്ടും ഒരു ഇയാള് ഞാനും നല്ലതല്ല, ഇവരൊന്നും നല്ല ലോകം നല്ലതല്ല, എന്നാ പിന്നെ ഇവിടെ ഇരുന്നിട്ട് എന്താ കാര്യമുള്ളത്, നമുക്ക് തിരിച്ച് വേഗം വന്ന സ്ഥലത്തോട്ട് പോകാം. വന്ന സ്ഥലം ഏതാണ്? സൂയിസൈഡിലായിട്ട്. വന്ന സ്ഥലത്തോട്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ട് പോകാൻ പറ്റിയ സ്ഥലം സൂയിസൈഡാണ്. സൂയിസൈഡിൽ തന്നെ ഈ കാറ്റഗറി രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ജീവിത നൈരാശ്യം കൊണ്ട് സൂയിസൈഡ് ചെയ്യും. രണ്ടാമത്തെ കാറ്റഗറി മരിച്ചാലും നിന്നാൻ പറ്റില്ല, സ്പൈറ്റ്ഫുൾ സൂയിസൈഡ് എന്ന് പറയും. പേര് എഴുതി വെക്കും, എന്റെ മരണത്തിന് കാരണം BB സ്റ്റീഫൻ എറണാകുളം എന്ന് പറഞ്ഞ് എഴുതി വെക്കും, എന്നിട്ടാണ് മരിക്കുള്ളൂ. ഒരു എഴുതി വെച്ചേക്കല്ലേ. അപ്പൊ സൂയിസൈഡ് രണ്ട് ടൈപ്പും, ജീവിത നൈരാശ്യം. ഇനിയൊരു ഈ സൂയിസൈഡിൽ തന്നെ ആ സ്പൈറ്റ്ഫുൾ കാറ്റഗറിക്ക് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഫിലോസഫി പറയും, അങ്ങനെ നമ്മൾ കൂടുതൽ പഠിച്ചിട്ട് ഉപനിഷത്ത് പഠിക്കും, അല്ലെങ്കിൽ ഇത് പഠിക്കും, പുനരധി ജനനം, പുനരധി അങ്ങനെയൊക്കെ പഠിച്ച് ഒരുപാട്, അല്ലെങ്കിൽ ഖുർആൻ പഠിക്കും, ബൈബിൾ ഇങ്ങനെ പഠിച്ച് അവസാനം വരുമ്പോഴത്തേക്കും ഇവർക്ക് തോന്നുന്നത് ഇതിന് എന്താ അർത്ഥമുള്ള ജീവിതത്തിന്, പിന്നെ ജീവിതം അവസാനിപ്പിക്കാം. അങ്ങനെ സൂയിസൈഡ് ടെൻഡൻസി, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിൽ ചത്താ മതിയായിരുന്നു ചിന്തിക്കുന്നവരൊക്കെ ഈ കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്. എപ്പോഴും ഒരു പ്രാവശ്യമല്ല, വല്ലപ്പോഴും ഇടക്കിടക്ക് ആ ചിന്ത വരും. ലോണർ സ്ക്രിപ്റ്റുകാർക്ക് പ്രത്യേകിച്ച് തോന്നുന്നത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ എവിടെന്നെങ്കിലും പൊയ്ക്കളഞ്ഞാൽ മതിയായിരുന്നു, അങ്ങനെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റും. എവിടെയെങ്കിലും പൊയ്ക്കളഞ്ഞാൽ മതി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഫസ്റ്റ് ഡിഗ്രി ലോണർ സ്ക്രിപ്റ്റ്. സെക്കൻഡ് ഡിഗ്രിക്കാർ എവിടെന്നെങ്കിലുമൊക്കെ ചിലപ്പോൾ ഇറങ്ങും, പക്ഷെ പോകില്ല, വീട്ടിലെ ഭാര്യനെ മക്കളെ അല്ലെങ്കിൽ ആരെങ്കിലും കുറിച്ച് ആലോചിക്കുമ്പോൾ തിരിച്ചു വരും. അങ്ങനെ പല ഏറ്റക്കാറുണ്ട്. ഹോമിസൈഡുകാർ സെക്കൻഡ് ഡിഗ്രിയിലൊക്കെ ഇടി വീഴും, തല്ലുണ്ടാക്കും, കൈയൊടിയും കാലൊടിയും, അങ്ങനത്തെ ടിഷ്യൂ ഡാമേജ് എന്ന ബേൺ പറയുന്ന വാക്ക്, ടിഷ്യൂ ഡാമേജ് അങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ. തേർഡ് ഡിഗ്രി ഉള്ളവരൊന്നും ഇവിടെ ഉണ്ടാവില്ല, ജയിലിലായിരിക്കുള്ളൂ മിക്കവാറും. അപ്പോൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അല്ലെങ്കിൽ വലിയ ഫോട്ടോ ഒട്ടിക്കാൻ നേരം ഇട്ടുണ്ട്, ഫുൾ സൈസ് ഒട്ടിച്ചോളൂ. വിന്നർ, ലോണർ ആൻഡ് ഹോമിസൈഡ്, സൂയിസൈഡ് ഓർ ഗോക്രസി. ഇതിന്റെ തന്നെ ബേണിന്റെ തന്നെ കൂടെ ഉണ്ടായിരുന്ന ക്ലോഡ് സ്റ്റെയ്നർ എന്ന ഒരു TA പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് ഒന്നാമത്തെ കാറ്റഗറി വിന്നർ തന്നെ, രണ്ടാമത്തെ കാറ്റഗറിക്കാര് ലവ്ലെസ് എന്നാ പറഞ്ഞത്. ലവ്ലെസ് കാറ്റഗറി പെട്ട ആൾക്കാരാണ്. എന്തോരം സ്നേഹം കിട്ടിയാലും ഇവർക്ക് മതിയാവില്ല, ഇവർക്ക് ആ ഫീലിംഗ് അറിയാൻ പറ്റില്ല. ഈ ചിന്താഗതി ഉള്ളവരും ചിന്തിച്ചാൽ മതി, അല്ലെങ്കിലും എനിക്കറിയാം എന്നോട് ആർക്കും ഇഷ്ടമില്ല. എന്തെങ്കിലും ഇമോഷണൽ ആയിട്ട് പ്രശ്നം, പ്രത്യേകിച്ച് വേണ്ടപ്പെട്ടവരായിട്ടൊരു ഇഷ്യൂ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഈ ചിന്താഗതി, അല്ലെങ്കിലും എനിക്കറിയാം എന്നോട് ആർക്കും ഇഷ്ടമില്ല എന്ന് ഇടക്കിടക്ക് നിങ്ങൾക്ക് ചിന്ത വരുന്നുണ്ടോ? ഈ കാറ്റഗറിയാണ്. അല്ലെങ്കിൽ എന്നെ എന്താ മനസ്സിലാക്കാത്തത്, എന്തുകൊണ്ടാണ് എന്നെ ആൾക്കാർ മനസ്സിലാക്കാത്തത് എന്ന് ചിന്താഗതിയും വരാം. അത് ഈ ലവ്ലെസിന്റെ ആൾക്കാരാണ്. അപ്പോ ഒന്നാമത്തെ വിന്നർ ആണെങ്കിൽ രണ്ടാമത്തെ ലവ്ലെസ് ആണ്. എത്ര സ്നേഹം അവർക്ക് എല്ലാവരും കൊടുക്കണ്ടാവും. പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്കും അയ്യോ ആ പിള്ളേരെ അമ്മനെ എന്തോരം സ്നേഹിക്കണം, അല്ല ഭർത്താവ് എന്തോരം സ്നേഹിക്കണം, അല്ല ഭാര്യ അയാളെ പൊന്നുപോലെ സ്നേഹിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും എന്നെ സംബന്ധിച്ച്, ഞാനാണ് ആ ലവ്ലെസ് എന്നുള്ള വ്യക്തിയെങ്കിൽ എനിക്ക് അനുഭവിക്കാനും എനിക്ക് ചെയ്യാനും പറ്റില്ല. ഇതിനൊക്കെ നമ്മൾ അവയർനെസ് കൊണ്ടുവരണം. ടിയുടെ ഫുൾ കോഴ്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ പറയും. മാർക്കറ്റിംഗ് ആണെന്ന് വിചാരിക്കേണ്ട, താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി. ഇന്ന് തുടക്കത്തിൽ PC സുധാ സാർ പറഞ്ഞ പോലെ നന്നാവാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രം വന്നാവും. ഓക്കെ. ജോയ്ലെസ്, എന്താണ് സന്തോഷം എന്ന് അറിയാൻ പാടില്ലാത്ത ആൾക്കാരാണ്. അവർക്ക് രണ്ട് കാറ്റഗറിയാണ് ആകെ അറിയാവുന്നത്. ഒന്ന് കുറെ അട്ടസിറ്റി, ചിരിക്കി, സന്തോഷമായിട്ട് കാണിക്കുന്നു പറയും. രണ്ടാമത് ആങ്കർ.
2 കാറ്റഗറി മാത്രമേ ഇവർക്ക് അറിയാൻ പാടുള്ളൂ. അല്ലാതെ എമ്പതി എന്താണെന്നോ അല്ലെങ്കിൽ ഇവരുടെ ദുഃഖം എന്താണെന്നോ ദുഃഖവും കരയണവരൊന്നും ഇവർക്ക് കണ്ണീ കണ്ടുകൂടാ. വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് അല്ലെങ്കിൽ വീട്ടിന്റെ വൈഫിന്റെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ട് വൈഫിന് ചിലപ്പോൾ ഈ ലവ്ലെസ് കാറ്റഗറി ആണെങ്കിൽ ഇരുന്ന് കരയണ ആൾക്കാരാണെങ്കിൽ ഈ ജോയിലെസ്സുകാർ അല്ലെങ്കിൽ ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ കാര്യം ചോദിക്കുന്നത് നീ എന്തിനു മോങ്ങണത്, നിന്റെ അപ്പൻ അങ്ങനെ മരിച്ചു അല്ലെ നിന്റെ അച്ഛൻ മരിച്ചു നിന്റെ പാപ്പ മരിച്ചു, ഈ ചോദ്യം ഒരിക്കലും ചോദിക്കും. മറ്റുള്ളവരെ കുറിച്ച് എംപതറ്റിക് പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കാനേ പറ്റൂല. ദേ ആർ നോട്ട് ഇൻ ടച്ച് വിത്ത് അതേഴ്സ് ഫീലിങ്സ്. അങ്ങനെയാണ്, അറിയൂല അവർ. കാട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാട്ടിൽ കൂടെ ആന പോണ ഒരു അവസ്ഥയെന്ന് പറഞ്ഞായിരുന്നു. ദേ ആർ നോട്ട് അറ്റ് ഓൾ ടച്ച് വിത്ത് അതേഴ്സ് ഇമോഷൻ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ എന്താണ് ജോയ്ലെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇവര് നമ്മൾ നോക്കും ഇങ്ങനെയുള്ള ആൾക്കാർ ഭയങ്കര സന്തോഷമില്ലെന്ന്. പക്ഷെ ഇവർക്ക് റിയൽ ദേ ആർ നോട്ട് ഇൻ ടച്ച് വിത്ത് ജോയ്. അവർക്ക് അറിയാവുന്ന ഈ രണ്ടും കുറെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഈവൻ ജോയ്ലെസ് ആൾക്കാരാണ് ഡ്രഗ് അഡിക്റ്റ് ആവണത്, ഡ്രിങ്ക്സിന് അഡിക്റ്റ് ആവണത്, അല്ലെങ്കിൽ വേറെ കാര്യങ്ങളിലൊക്കെ ചെന്ന് പെടുന്നത്. സന്തോഷം കിട്ടണില്ല അവർക്ക്, എള്ളയിൽ സന്തോഷിക്കാൻ പറ്റില്ല. നേരത്തെ അവിടെ പറഞ്ഞ പോലെ ലവ് എത്ര കിട്ടിയാലും മനസ്സിലാവുന്നല്ലോ, ഇവിടെ എത്ര സന്തോഷം കിട്ടിയാലും ഈ അവർക്ക് സന്തോഷിച്ചിട്ട് ആ ഉള്ളിന്റെ ഉള്ളിൽ ശരിക്കുള്ള സന്തോഷം എന്താണെന്ന് അറിയാൻ പറ്റില്ല, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണില്ല. 4ാമത്തെ കാറ്റഗറി മൈൻഡ്ലെസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു വട്ടുപിടിക്കുന്ന കാറ്റഗറിയാണ്. അപ്പോൾ ഇവർക്ക് ചിന്തിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ കാര്യകാരണ സഹിതം ചിന്തിക്കാനല്ല. ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തല വട്ടുപിടിക്കണ പോലെ പെരുക്കണ പോലെ തോന്നും. ഇങ്ങനെ കാണിക്കുക ചിലരൊക്കെ എന്തൊരു പെരുപ്പാണ്, ചിന്തിക്കാൻ പറ്റില്ല. കാര്യങ്ങളൊന്നും തീരുമാനം എടുക്കില്ല, നീട്ടി കൊണ്ടുപോകും. ആരെങ്കിലുമൊക്കെ തീരുമാനിച്ചോട്ടെ എന്നുള്ള. ഇപ്പൊ കാര്യങ്ങൾ പ്രൊക്രാസ്റ്റിനേഷൻ ഇവരുടെ മെയിൻ മുഖമുദ്രയാണ് മൈൻഡ്ലെസ്സുകാർക്ക്. ഒന്നും ചെയ്യാൻ പറ്റില്ല ജീവിതത്തിൽ. എന്തിനു പഠിക്കണമെന്ന് വെച്ചാൽ അമ്മ തീരുമാനിച്ചാൽ മതി എന്ന് പറയുന്ന പെൺകുട്ടികൾ അല്ല ആൺകുട്ടികളാണ്. കല്യാണം കഴിക്കാൻ അത് അമ്മ മതി, അല്ലെങ്കിൽ ജോലി അത് എവിടെ താമസിക്കണം എന്ത് ചെയ്യണം ഒക്കെ എല്ലാം മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്തിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് മൈൻഡ്ലെസ്സുകാർ. അപ്പൊ വിന്നറ് ഫുൾ സൈസ് ഫോട്ടോ 2ാമത്തെ വിന്നറ്, ലവ്ലെസ്, ജോയ്ലെസ്, മൈൻഡ്ലെസ്. ഇത് എങ്ങനെ ഉണ്ടാവണമെന്നുള്ളതൊന്നും കൂടെ പറയാം. സുധാ സാറേ, സുധാ സാർ, ഗോപകുമാരെ, എങ്ങനെയാണ് പതിനൊന്നരക്ക് തന്നെ നിർത്തണോ? ഒരു മിനിറ്റ് സാറേ, ഞാൻ സുധാ സാറിനെ ഇത് ചെയ്യാം, അൺമ്യൂട്ട് ചെയ്യാം. സാറേ ഒരു 10 മിനിറ്റ് കൂടെ പോവാ. ഇത് കൂടെ ഇതിന്റെ അവസാനം ഇത് എങ്ങനെ പൊസിഷനിലേക്ക് വരാന്നും കൂടെ പറഞ്ഞിട്ട് പോസിറ്റീവായിട്ടുള്ള സംഗതി വരാന്ന് അതും കൂടെ പറഞ്ഞ് അത് ശരിക്കും പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഓക്കെ അതാണ് പറയാൻ പോകുന്നത്. ലൈഫ് പൊസിഷൻ എങ്ങനെയാണ് നമുക്ക് ഓക്കെ. ഇതിന്റെ പേരാണ് നമ്മൾ പറയുന്നത്. ആദ്യത്തെ പൊസിഷൻ നമുക്ക് എക്സ്പീരിയൻസ്. കുട്ടികളായിട്ടിരിക്കുമ്പോൾ അല്ല അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ എക്സ്പീരിയൻസ് ആണ് ഇത്. എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ ഈ ലൈഫ് പൊസിഷൻ, ഈ ആറ്റിറ്റ്യൂഡ് നമ്മൾ തിരഞ്ഞെടുക്കുന്നു. വെദർ ഐ ആം ഓക്കെ ഓർ നോട്ട് ഓക്കെ, ദേ ആർ ഓക്കെ ഓർ നോട്ട് ഓക്കെ. അപ്പൊ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ ഒരു കൺവിക്ഷൻ ആണ്, നമ്മുടെ പൂർണ്ണമായിട്ടുള്ള കൺവിക്ഷൻ ആണ്, നമ്മുടെ എക്സ്പീരിയൻസ് ബേസ്ഡ് ആണ്. അതിനകത്ത് നിന്ന് നമ്മൾ ഈ തീരുമാനം എടുക്കുന്നു. അതനുസരിച്ച് നമ്മൾ തീരുമാനം എടുക്കും. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്രൂപ്പിന്റെ തീരുമാനം ഏൽപ്പിച്ചാൽ ഞാൻ എടുത്താൽ ശരിയാവില്ല എന്നുള്ള ഡിസിഷൻ അവിടെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടാ? ഐ ആം നോട്ട് ഓക്കെ. അല്ലെങ്കിൽ ഇത് എടുത്താൽ ശരിയാവും, ഐ ആം ഓക്കെ ആണ്, ഞാൻ എടുക്കും, ആ തീരുമാനമാണ്. അതനുസരിച്ച് നമ്മൾ ബിഹേവ് ചെയ്യും. നമ്മൾ ജയിക്കും എന്നുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോഴത്തേക്കും നമ്മളുടെ എക്സ്പീരിയൻസ് വീണ്ടും ജയിച്ചതായിട്ട് വരും. ആ ജയിച്ച എക്സ്പീരിയൻസ് വീണ്ടും നമ്മളുടെ ലൈഫ് പൊസിഷൻ ഊട്ടി ഉറപ്പിക്കും. ഇതൊരു സർക്കിളാണ്, ഒരു വിഷ്യ സർക്കിളാണ്. ജീവിത വൃത്തം, വിഷമവൃത്തം എന്നാണ് ഇത് പറയുന്നത്. ഇതിനകത്ത് നിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് അത്രയും അവയർനെസ് കൊണ്ടുവരണം. ഏത് സൈഡിൽ വേണമെങ്കിൽ നമുക്ക് കയറിപ്പോവാം. എക്സ്പീരിയൻസിൽ കൂടെ കയറാം. നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് മാറാൻ പറ്റും. ഇനി അത് പറ്റിയില്ലെങ്കിൽ നമ്മുടെ ജീവിത നിലപാടുകൾ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റാം. ഐ ആം ഓക്കെ, ദേ ആർ ഓൾസോ ഓക്കെ. എല്ലാവരും മനുഷ്യരാണ്, എല്ലാവർക്കും ജീവിക്കേണ്ട അവകാശമുണ്ട് ഇവിടെ. അതുകൊണ്ടാണ് പടച്ചവനാണെങ്കിലും അള്ളാഹു ആണെങ്കിലും അല്ലെങ്കിൽ യഹോവയാണെങ്കിലും ശിവനാണെങ്കിലും കൃഷ്ണനാണെങ്കിലും വിഷ്ണുവാണെങ്കിലും ബ്രഹ്മാവാണെങ്കിലും സൃഷ്ടിച്ചത്. അപ്പൊ അത് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ആ ലൈഫ് പൊസിഷൻ മാറ്റിയിട്ട് അവര് ഓക്കെയാണ്, നമ്മൾ ഓക്കെ എന്നുള്ള അവസ്ഥയിൽ അവിടെ വന്നാൽ നമുക്ക് നമ്മുടെ ഈ കാഴ്ചപ്പാട് പിന്നെയുള്ള ബിഹേവിയർ എല്ലാം മാറിക്കണം. പിന്നെ നമ്മൾ അതനുസരിച്ച് ഡിസിഷൻ മാറും. അവൻ മാത്രം ശരിയല്ല, അവനും വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അവന് തീരുമാനങ്ങൾ എടുക്കാൻ ഡെലിഗേറ്റ് ചെയ്യാൻ തുടങ്ങും. അവനെ നമ്മൾ ഉൾക്കൊള്ളിക്കും, നമ്മുടെ ജീവിതത്തിൽ കൂട്ടിക്കൊണ്ടു വന്നിട്ട് നമ്മളെ നന്നാക്കും. അതേപോലെ തന്നെ അത് നമ്മുടെ ബിഹേവിയർ ആയിട്ട് വരുമ്പോൾ ബിഹേവിയറിൽ നിന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് സക്സസ്ഫുൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. അപ്പൊ ഇതിന്റെ എവിടെ വെച്ച് നമുക്ക് പുറത്തോട്ടിറങ്ങാം? ഈ സർക്കിളിന്റെ എവിടെ വെച്ച് വേണമെങ്കിൽ നമുക്ക് പുറത്തോട്ടിറങ്ങാം. പക്ഷെ പുറത്തോട്ടിറങ്ങണമെങ്കിൽ അത്രമായിട്ടുള്ള ഒരു ആഗ്രഹം വേണം. അത് ഓരോ ഈ നോളജ്, ഈ പറഞ്ഞ ഈ 30 ദിവസം നിങ്ങൾക്ക് ഇത് 30 ദിവസം എന്ന് പറഞ്ഞു, 30 ദിവസം നിങ്ങൾക്ക് കിട്ടിയ നോളജ് നിങ്ങൾ അപ്ലൈ ചെയ്യാണ്ട് തലയിൽ വെറും നോളജ് ആയിട്ട് വെച്ചാൽ ജസ്റ്റ് ഒരു ഒന്നിനും കൊള്ളില്ലാത്തൊരു സാധനമായിട്ട് മാറും. എവിടെയെങ്കിലും ഷോക്കേസിൽ പണ്ടെടുത്ത് വെച്ചേക്കുന്ന ഒരു പുസ്തകം പോലെ ആയിരിക്കും. ഇത് അപ്ലൈ ചെയ്യണം. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പുറത്തോട്ട് വരാം. ലൈഫ് പൊസിഷനിൽ മാറ്റിക്കൊണ്ട് മാറാം, അല്ലെങ്കിൽ ഡിസിഷൻ മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് കയറാം, അല്ലെങ്കിൽ ബിഹേവിയറിൽ മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാം. ഈവൻ എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അവിടെ വെച്ച് മാറാം. ഏതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മാറാം. ഇറ്റ്സ് അപ് ടു യു വെദർ വിച്ച് ഏരിയ യു വാണ്ട് ടു കം ഔട്ട്, ഇൻ വിച്ച് ഏരിയ യു വാണ്ട് ടു കം ഔട്ട്. അപ്പൊ എങ്ങനെ വേണമെങ്കിലും പറ്റാം. അങ്ങനെ പറ്റാൻ കഴിയട്ടെ. നിങ്ങൾക്ക് അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാകട്ടെ.
ഓരോ ദിവസത്തിന്റെയും ക്വാഡ്രന്റുകൾ എഴുതുക എന്നുള്ളതാണ്. ഓരോ ദിവസവും നമ്മൾ ഓരോ ക്വാഡ്രന്റിലും മാറി മാറി വരും. പലരും പല സാഹചര്യത്തിലും മാറി വരും. ഞാൻ പറഞ്ഞ പോലെ ഒരു ഉദാഹരണം പറയണത് ഇതാണ്. ഒരു ദിവസം നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുമ്പോൾ, അല്ല TA ക്ലാസ് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ട് ഹാപ്പിയായിട്ടിരിക്കുമ്പോൾ 2-3 വിഷക്കാർ വന്നാൽ സാധാരണ 10 പൈസ കൊടുക്കാത്ത ഒരാൾ 10 രൂപ എടുത്ത് കൊടുത്തിട്ട് പറയും, ആ ശരി നീ നന്നാവും ഞാൻ നന്നാവും എന്നുള്ളതാണ്. രണ്ടാമത് ഒരു 3-4 പേരും കൂടെ 10 രൂപ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് 3-4 പേരും കൂടെ വന്നു 10 രൂപ കിട്ടിയിടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും വന്നപ്പോൾ ഇങ്ങനെ കൊടുക്കാൻ എൻ്റെ കാശുണ്ടാവുമോ? ഉടനെ ഞാൻ അയാം ഓക്കെ നിന്നും അയാം നോട്ട് ഓക്കെയിലോട്ട് മാറി. അപ്പോഴാണ് വരുന്നത് വേറെ കുറച്ച് പേര് അതേപോലെ ഇത് കേട്ടിട്ട് രണ്ടാമത്തെ സെറ്റിൽ വരാൻ പറ്റാത്ത മൂന്നാമത്തെ കുറച്ച് സെറ്റ് വന്നു. നോക്കിയപ്പോൾ നമ്മളെക്കാളും 6 പാക്ക് ബോഡിയും അല്ല കട്ട ഇതായിട്ടുള്ള ആൾക്കാർ വന്നു. അപ്പൊ നമ്മുടെ ചിന്താഗതി വേഗം മാറി, നിനക്കൊക്കെ പോയി പണിയെടുത്ത് നിന്ന് ഇവിടെ നിന്നായി, അയാം ഓക്കെ യു ആർ നോട്ട് ഓക്കെയിലോട്ട് മാറി. പിന്നെയും കുറച്ച് പേരും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ പറയും ഇതൊന്ന് എന്തൊക്കെ ചെയ്താലും ഈ ലോകം നന്നാവുമ്പോൾ. അപ്പൊ നമ്മളിങ്ങനെ പല സാഹചര്യത്തിലും വീട്ടുകാരിൽ ഉണ്ടാവുന്ന ഇഷ്യൂ എങ്ങനെ നമ്മുടെ ലൈഫ് പൊസിഷൻ ഇനിയൊരു രീതിയിൽ മനസ്സിലാക്കാം. ഇമോഷണൽ ആയിട്ട് നമ്മൾ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മൾ ചെന്ന് വീഴുന്ന ഒരു ക്വാഡ്രന്റ് ഉണ്ട്. അതാണ് നമ്മളുടെ ക്വാഡ്രന്റ്. സുഖകരമായ അവസ്ഥയിലല്ല, ഇമോഷണലായിട്ട് ഡിസ്റ്റർബൻസ്, വൈകാരികമായ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുക എന്താണ് എന്റെ ചിന്താഗതി. ആ ചിന്താഗതിയിൽ നിന്ന് നിങ്ങൾക്ക് ലൈഫ് പൊസിഷൻ മാറ്റിയെടുക്കാൻ പറ്റും. Can it be changed? Yes, it can be changed. This is the way. Thank you. Question answers. സ്റ്റീവൻ സാറേ. ഹലോ. സ്റ്റീവൻ സാറേ കേൾക്കുന്നില്ലേ? പറഞ്ഞോളൂ. വളരെ ചർച്ചക്ക് വകയിലെ ഒരു സാധനമാണ് ഇട്ടത്. ഈ ലൈഫ് പൊസിഷൻ ശരിക്കും പറഞ്ഞാല് ഭയങ്കര വിഷമമില്ല സംഗതിയാണ് ആൾക്കാർക്ക് മനസ്സിലാക്കാനും. എന്നാലും വളരെ ഭംഗിയായി സാർ എടുത്തിട്ടുണ്ട്. ശരിക്കും നമുക്ക് ഇതിന് കുറച്ച് സമയം സാർ നിൽക്കണം. നമുക്കൊന്ന് കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ആൾക്കാർക്ക് സംശയങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത് ഭംഗിയായിട്ട് അതുകൂടെ പറഞ്ഞു കൊടുത്താലേ ശരിക്കും ക്ലാസ് പൂർത്തിയാവും. ലൈഫ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന പോസിറ്റീവ് കമ്മ്യൂണിറ്റി ഒരു സ്വപ്നം തന്നെ മെമ്പർമാരെ അയാം ഓക്കെ യു ആർ ഓക്കെ എന്നുള്ള ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് എത്തിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ തന്നെ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് അയാം ഓക്കെ യു ആർ നോട്ട് ഓക്കെ എന്നുള്ള ചിന്താഗതി എനിക്ക് കൂടുതലും വരാറുണ്ട്. ഇത് മറ്റേ ലെവലിലേക്ക് മാറണമെങ്കിൽ കുറെ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. TA അത് വേണം. അപ്ലൈ എന്നല്ല സാറേ, എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത് സ്കില്ലിലോട്ട് കൊണ്ടുവരണം. അതെ അതെ അതെ, അത് അപ്ലൈ ചെയ്താലും മാത്രമേ ഇതിനകത്ത് ബെനിഫിറ്റ് ഉള്ളൂ. ഇതൊക്കെ അല്ലെങ്കിൽ എനിക്ക് മറ്റേ ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ നിൽക്കും നമ്മൾ. ഇതൊക്കെ എനിക്കറിയാം TA. സാറ് ഇപ്പൊ ഓരോരാള് സംശയങ്ങൾ ചോദിക്കും, സാർ ഒന്ന് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കണം. പറയാം. അല്ലെങ്കിൽ ഇതിന്റെ സമയം കഴിഞ്ഞില്ലെങ്കിൽ വേറെ സെഷൻ വെച്ചോളൂ. ആയിക്കോട്ടെ. അല്ല ഓക്കെ, ആർക്കും അഭിപ്രായം പറയണേ, ചോദിക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മാത്രം ചോദിക്കുക നല്ലത്. ഓക്കെ. ഹലോ സാറേ. സാറേ എന്റെ പേര് ജോഷി എന്നാണ്, ഞാൻ ആലുവയിൽ നിന്ന് വിളിക്കുന്നത്. ജോഷി പറയൂ. സാറേ വളരെ എക്സലന്റ് ക്ലാസ് ആയിരുന്നു. ഞാൻ കഴിഞ്ഞ നാളുകളിൽ അറ്റൻഡ് ചെയ്ത എല്ലാ ക്ലാസ്സുകളെക്കാളൊക്കെ മനോഹരമായ ക്ലാസ് ആയിരുന്നു. ലളിതമായിട്ട് ഒരു സെഷൻ TA അറ്റൻഡ് ചെയ്തിട്ടുണ്ട് വളരെ നാൾ മുമ്പ്. എങ്കിലും ഇപ്പോൾ ഉള്ള നമ്മുടെ ജീവിതത്തിലുമായിട്ട് ബന്ധപ്പെടുത്തി കുറേയേറെ കാര്യങ്ങൾ നമുക്ക് ഈ ക്ലാസ്സിൽ എനിക്ക് ചേർത്ത് വായിക്കാൻ പറ്റി. സാറ് തൊട്ടു മുമ്പ് പറഞ്ഞ അഭിപ്രായവുമായിട്ട് ബന്ധപ്പെട്ട് ഉദാഹരണത്തിലൂടെ നമുക്ക് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്ത ഒരു വ്യക്തിക്ക് എങ്ങനെ നമുക്ക് പോസിറ്റീവിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും, അത് സാധ്യമാണോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. ഒന്നാമത്തെ കാര്യം TA പറയണത്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഒബ്സർവേഷനിൽ, എൻ്റെ ഒരു പ്രാക്ടിക്കൽ എൻ്റെ തന്നെ ആപ്ലിക്കേഷനിൽ എനിക്ക് കണ്ടത് ഇത് പോസിബിൾ ആണെന്നുള്ള. അതോട് അത്രയും ഒരു വലുതായി ഇത് പഠിച്ച് അപ്ലൈ ചെയ്തിട്ട് കൺവിക്ഷനിലോട് കൂടിയാണ് ഞാൻ പറയുന്നത് ഇസ് പോസിബിൾ. പിന്നെ എങ്ങനെയെന്നുള്ളതാണ്, എങ്ങനെയുള്ളതിന് ഒരുപാട് മെത്തേഡുകൾ ഉണ്ട്. ഇപ്പൊ ഒരു കാര്യം കേട്ടിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ഇപ്പൊ ലൈഫ് പൊസിഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ വർത്താനം പറയുമ്പോഴത്തേക്കും തൊട്ടടുത്ത ആളോട് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഈ അവയർനെസ് ആദ്യം ഉണ്ടാവണം. അവയർനെസ് പല തലങ്ങളിലുണ്ട്. ഒന്ന് എൻ്റെ ചിന്തകളിലുള്ള അവയർനെസ്, രണ്ടാമത് എൻ്റെ വികാരങ്ങളിലുള്ള അവയർനെസ്, മൂന്നാമത് എൻ്റെ ബിഹേവിയറിലുള്ള അവയർനെസ്. ആക്ച്വലി നമുക്ക് ഒരു മനുഷ്യൻ എന്ന നിലക്ക് ഈ 3 കാര്യങ്ങൾ മാത്രമേ നമ്മൾ കൺട്രോൾ ചെയ്യാനോ അവെയർ ആവാനായിട്ടുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് സ്ഥായിയായിട്ട് കൺട്രോൾ ചെയ്യാനോ അവയർനെസ്സിൽ കൊണ്ടുനടക്കാനോ പറ്റില്ല. ഇത് 3 പക്ഷെ നമുക്ക് വേണമെങ്കിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുനടക്കാം. അത് പക്ഷെ മനുഷ്യൻ ഇതൊന്നും നോക്കാതെ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാനും മറ്റുള്ളവരുടെ ധനത്തിന് കൺട്രോൾ ചെയ്യാനും റിലേഷൻഷിപ്പ് കൺട്രോൾ ചെയ്യാനും ഒക്കെ ചെയ്യണം. അതൊക്കെ ബോണസാണ്. TA ഫുൾ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ട് അത് അപ്ലൈ ചെയ്താൽ പറയുന്ന ഒരു കാര്യമുണ്ട്, പാടത്ത് പണി എന്താ പറയണേ,
വരമ്പത്ത് കൂലി. വരമ്പത്തല്ല കൂലി, പാടത്ത് തന്നെ കൂലി കിട്ടും. പ്രത്യേകത അത് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യാണ്ട് നിങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ട് പോയാലും ഒരു കാര്യമില്ല. അപ്പൊ ആകെ ഒരു സൈക്കോളജിസ്റ്റ് ആകാനോ ഒരു പേഴ്സണൽ ട്രെയിനർ ആകാനോ ബേസിക് നോളജ് വേണ്ടത് എന്റെ ചിന്തകൾ എന്താണ്, എന്റെ വികാരങ്ങൾ എന്താണ്, എന്റെ ബിഹേവിയർ എന്താണെന്നാണ്. ഈ മൂന്നിലും ഈ ലൈഫ് പൊസിഷൻ മാറ്റാൻ വേണ്ടി സഹായിക്കാം. ഇനി എന്റെ പെരുമാറ്റം, ഇനി ആദ്യം എന്റെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് മാറിയില്ല എങ്കിൽ എനിക്ക് വേണമെങ്കിൽ പെരുമാറ്റത്തിൽ കൊണ്ടുവരാം. എന്റെ ഉള്ളിൽ നിങ്ങളെ പറ്റി, ജോഷിനെ പറ്റി ഭയങ്കര വിദ്വേഷമൊക്കെയാണ് കാണുന്നത്. അപ്പൊ ആദ്യ കാലഘട്ടത്തിൽ ഞാൻ നന്നായിട്ട് പെരുമാറുന്നുണ്ട്, ദേഷ്യം കാണിക്കാനല്ല, വെറുപ്പ് കാണിക്കാനല്ല. പക്ഷെ ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നു, എന്നോട് തന്നെ ഒരു ചതിയല്ലേ ചെയ്യണമെന്ന് ആണ്. നേരത്തെ പറഞ്ഞ 3x2 എന്നുള്ള കോമ്പിനേഷൻ ആലോചിക്കുക. എന്റെ 6 എന്നുള്ളതാണ് എന്റെ ശരിക്കുള്ള നേച്ചർ. ഞാൻ അത് 4 ആക്കിയപ്പോ ഈ 3x2 ഇക്വേഷന്റെ അപ്പുറത്ത് ഇറക്കണം. 3x2 എന്നുള്ളത് എന്തെങ്കിലും ഒന്ന് മാറിയല്ലേ പറ്റുള്ളൂ. മാറണം. അപ്പൊ എളുപ്പമുള്ള ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ 3x2 വരെ 2x2 ആയി കഴിഞ്ഞാൽ അത് 4 ആവും. അതല്ലെങ്കിൽ ഏതെങ്കിലും എലമെന്റ് 1 മറ്റേ എലമെന്റ് 4 ആയി കഴിഞ്ഞാൽ ഇത് 4 ആവും. അപ്പൊ എനിക്ക് ബിഹേവിയറിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഈ ലൈഫ് പൊസിഷൻ മാറ്റാം, അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് മാറ്റാം. അതല്ലെങ്കിൽ എന്റെ ചിന്തകൾ കൊണ്ട് മാറ്റാം. എളുപ്പം ചിന്തകളോ ബിഹേവിയറോ ആണ്. ഫീലിങ്സ് ഇതിൽ രണ്ടിലും എളുപ്പത്തിൽ വരാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ്. അതായത് 3 ടൈപ്പ് മനുഷ്യരാണ്. ചിലവർക്ക് ചിന്തകൾ പെട്ടെന്ന് വരും, ചിലർക്ക് ഫീലിങ്സ് ചാടി പുറത്ത് വരും, ചിലർക്ക് ബിഹേവിയർ ചാടി പുറത്ത് വരും. അങ്ങനെ കൗൺസിലേഴ്സും ഇത് പ്രത്യേകിക്കേണ്ട ഒരു കാര്യമാണ്. കൗൺസിലിംഗ് ചെയ്യുമ്പോൾ ഏത് കാറ്റഗറിയിലുള്ള ആളാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്, നമ്മുടെ ക്ലയന്റ് എന്നെല്ലാം മനസ്സിലാക്കി ചെയ്താൽ കുറെ കൂടെ റിസൾട്ട് പെട്ടെന്ന് കിട്ടുന്നത്. പലർക്കും ഇതിന്റെ ഇൻഡെപ്തിൽ കൗൺസിലിംഗ് അറിയില്ല. അതുകൊണ്ടാണ് പലർക്കും അത് സംഭവിക്കാത്തത്. കുറെ നാള് പോകേണ്ട വരുന്നത്. ക്ലിയർ ആണോ ജോഷി ഞാൻ പറഞ്ഞത്? സർ നന്നായി സർ. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, വേറെ ആരെങ്കിലും പെട്ടെന്ന്. സാർ, ഈ തോട്ട്സും ഫീലിങ്സും ആണ് നമ്മളുടെ ദീപ്തിയാണ് ബിഹേവിയറിനെ ഡിസൈഡ് ചെയ്യുന്നത് എന്നല്ലേ സാറ് പറഞ്ഞത്? അതെ. അപ്പൊ തോട്ട്സ് ഇൻടു ഫീലിങ്സ് ആണ് ബിഹേവിയർ എന്ന് പറഞ്ഞു. അതെ. അപ്പൊ നമ്മൾ തോട്ട്സ് മാറ്റിയാലും ഫീലിങ്സ് മാറ്റിയാലും ബിഹേവിയർ മാറും. പക്ഷെ സാറ് ഇപ്പൊ പറഞ്ഞു ബിഹേവിയർ മാറ്റിയാൽ മതി എന്ന് പറഞ്ഞു. അതാ പറഞ്ഞത് 3x2 6 ഞാൻ പറഞ്ഞോ? അതെ പറഞ്ഞു. അത് ബിഹേവിയർ അല്ലേ? 6 മാറിക്കഴിഞ്ഞാൽ 3-ലെ 2-ലെ ഏതെങ്കിലും എലമെന്റ് മാറണ്ടേ? അപ്പൊ മറ്റേ 6 12 ആയി വിചാരിച്ചോ? അതായത് 12 എന്ന് പറഞ്ഞാൽ എന്റെ ബിഹേവിയറാ. ആ 6 എന്നുള്ള സ്വഭാവം മാറ്റിയിട്ട് ഞാൻ 12 ആകുമ്പോൾ 3x2 12 എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് മാറണം? ഒന്നിലെ തോട്ട്സ് മാറണം, അല്ലെ ഫീലിംഗ് മാറണം. ടിഎ എവിടെ പഠിക്കാൻ പറ്റും? ടിഎ പറ്റോ? ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. കാര്യമായിട്ട് പഠിക്കാം നമുക്ക്. താങ്ക് യു വെരി മച്ച് സാർ. എനിക്ക് പഠിക്കണം. എന്താ പേര്? ദീപ്തി. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ സാറേ. താങ്ക് യു. നല്ലോണം മനസ്സിലായി എല്ലാം. നമ്മളൊരു സൈക്കോളജി ക്ലാസ്സിൽ ചെന്നിരുന്ന് സാധാരണ നമ്മൾ ബോറടിച്ച് പഠിക്കുന്ന കാര്യങ്ങൾ വളരെ രസകരമായിട്ട് പഠിച്ച പോലെ തോന്നി. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ടിഎ പഠിക്കണം എന്നുള്ള തോന്നലായിരിക്കും ഉണ്ടായാൽ തന്നെ ക്ലാസ് വിജയിച്ചു. അതെ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റീഫൻ സാറേ. ചോദിച്ചോളൂ. ഞാൻ അബൂബക്കർ. ക്ലാസ് 9-ലായിരുന്നു സാറേ. പറഞ്ഞോളൂ സാറേ. ലാസ്റ്റ് സ്ലൈഡ് ഒന്നുകൂടെ കാണിക്കോ സാറേ? ലാസ്റ്റ് സ്ലൈഡ്. താങ്ക് യു. അല്ല സാറേ, അത് ലാസ്റ്റ് സ്ലൈഡ് ഇപ്പൊ കാണുന്നുണ്ടല്ലോ. അതല്ല, അതിന് മുമ്പേ ഉള്ള ലാസ്റ്റ് സ്ലൈഡ്. താങ്ക് യു. ഇപ്പൊ ഞാൻ കാണുന്നുണ്ട് സാറേ. അത് ഇപ്പൊ ഉണ്ടല്ലോ സ്ലൈഡിൽ തന്നെ ഉള്ളത്. ലാസ്റ്റ് തൊട്ട് മുമ്പേ ഉള്ള ഒരു ലാസ്റ്റ് ബട്ട് വണ്ണില്ലേ സാർ? ലാസ്റ്റിന്റെ തൊട്ടേ മുന്നേ ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സ്ലൈഡ് ഉണ്ടായിരുന്നു സാറേ. അതെ, ആരോ ഇട്ടത് നമ്മള് കണ്ടിട്ടില്ല. അതിന് മുന്നേ സാറ് താങ്ക് യു ഇട്ടു. അത് പെട്ടെന്ന് എടുത്തിരുന്നു അത്. അതായത് ഒന്നാമത്തെ ഐറ്റം എക്സ്പീരിയൻസ്, രണ്ടാമത്തെ ഐറ്റം ലൈഫ് പൊസിഷൻ, മൂന്നാമത്തെ ഡിസിഷൻ, നാലാമത്തെ ബിഹേവിയർ. ഇങ്ങനെയാണ് നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്റെ അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോഴുള്ള എക്സ്പീരിയൻസ് തൊട്ട് എനിക്കൊരു കൺവിക്ഷൻ ഉണ്ടാവുന്നു. അതാണ് ലൈഫ് പൊസിഷൻ, ആറ്റിറ്റ്യൂഡ്. എന്നാൽ അതിൽ നിന്നാണ് തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത്. ഞാൻ മോശമാണെന്ന് തീരുമാനിച്ചാൽ എന്റെ തീരുമാനങ്ങൾ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്രൂപ്പിന്റെ ആക്ടിവിറ്റി ഏൽപ്പിച്ചാൽ, അല്ലെ പഠിക്കാൻ ചേർന്നാൽ, അല്ലെങ്കിൽ ഒരു പ്രത്യേക അസൈൻമെന്റ് ഏറ്റെടുത്താൽ അയ്യോ ഇത് ഞാൻ എടുത്താൽ ശരിയാവില്ല എന്നുള്ള ചിന്താഗതിയാണ് ആ ഡിസിഷൻ. അയാം ഓക്കെ എന്നുള്ള ആൾക്കാരാണെങ്കിൽ ആ തീരുമാനം ഞാനിത് വിജയിക്കും എന്നുള്ളതാണ് അവനെ സംബന്ധിച്ച്. അത് വിജയിക്കും. അപ്പൊ അതനുസരിച്ചുള്ള ബിഹേവിയർ വരും. ഞാൻ വിജയിക്കില്ലെങ്കിൽ അവൻ പഠിക്കൂല. ഞാൻ ഓക്കെ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അസൈൻമെന്റ് എടുക്കുമ്പോൾ തന്നെ ശരിയില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ പെട്ടെന്ന് പറഞ്ഞെങ്കിൽ ഒരു LIC കാരൻ ഒരു ആളെ പേടിക്കാൻ പോകുമ്പോൾ തന്നെ ഉള്ളിൽ ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും ശരിയാവില്ല. ഇനി വശകേടിന് ശരിയായ തന്നെ അവന്റെ വിചാരം ഇത് എന്റെ ഗുണം കൊണ്ടല്ല, എന്റെ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളുടെ ഗുണം കൊണ്ട് കിട്ടിയെന്നുള്ള പറയുള്ളൂ. അയാം നോട്ട് ഓക്കെയാണ്. അതേസമയം LIC കാരന് അയാം ഓക്കെ കാരനാണ് LIC ഏജന്റ് എങ്കിൽ അവന്റെ ചിന്താഗതി എന്താണ്, ഇത് ഞാൻ എടുക്കുന്ന പറഞ്ഞാൽ അവിടെ ചെന്ന് കിട്ടിയിരുന്നെങ്കിൽ അവൻ പറയും ഇത് എന്റെ പഠിക്കാണ്,
ഇനി കിട്ടിയില്ലെങ്കിലും പറയും ഇവനൊക്കെ ജീവിക്കാൻ പറ്റിച്ചാണ്, കാശാണെന്ന് പറയുന്ന ബോധമില്ല, സമൂഹത്തിനോട് ഒരു കടപ്പാടില്ല, ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരാണ് ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ കാര്യം. അങ്ങനെയുള്ള തീരുമാനങ്ങൾ ഇതിൽ നിന്നാണ് വരുന്നത്. അങ്ങനെ പെരുമാറ്റം ഉണ്ടാകുമ്പോഴത്തേക്കും ഈ തീരുമാനം അനുസരിച്ച് പെരുമാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ പെരുമാറ്റം വീണ്ടും എനിക്ക് സെയിം എക്സ്പീരിയൻസ് തരും. നല്ല ആൾ ഐ ആം ഓക്കെ ആണെങ്കിൽ ഐ ആം ഓക്കെ എന്നുള്ള എക്സ്പീരിയൻസ് കിട്ടും. പിന്നെ ഐ ആം നോട്ട് ഓക്കെ ആണെങ്കിൽ ഐ ആം നോട്ട്. അപ്പൊ ഇതിനൊരു എന്ന് പറഞ്ഞാൽ അതാ ഒരു വിഷ്വൽ സർക്കിൾ കറങ്ങി. ഇതിന്ന് പുറത്തിറങ്ങാൻ എളുപ്പമല്ല. അവയർനെസിന്റെ അത്രയും സൂപ്പർ സാധനം വേണം ഇതിന് അവയർനെസ്സിന് ഇറങ്ങി വരാനായിട്ട്. ഏതായാലും കുറഞ്ഞ സമയത്തുള്ള നന്നായിട്ട് സാറ്, ഞാൻ 1 hour കഴിഞ്ഞിരുന്നു, പക്ഷെ എന്നാലും ഇന്ന് ഇത്ര ഡെപ്തിൽ അന്നും എത്ര പോകാൻ സാധിച്ചില്ല. ഇന്ന് സാറിന്റെ ക്ലാസ്സോട് അത് പറ്റി. ഈ 1 hour കഴിഞ്ഞെങ്കിലും ഇന്നാണ് ശരിക്കും ഒരു ഡെപ്തിലേക്ക് പോകാൻ പറ്റി കുറഞ്ഞ സമയം കൊണ്ട്. സാറ് നല്ല ക്ലാസ് ആയിരുന്നു, നല്ല ഇൻസ്പയറിംഗ് ക്ലാസ്. താങ്ക് യു സാർ. വെരി മച്ച്. ടിയുടെ പ്രത്യേകത അതാണ്, ഓരോ സെഷൻ കേൾക്കുന്നതോളം നിങ്ങളുടെ നോളജും സ്കില്ലും കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, ചോദിച്ചാൽ പറഞ്ഞോളൂ. നെക്സ്റ്റ് സംസാരിക്കേണ്ടവർ അൺമ്യൂട്ട് ചെയ്യുക, സംസാരിക്കുക, പിന്നെ മ്യൂട്ട് ചെയ്യണം. ഹലോ സാർ. ഹലോ സാർ, എന്റെ പേര് ഷംസു എന്നാണ്. പറഞ്ഞോ ഷംസു. ഓക്കെ സാർ നല്ല ക്ലാസ് ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്റെ ഡൗട്ട്, ഞാനിപ്പോ 27 years ആയി. ഹലോ. അപ്പൊ എന്റെ ചെറുപ്പത്തിലുള്ള എക്സ്പീരിയൻസ് ശ്ലോകമായിരുന്നു. അപ്പൊ ഇനിയിപ്പോ ഞാൻ എങ്ങനെയാണ് മാറേണ്ടത്? ചൈൽഡ്ഹുഡ് വളരെ മോശമായിരുന്നു. വളരെ മോശമായിരുന്നു. ഓക്കെ, വളരെ മോശമല്ല, മീഡിയം ടൈപ്പ്. ഓക്കെ, മോശമായിരുന്നു. അപ്പൊ എനിക്ക് ഉള്ളിൽ ട്രോമാറ്റിക് ആയിട്ടുള്ള കുറെ വേദനകൾ ഉണ്ടോ ഇപ്പോഴും? ഇപ്പം ചെറുതായിട്ട് ഉണ്ട്. ഇപ്പൊ എളുപ്പത്തിൽ ഇപ്പൊ ഈ ഒരു ഗ്രൂപ്പ് സെഷനിൽ നമുക്ക് പറയാവുന്നത് നമ്മളുടെ ചിന്തകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ക്രിയേറ്റീവ് വിഷ്വലൈസേഷനോ അല്ലെങ്കിൽ ഓട്ടോ സജഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഒരു പരിധി വരെ പുറത്തിറങ്ങാൻ പറ്റും. അങ്ങനെ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഈ ഐ ആം ഓക്കെ യു ആർ ഓക്കെ എന്നുള്ള പൊസിഷൻ മാറ്റുകയോ, അല്ലെങ്കിൽ ഞാൻ മിടുക്കനാണ്, എനിക്ക് എല്ലാം തരണം ചെയ്യാനുള്ള കഴിവുണ്ട്. അന്ന് ചൈൽഡ്ഹുഡിൽ ഉണ്ടായ പ്രശ്നങ്ങൾ മുഴുവൻ മാതാപിതാക്കൾക്ക് അറിയാൻ പാടില്ലാതെ സംഭവിച്ചാൽ, അത് മാത്രമല്ല ആ സെയിം സാഹചര്യത്തിൽ ഞാൻ ഉൾക്കൊണ്ടാണ്, എന്റെ കപ്പാസിറ്റിയുടെ പരിധിയും കൂടി ഉണ്ട്. അപ്പൊ എനിക്ക് വേണമെങ്കിൽ ടിഎൽ പറയുന്ന ഇതാണ്, ലൈഫ് ഈസ് ഡിസിഷണൽ എന്നാണ് പറയുന്നത്. നമ്മുടെ ജീവിതം ഈ 6 വയസ്സിനുള്ളിൽ നമ്മൾ തന്നെ എഴുതി വെച്ചിട്ടുള്ളതാണ്. നമ്മുടെ ലൈഫ് സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ നമ്മൾ എവിടെ പോകണ ഡെസ്റ്റിനി, ഈ ഡെസ്റ്റിനേഷനിൽ എവിടെ ചെന്ന് തീരണമെന്ന് ടിയ പറയണത് നമ്മൾ എഴുതി വെച്ചേക്കണാണ്. അത് നമ്മൾക്ക് ബോധം, അതായത് തിങ്കിങ് ഓൺ തിങ്കിങ് അറിയാൻ പാടില്ലാത്ത, അല്ല വൈകാരികമായിട്ട് എഴുതി വെച്ചേക്കണ കാര്യം, നമ്മൾ ആലോചിച്ച് ചിന്തിച്ചെടുത്തേക്കണല്ല. അപ്പൊ പലപ്പോഴും ഈ തീരുമാനങ്ങൾ തെറ്റാവാം. വേണമെങ്കിൽ ഈ തീരുമാനം നിങ്ങൾക്ക് മാറ്റാം. അതാണ് ടിയ പറയുന്നത്. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. ഇല്ലെങ്കിൽ കൂടുതൽ ക്ലാസ്സുകൾക്ക് ടിഎയിൽ വരികയോ സുധാ സാർ എന്തെങ്കിലും ചെയ്യാം. അതെ, പറ്റുമെങ്കിൽ പറഞ്ഞു മേഡം പറഞ്ഞു. ഈ നമ്പർ നോട്ട് ചെയ്തോളൂ. ലൈഫ് പൊസിഷനിലെ എക്സ്പീരിയൻസസ്, ലൈഫ് പൊസിഷൻസ്, ഡിസിഷൻസ്, ബിഹേവിയേഴ്സ് 4 എണ്ണം പറഞ്ഞില്ലേ? ഈ 4 എണ്ണത്തില് അതെന്തിന് ഇത് 4 കൂടിയുള്ള ഒരു സർക്കിളാണ്. അത് എന്തോ ഉദ്ദേശിക്കുന്നത്? അത് ഓരോന്നാണ് നമ്മളെ എഫക്ട് ചെയ്യുന്നത്. അല്ല, ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ആയി വന്ന, ഇങ്ങനെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇപ്പോൾ നിങ്ങൾ എങ്ങനെ പെരുമാറണം എന്നുള്ളതാണ് ഇതിന്റെ ഒരു വിഷ്വൽ സർക്കിളിൽ കിടന്നാണ് പെരുമാറുന്നത്. ഒരു വിഷമവൃത്തം എന്ന് പറഞ്ഞാൽ അതിനകത്ത് പുറത്തിറങ്ങാൻ പറ്റില്ല, ഒരു ചുഴി പോലെയാണിത്, അതിനകത്താണ്. അപ്പൊ എവിടെ നിന്ന് എങ്ങനെ വന്നു എന്ന് വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ ഇത് തുടക്കത്തിൽ ടിയുടെ സൈക്കോളജിയിൽ പറയുന്നത്, ഇത് ആദ്യം ഉണ്ടാകുന്ന നമ്മുടെ ചെറുപ്പകാലത്ത് നമുക്കുണ്ടാകുന്ന എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ ഒരു കൺവിക്ഷൻ ഉണ്ടാക്കുന്നത്. ഞാൻ ശരിയാണോ, ഞാൻ ഓക്കെ ആണോ, ഞാൻ ഓക്കെ അല്ലോ, മറ്റുള്ളവർ ഓക്കെ ആണോ, മറ്റുള്ളവർ ഓക്കെ അല്ലോ. ഇത്രയും ക്ലിയർ ആണോ? അങ്ങനെയുള്ള ലൈഫ് പൊസിഷൻ ഉള്ളവർക്ക് തീരുമാനം അയാം ഓക്കെ എന്നുള്ളവൻ തീരുമാനിക്കുമ്പോൾ അയാം ഓക്കെ എന്നുള്ള എടുക്കും. അതിന് ഡിസിഷൻ എടുക്കണം. അങ്ങനെയുള്ള തീരുമാനങ്ങളെ എടുക്കുള്ളൂ. അയാം നോട്ട് ഓക്കെ കാരണം എന്ത് കാര്യം എടുക്കുമ്പോഴും അയ്യോ ഇത് ഞാൻ ശരിയല്ലല്ലോ, അതനുസരിച്ച് തീരുമാനം, ഞാൻ ഇത് ചെയ്താൽ ശരിയാവൂല, ഞാൻ മറ്റേ പഠിച്ചാൽ ശരിയാവൂല, ഞാൻ ഈ ജോലി ചെയ്താൽ ശരിയാവൂല, ഇയാളോട് കല്യാണം കഴിച്ചാൽ ശരിയാവൂല, മക്കളെ ഉണ്ടാക്കിയാൽ ശരിയാവൂല, അല്ലെങ്കിൽ വളർത്തിയാൽ ശരിയാവൂല, ഇങ്ങനെ ഒന്നും ശരിയല്ലാത്ത തീരുമാനങ്ങളായിരിക്കും ഇയാൾ എടുത്തേക്കണത് ഉള്ളിന്റെ ഉള്ളില്. അതനുസരിച്ച് ഇയാൾ പെരുമാറാൻ തുടങ്ങും. ആ തീരുമാനം അനുസരിച്ച് പെരുമാറുള്ളൂ. ഞാൻ പഠിച്ചാൽ ശരിയാവൂലെന്ന് തീരുമാനമുള്ളവൻ പഠിച്ചാൽ ശരിയാവൂല, അവന് പഠിക്കാൻ പറ്റൂല. അതേപോലെ കല്യാണം കഴിച്ചാൽ ശരിയാവൂലെന്ന് തീരുമാനമാണെങ്കിൽ കല്യാണം കഴിച്ചാൽ ശരിയാവൂല. അപ്പൊ ആ തീരുമാനത്തിനെ ബേസ് ചെയ്തുള്ള പെരുമാറ്റം നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഭർത്താവിന് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ പെരുമാറും, അവർക്ക് ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കും, പഠിക്കുന്നിടത്ത് നമ്മൾ ഉഴപ്പും, പഠിക്കാൻ ലാസ്റ്റ് എടുത്ത് വെക്കും, അവസാന ദിവസം കറണ്ട് ഉണ്ടാവില്ല, അല്ലെ കല്യാണം വരും ചേട്ടന്റെ, അങ്ങനെ പല കാര്യങ്ങളും ചെയ്ത് ആ സെയിം ബിഹേവിയറിൽ കൂടെ എനിക്ക് എന്ത് എക്സ്പീരിയൻസ് ഉണ്ടാവും? ചെറുപ്പകാലത്ത് ഉണ്ടായ വീണ്ടും അനുഭവം ഐ ആം നോട്ട് ഓക്കെ എന്നുള്ള ആ നെഗറ്റീവ് ഫീലിംഗ് നമുക്കും ആ ബോഡിയിൽ ഇതിൽ കിട്ടും.
വീണ്ടും വീണ്ടും നമ്മൾ ഫീൽ ചെയ്യും. അപ്പൊ ഇതൊരു വൃത്തമാണ്, വിഷമവൃത്തമാണ്. ഇതിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റൂല നമുക്ക്. സാധാരണ അവയർനെസ് ഇല്ലെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റൂല എന്നാ പറഞ്ഞു. ക്ലിയർ ആണോ? എവിടെയായിരുന്നു കുറച്ചു നേരം ക്ലാസ് എടുത്തപ്പോ വീട്ടിൽ പോയാ? മനസ്സുകൊണ്ട് പുറത്തു പോയി, അതുകൊണ്ടാണ്. ഓക്കെ, ഇത് ഞാൻ ഇങ്ങനെയാണല്ലോ എന്ന് ഒരു ഫ്രാക്ഷൻ സെക്കൻഡ് ചിന്തിച്ചാൽ നമ്മൾ അപ്പൊ പുറത്തു പോകും. പിന്നെ ആ പറയണ കിട്ടില്ല, അതുകൊണ്ടാണ്. ഓക്കെ, പറഞ്ഞോളൂ. ചോദ്യം ഉണ്ടെങ്കിൽ Sir, hello. Franklin Ernst live and okay coral nu vanu. What is the meaning of the word coral? Coral എന്ന് പറഞ്ഞത് ഒരു ക്വാഡ്രന്റിനെ ഊഹിച്ചാണ് പറഞ്ഞേക്കുന്നത് കോറൽ എന്നുള്ളത്. ആ ക്വാഡ്രന്റിനെ അവർ ജസ്റ്റ് നെയിം ചെയ്തിരിക്കുകയാണ്. അല്ലാണ്ട് അതിന് നമ്മുടെ ബിഹേവിയറൽ ആയിട്ട് റെഫറൻസസ് ഒന്നുമില്ല. ഇല്ല, നാല് ക്വാഡ്രന്റ് ആയിട്ടാണ് പറയുന്നത്. അതായത് 4 മാത്രമല്ല, ഇനി ഇതിന്റെ ഫർദർ ഡെവലപ്മെന്റ്സ് ഒക്കെ ഇനിയുണ്ട്. നമ്മൾ അഡ്വാൻസ് ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവരെയും കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഇതിനകത്ത് വരുന്നുണ്ട്. വേറെ ഒരു നമ്മുടെ വൈറ്റ് എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു തിയറി ഉണ്ട്. ഐ ആം ഓക്കെ, യു ആർ ഓക്കെ, ബട്ട് ദേ ആർ നോട്ട് ഓക്കെ എന്നുള്ളൊരു കൺസെപ്റ്റിലുണ്ട് പുതിയത്. അതായത് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിച്ച് വീട്ടിലോട്ട് വന്ന വധുവിനെ സംബന്ധിച്ച് ഞാൻ നല്ലതാണ്, ഭർത്താവ് നല്ലതാണ്, പക്ഷെ അമ്മായിയപ്പന് ശരിയല്ല എന്നുള്ള അങ്ങനെ ഒരു ഇതിന്റെ കോമ്പിനേഷൻ ഇഷ്ടംമാരെ വരുന്നുണ്ട്. ഇനി വെൽക്കം ടു ദ വേൾഡ് ഓഫ് ടി എ, വിൽ ലേൺ മോർ. സർ, ആ ലൈഫ് പൊസിഷൻസിന്റെ എക്സ്പ്ലനേഷൻ ഇട്ട് ആ സ്ലൈഡ് മാത്രം ഒന്ന് ആദ്യം ഇടാൻ പറ്റൂ പ്ലീസ്? ലൈഫ് പൊസിഷന്റെ എക്സ്പ്ലനേഷൻ, ഒരു ഡെഫിനിഷൻ. അതെ, ഓക്കെ 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 ഓക്കെ, താങ്ക് യു. അടുത്ത ആള് ചോദിച്ചോളൂ. ആരെങ്കിലും ഉണ്ടോ? ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ ഒരു കോഴ്സ് എടുക്കും, അത് പകുതിയാകുമ്പോ ഇതല്ല മറ്റേതായിരുന്നു നല്ലത്. ഇങ്ങനെ ചാഞ്ചാടി നിൽക്കുന്ന മനസ്സാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹലോ, വേറെ ഉണ്ടെങ്കിൽ പറയണേ. ഒരു ക്വസ്റ്റ്യൻ ആരോ ചോദിച്ചു, ഞാൻ ജസ്റ്റ് റിപ്പീറ്റ് ചെയ്യാണ്. അവര് ചോദിച്ചത് സാറ് കേട്ടില്ല. ലൈഫിൽ ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നില്ല, ഏതൊരു ഡിസിഷൻ എടുത്താലും അതിൽ നമ്മളെപ്പോഴും ചാഞ്ചാടി നിൽക്കുകയാണ്. ഇൻഡിസൈസീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ക്യാരക്ടർ. അതായത് ഇപ്പൊ ഒരു കോഴ്സ് ചെയ്യാന്ന് തീരുമാനിച്ചു, ഹാഫ് വേ ത്രൂ ദ കോഴ്സ് അവരത് ഡ്രോപ്പ് ചെയ്ത് ഈ കോഴ്സ് എനിക്ക് സൂട്ട് ആവുന്നില്ല എന്ന് പറഞ്ഞ് ഡ്രോപ്പ് ഓഫ് ചെയ്ത് വേറെ കോഴ്സിനെ കുറിച്ച് കൺസിഡർ ചെയ്യുന്ന ആൾക്കാർ. ഇത് വേറെ ആരോ ചോദിച്ച ക്വസ്റ്റ്യൻ സാർ, അത് കേട്ടില്ല. ആ ചോദിച്ച ആളുടെ ഇമോഷൻ എന്താന്ന് പറയാമോ? സ്ട്രോങ് ആയിട്ട് ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ഇമോഷൻ എന്താന്ന് പറഞ്ഞാൽ അതിന് 2-3 കാരണങ്ങളുണ്ട്. അതുകൊണ്ട് ഷോർട്ട് ആക്കാൻ വേണ്ടിയാ പറയണത്. ചോദിച്ച വ്യക്തി ഏത് ഇമോഷനാണ് ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന നെഗറ്റീവ് ഇമോഷൻ എന്താണ്? എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള ഒരു ചിന്താഗതി. ഇതെനിക്ക് പറ്റില്ല, ഇതെനിക്ക് ശരിയാവില്ല, അങ്ങനെ ഒരു നെഗറ്റീവ് തിങ്കിങ്. അത് തിങ്കിങ് ആണ്. ഞാൻ ചോദിക്കുന്നത് അബൌട്ട്, ഐ ആം ടോക്കിംഗ് അബൌട്ട് ഫീലിംഗ്, വെദർ ഇറ്റ് ഈസ് ആങ്കർ, സാഡ് ഓർ ഫിയർ. ടെൻഷൻ, അപ്പൊ ഫിയർ ആണ്. അപ്പൊ ഈ 4ാമത്തെ ക്വാഡ്രന്റിൽ ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്നുള്ള ക്വാഡ്രന്റിന്റെ ഫസ്റ്റ് ഡിഗ്രിയിലോ അല്ല അതിന്റെ തുടക്കത്തിലോ ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ. അങ്ങനെയുള്ളവർക്കാണ് കൺഫ്യൂഷൻ, ആങ്സൈറ്റി, ഇതെല്ലാം അവർക്ക് കൂടുതലാണ്. അവരെ സംബന്ധിച്ച് ഈ പ്രശ്നങ്ങളൊന്നും അവർക്ക് ശരിയാവൂല. പക്ഷേ ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ ആണെങ്കിലും പലപ്പോഴും അവർ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്തിട്ട് ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെയിൽ പോവാറുണ്ട്. പരിഹാരം കൂടെ പറഞ്ഞു കൊടുത്താൽ ഉപകാരമായിരുന്നു. പരിഹാരം പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മളെ ആദ്യം നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ മാറ്റാൻ, മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ പറ്റുക. ഒന്ന്, മറ്റുള്ളവർക്ക് ഏറ്റവും നല്ലതായിട്ട് ചെയ്യാൻ പറ്റിയത് ഈസി ആയിട്ട് ടി എ പറയണത് ഗീവ് അപ്രീസിയേഷൻ എന്നാണ്. സ്ട്രോക്ക് എന്നുള്ളൊരു തിയറി ഉണ്ട് അതിനകത്ത്. നമുക്ക് പോസിറ്റീവ് കമ്മ്യൂണിൽ എടുക്കുന്നുണ്ട്, ഞങ്ങളുടെ തന്നെ ഒരു കൊളീഗ് എടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. സ്ട്രോക്ക് കേൾക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഇപ്പൊ സ്ട്രോക്കിനെ പറ്റി ഒന്നും പറയണ്ട, നല്ല പോലെ അപ്രീഷിയേറ്റ് ചെയ്ത് കൊടുക്കുക. അതാണ് ഏറ്റവും നല്ല കാര്യം. ഈ 3 കാറ്റഗറിക്കും ഏറ്റവും ആദ്യം ചെയ്യാവുന്നത് ക്യാച്ച് ദം ബീയിങ് ഓർ ഡൂയിങ് ഗുഡ്. ക്യാച്ച് ദം ബീയിങ് ഓർ ഡൂയിങ് ഗുഡ്. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അയാളെ അപ്രീഷിയേറ്റ് ചെയ്യുക. നല്ലത് എന്താണോ അത് അപ്രീഷിയേറ്റ് ചെയ്യുക. സിൻസിയർ ആയിട്ടായിരിക്കണം കാര്യം ചെയ്യുന്നത്. വെറുതെ പ്ലാസ്റ്റിക് ആയിട്ട് പറയരുത്. സിൻസിയർ ആയിട്ട് അപ്രീഷിയേറ്റ് ചെയ്ത് തുടങ്ങിയാൽ നമ്മുടെ ഉള്ളിൽ ഈ തോട്ട്സിനും ഫീലിങ്സിനും എല്ലാം മാറ്റം വരാം. ഒരു രൂപ അല്ലെങ്കിൽ ഒരു ഐസ് കഷ്ണം എടുത്തിട്ട് ഒരാൾക്ക് കൊടുക്കണമല്ലേ, ഐസ് കഷ്ണം കൊടുക്കുന്നതിന് മുമ്പ് എന്റെ കയ്യിൽ അത് ഫീൽ ചെയ്യും, എന്നിട്ടാണ് ഞാൻ മറ്റേ കൊടുക്കുന്ന ആൾക്ക് ഫീൽ ചെയ്യണത്. അതേപോലെയാണ് ഈ അപ്രീസിയേഷൻ.
ഒരു നല്ല ഒരു കനൽക്കട്ട എടുത്തിട്ട് കയ്യിലിട്ടിട്ട് നമ്മൾ വേറെ ആൾക്കൊരു നെഗറ്റീവ് കൊടുക്കുമ്പോൾ എനിക്ക് ആദ്യം ഫീൽ ചെയ്തിട്ടാ കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പൊ ആദ്യം ഒരു നല്ല സൂത്തിങ്, മറ്റുള്ളവര് പ്ലീസ് ഓഫ് ചെയ്യുക, കുട്ടികൾ സംസാരിക്കുന്നുണ്ട്. അപ്പൊ എന്റെ കയ്യിൽ നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള സാധനം കയ്യിൽ വെച്ചിട്ട് കൊടുക്കുന്ന ഒരു അപ്രീസിയേഷൻ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കിട്ടും. അപ്പൊ എന്നിലുള്ള മാറ്റങ്ങൾ വന്ന് തുടങ്ങും. പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ പറ്റും. ഇത് ഒറ്റയടിക്ക് ഏത് ഡിഗ്രി ആണെന്ന് അറിയില്ല, എന്താണെന്ന് അറിയില്ല. കൺഫ്യൂഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ കാറ്റഗറിയിൽ വരാനാണ് ചാൻസ്. അല്ലെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് വിളിച്ചോ, നമുക്ക് കൂടുതൽ കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ ടി എ ക്ലാസ്സുകളിലേക്ക് വരും. ദയവ് ഇത് സംസാരിക്കാത്തവരൊന്ന് മ്യൂട്ട് ചെയ്യണം. ഇത് ഒന്ന് എല്ലാരും നമ്മളെ സ്വഭാവം ടി എ പഠിച്ചു കഴിഞ്ഞാല് നമ്മൾ നല്ലൊരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ടി എന്റെ 3 ദിവസത്തെ ഒരു കോഴ്സ് പഠിച്ചാൽ മതി. അത് സാറിന് തന്നെ പഠിക്കണം. ഇതിന് ഇഷ്ടംപോലെ ആൾക്കാർ, ഞാൻ സാറിന് വേണ്ടി സംസാരിക്കുന്നത് വിചാരിക്കാതിരിക്കാനാണ്. അത് ആരുടെന്നായാലും ഒരു 3 ദിവസത്തെ ഒരു 1-on-1 എന്ന് പറഞ്ഞ ഒരു ബേസിക് കോഴ്സ് ചെയ്ത് കഴിഞ്ഞാല് നമ്മളെ സ്വഭാവം എന്താണെന്നും അതിലെങ്ങനെ മാറ്റം വരുത്തേണ്ടതെന്നും നല്ലൊരു ചേഞ്ച് വരുത്താൻ പറ്റും. നമ്മൾ ആഗ്രഹങ്ങളിൽ നല്ല ഒരു രീതി പൊസിഷൻ മനസ്സിലാവും, മാറ്റം വരുത്താൻ പറ്റും. ഏറ്റവും നല്ല സ്വഭാവം മാറ്റായാലും ഏറ്റവും നല്ല ടൂളാണ് ടി എ. അതിപ്പം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, സാറിന് വേണ്ടി പറയുന്നത് വിചാരിക്കാൻ പാടില്ല. എന്നാലും സാറിന് ഏറ്റവും നല്ലത് ടി എ പഠിക്കാന്ന് നമ്മൾ പറയുന്നുള്ളൂ. എന്റെ അടുത്ത് ഞാൻ പറയുന്നില്ല, ആരുടെ അടുത്ത് വേണമെങ്കിലും പറയാം. ഇനി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾക്ക് ആരെങ്കിലും സാറന്മാരായിട്ടോ ഇപ്പൊ എന്റെ ഗ്രൂപ്പിലും ചിലപ്പോൾ എന്നോട് പറയുന്ന രീതിയിലോ പഠിപ്പിക്കുന്ന മെത്തേഡിലും ഒക്കെ വ്യത്യാസം ഉണ്ടായിട്ട് ചിലർക്ക് ഇഷ്ടപ്പെടാണ്ട് വരാം. പക്ഷെ നിങ്ങൾ സാറന്മാരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കാം, പക്ഷെ ടി എനെ ഇഷ്ടപ്പെടാതിരിക്കരുത്. ടി എ കൂടെ ഒരു നല്ല സബ്ജക്റ്റാണ്. സാറിന്റെ അഡ്വാൻസ് കോഴ്സ് പഠിപ്പിക്കുന്ന ആളും കൂടിയാണ്. അതിന്റെ BTA അഡ്വാൻസ് കോഴ്സും കൂടെ വഴി എറണാകുളത്ത് പഠിപ്പിക്കുന്നുണ്ട്. സംശയങ്ങൾ ചോദിക്കുകയും ചെയ്യാം. വേറെ ആരെങ്കിലും ചോദിക്കാനില്ല? സൂമിൽ കൂടെ നമ്മൾ അഡ്വാൻസ് സെഷൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. വെരി ഗുഡ്, വെരി ഗുഡ്. നല്ലതാ സാറേ. സാറിന്റെ നമ്പർ ഒന്ന് ഷെയർ ചെയ്യണേ. നമ്പർ സ്ക്രീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. 9387050502. ഇല്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഞാൻ സാറിന്റെ നമ്പർ ഇല്ലെങ്കിൽ സുധാ സാറിനെ വിളിച്ചാൽ മതി. 9387050502 എന്നുള്ളതാണ് എന്റെ ഇത്. വേറെ ആരെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംശയങ്ങളുണ്ടാ? സാറേ നമസ്കാരം. ചോദിച്ചോളൂ. സാറേ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നല്ലൊരു സെഷൻ ആയിരുന്നു സാർ. നമുക്കറിയാം ടി എന്ന് പറയുന്നത്. എന്റെ ഒരു സംശയം, ക്വസ്റ്റ്യൻ റെലവെന്റ് ആണെന്ന് അറിയില്ല. നമ്മൾ ചിലപ്പോൾ നമ്മളെക്കാൾ കൂടുതൽ വറി ചെയ്യുക മറ്റുള്ളവരെ പറ്റി. ഇപ്പൊ അടുത്ത ഒരാള് ഹീസ് നോട്ട് ഓക്കെ വിത്ത് ഹിംസെൽഫ് എന്ന് നമുക്ക് തോന്നാൻ പാടുണ്ടോ? ഇല്ല, പാടില്ല. നമുക്ക് തോന്നണം എങ്ങനെയാണ്? അയാളുടെ ഉള്ളിൽ കയറി നമുക്ക് എങ്ങനെ ചിന്തിക്കാൻ പറ്റും? ഇത് സബ്ജക്റ്റീവ് ആണ്. ഇതെല്ലാം എല്ലാം സബ്ജക്റ്റീവ് ആണ്. സബ്ജക്റ്റീവ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പഠിച്ച് ആദ്യം നമ്മൾ എന്നെ ഞാൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കാം. അതെ, അങ്ങനെ അല്ല, അതെ നമ്മളെ തന്നെ മനസ്സിലാക്കി എന്ന് നമ്മൾ കരുതുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ. അപ്പൊ തന്നെ I+U മനസ്സിലോട്ട് പോയി അല്ലേ? അതാണ്. അതായത് ഒരു പഠനവും പൂർണ്ണമല്ലെന്നുള്ളതാണ്. കണ്ടിന്യൂഷൻ. മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞ കണ്ടിന്യൂഷൻ ആണ്. ഇങ്ങനെ മനസ്സിലാക്കിയാൽ നമ്മൾ അതിലേക്ക് എത്തില്ല എന്നുള്ളതാണ്. അല്ല, ഹീസ് നോട്ട് എത്തില്ല എന്നല്ല, എത്തുമ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരെ ശരിയാക്കുന്ന രൂപം നമുക്ക് ഉണ്ടാവില്ല. ഉണ്ടാക്കുന്ന നമുക്ക് നമ്മളിൽ നിന്ന് പോകും. അപ്പോഴേക്കും നമ്മളിൽ നിന്ന് അത് ഓട്ടോമാറ്റിക്കലി, അതായത് നമ്മളിൽ തന്നെ സംതൃപ്ത കണ്ടന്റ് ആവും. അതായത് ഇതിൽ തന്നെ ഹാപ്പി ആവും. മറ്റുള്ളവരെ ഇയാളെ ശരിയാക്കിയിട്ടുള്ള ജീവിതം എന്നുള്ള ജീവിതം നമ്മൾ മാറും. ആ ചിന്ത നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ, അല്ലേ സാർ? ഉണ്ടാവില്ല. ആ ചിന്ത തന്നെ ഡിസോൾവ് ആയി പോകുന്നു. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. ഹലോ സാർ. ഹലോ സാർ. സാറ് ഞാൻ മെഡിക്കൽ PGക്ക് എൻട്രൻസിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില സമയത്ത് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ആവും, എന്നെ കൊണ്ട് പറ്റൂലേ. പക്ഷെ എനിക്ക് സ്കിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഷുവർ ആണ്. പിന്നെ ഇങ്ങനെ കൺഫ്യൂഷൻ ആവുന്നുണ്ട്. അപ്പൊ എന്താ ചെയ്യുന്നത്? എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൺഫ്യൂഷൻ ആകണ സ്കില്ല് ഉണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ എന്റെ ചിന്താഗതി കൊണ്ട് മാത്രമാണ്, എന്റെ തോട്ട്സ് കൊണ്ടാണ് ഇത് മാറണത്. ഈ ഇടക്കിടക്ക് നമുക്ക് പറ്റുന്നത് സ്കില്ലുണ്ടെന്ന് ഉറപ്പല്ലേ? ഉറപ്പാണ്. അപ്പൊ പിന്നെ എനിക്ക് ഇടക്കിടക്ക് പോസിറ്റീവ് അഫർമേഷൻ കൊടുക്കാവുന്ന കാലത്ത് എന്നിട്ട് ആദ്യം ചെയ്യേണ്ടത് ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക. ഇത്രയും നാളും ചെയ്ത നന്മകൾക്കൊക്കെ നന്ദി പറയാം. ഒരു 5 മിനിറ്റ് പ്രോസസ്സ് മതി. നമുക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് നന്ദി പറയുക. ഓക്കെ. അത് കഴിഞ്ഞിട്ട് സെൽഫ് അഫർമേഷൻ പറയുക. ഐ ആം ഓക്കെ ആൻഡ് പീപ്പിൾ ആർ ഓക്കെ. ഐ ആം ഓക്കെ, പീപ്പിൾ ആർ ഓക്കെ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് മൊത്തം ഈ രണ്ടും കൂടെ 5 മിനിറ്റ് പറഞ്ഞാൽ മതി. ഒരു 10-21 ദിവസത്തിൽ നമ്മളുടെ ഉള്ളിൽ മാറ്റങ്ങൾ കണ്ടുപിടുന്നു. നമസ്കാരം. വളരെ നല്ല ക്ലാസ് ആയിരുന്നു സർ. ഇതിന് തൊട്ട് മുമ്പ് ചോദിച്ച ചോദ്യം, ഹീസ് നോട്ട് ഓക്കെ ഹിംസെൽഫ് എന്ന് തോന്നുന്ന ഒരാളെ നമുക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് ചെയ്തൂടെ?
അപ്പൊ ഹീസ് നോട്ട് ഓക്കെ എന്നുള്ള സഹായിക്കാനായിട്ട് ഞങ്ങളെ പോലത്തെ കുറെ ആൾക്കാരുണ്ട്, ട്രെയിനേഴ്സ്, സൈക്കോതെറാപ്പിസ്റ്റുകൾ ഉണ്ട്. എന്ന് വെച്ചാൽ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ വളരെ ക്ലോസ്ഡ് ആണെങ്കിൽ നമ്മളുടെ ഹലോ കേൾക്കാമോ? പറയൂ. ആരോ ഡിസ്റ്റർബൻസ് ഉണ്ട്. നമ്മള് ഞാൻ പറയുമ്പോഴത്തേക്കും ഒരാള് അംഗീകരിക്കും. ഇപ്പൊ ഇവൻ എന്റെ വൈഫിനോട് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. അതായത് ഒരു കൗൺസിലറോ ഒരു സൈക്കോതെറാപ്പിസ്റ്റോ ഈ പറഞ്ഞ രീതിയിൽ കാര്യകാരണ സഹിതം പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാവും. ഇഷ്യൂ ഉള്ള ആളുകൾ തമ്മിൽ ഒരിക്കലും ശരിയാക്കാൻ നോക്കാണ്ടിരിക്കില്ല നല്ലത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഒരു നമ്മളെല്ലാവരും പറയും, ഈവൻ കൗൺസിലേഴ്സിന് പറ്റുന്ന ഒരു ട്രാപ്പാണ്, ഒരു അതാണ്. അതായത് എല്ലാവരുടെ അടുത്തും ഒരു ശരിയും തെറ്റും കാണും നമ്മൾ. ഒരു എന്തൊക്കെ ചെയ്താലും ഇപ്പൊ മാരകമായ ഒരു തെറ്റെന്ന് സമൂഹം മുഴുവൻ പറയണം. ഇപ്പൊ ഒരാളുടെ ഭാര്യ വേറൊരുത്തിന്റെ കൂടെ ഒളിച്ചോടി പോയി, അവളോട് ഈ ലോകം മുഴുവനും ആ ഭർത്താവിനെ പറ്റി അറിയാവുന്ന സമൂഹം മുഴുവൻ നല്ലതാണെന്ന് പറഞ്ഞാൽ പോലും അവളുടെ തമ്മിൽ അവൾക്ക് അതിനെ ഉൾക്കൊള്ളാൻ പറ്റൂല. അപ്പൊ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത് എപ്പോഴും രണ്ട് ശരികൾ തമ്മിലാണ്, ഒരു തെറ്റ് ശരിയും തമ്മിലല്ല. എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റൊരാളോട് പറഞ്ഞ് നിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഇതാണ്, നിന്റെ ആറ്റിറ്റ്യൂഡ് ഇതാണ് പറയുമ്പോഴത്തേക്കും ഒന്നും കൂടെ അവിടെ ഡിഫെൻസീവ് ആവും, അവർ ഉൾക്കൊള്ളാൻ തയ്യാറാവില്ല. അതിന് പകരം ഇപ്പൊ സുധാ സാറിനെ പോലത്തെ ആൾക്കാരോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ആരെങ്കിലും ഒക്കെ വിളിച്ചിട്ട് അവർക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സെഷൻ, ജനറൽ സെഷൻ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞാൽ മതി. അതാണ് കോമൺ ആയിട്ട്. ഇപ്പൊ ഇന്നിപ്പോ അറ്റൻഡ് ചെയ്ത 120 പേരല്ല 150 പേരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് എല്ലാവരോടുമാണ്, ഓരോരുത്തരോടുമാണ്, എന്നാൽ എല്ലാവരോടുമാണ്. ഓരോരുത്തർക്കും തോന്നിയത് എന്നെ പറ്റിയാണ് പറയണമെന്ന് തോന്നിയത്. പക്ഷെ നമ്മൾ കൗൺസിൽ ചെയ്യുമ്പോഴുള്ള ഡ്രോബാക്ക് അതാണ്, ആ ഒരു ഡിഫെൻസീവ് ആവാനായിട്ട് ഒരു ഡിഫൻസ് സ്റ്റാൻഡ് എടുക്കാൻ തയ്യാറാവും. എന്നെ കൊണ്ടുപോകുന്ന ആളിപ്പോ ഞാൻ പറഞ്ഞിട്ട് ഭാര്യനെ കൊണ്ടുപോയാൽ ഭാര്യ പറയും ഇയാളെ പരിചയമുള്ള ആളല്ലേ കൊണ്ടുപോകണം, അതുകൊണ്ടാണെന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും ഉദ്ദേശിച്ച് കോൺഫ്ലിക്റ്റ് ഇല്ലാത്ത ആളെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒട്ടും കോൺഫ്ലിക്റ്റ് ഇല്ല, പക്ഷെ അത് നല്ലതാണ് സാർ പറഞ്ഞ കൗൺസിലേഴ്സും കാര്യങ്ങളും ഉണ്ട്, അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. താങ്ക് യു സാർ. ജനറൽ സെഷൻ ആണ് ഏറ്റവും നല്ലത്, ഫസ്റ്റ് ബിഗിനിങ് എന്നുള്ള ആൾക്ക്. Thank you. Okay, thank you. Hi, Stephen. Hi. Who is that? Bina. Hi, Bina. Hello. How are you? You are also there. Yes. From beginning. When you got session plan? Stephen എല്ലാം കേട്ടു. പറയൂ. Feedback. Maybe on 9th or 17th എന്റെ സെഷൻ. പിന്നെ കൺഗ്രാറ്റുലേഷൻ സ്റ്റീഫൻ, അസലായിട്ടുണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു വെരി മച്ച്. വെരി ഗുഡ് നന്നായി. നമ്മളെ സ്ട്രോക്ക് എടുക്കണം, നന്നായിട്ട് സ്ട്രോക്ക് 9th എടുക്കാം സുധാ സർ. വെരി ഗുഡ് നന്നായി മേഡം. നിങ്ങളെല്ലാം ടിഎന്റെ അഗ്രഗണ്യകളാണ്. സ്റ്റീഫൻ വളരെ നന്നായിരുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഞാൻ 9th കാണാം, ഞാൻ കേറാം. ശരി. പറഞ്ഞോളൂ. ടിഎന്റെ ക്ലാസ് നമുക്ക് ഈ ഇതിൽ PC നടത്തിക്കൂടെ? അത് സുധാ സാർ തീരുമാനിക്കും സാറേ. അതിന്റെ ഓരോ ഭാഗങ്ങളായിട്ട് വരുന്നുണ്ട് സാറേ. സാറ് പക്ഷെ എന്നാലും 1-on-1 പഠിക്കുന്നത് നല്ലതാണ്. ഇത് കഴിഞ്ഞ ശേഷം സാർ ആലോചിച്ചോ, ഇതിന്റെ ഓരോ ഭാഗങ്ങള് കടല് പോലെയുള്ള ഒരു വിഷയമാണ് ടിഎ. അതിലെ ഓരോ അധ്യായങ്ങള് കുറച്ചായിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ഈ ടിഎ ഇപ്പൊ നമ്മളെടുത്ത ക്ഷയം തന്നെ വേണമെങ്കിൽ നമുക്ക് ഒരു 3 hours 6 hours പോവാം. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ട്രാൻസ്ഫോർമേഷൻ നടക്കും, നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന ട്രാൻസ്ഫോർമേഷൻ കാണാൻ പറ്റും. ഒരു 1 day പ്രോഗ്രാം ലൈഫ് പൊസിഷൻ വെച്ച് കഴിഞ്ഞാൽ, അല്ല ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇരുന്ന് ഇങ്ങനെ നിങ്ങളിൽ മാറ്റം വരും. അതാണ് ഇത് കൗൺസിലർമാർക്ക് ഏറ്റവും ബെസ്റ്റ് ആണ്. കൗൺസിലിംഗ് ചെയ്യാനുള്ള നല്ലൊരു ടൂള് ഇതിൽ കുറെ ഉണ്ട്. അങ്ങനെയല്ല സുധാ സർ, കൗൺസിലർമാർക്ക് എന്നുള്ളതല്ല, എല്ലാവർക്കും, കുടുംബികൾക്കായാലും ഉദ്യോഗസ്ഥർക്കായാലും ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കായാലും കുട്ടികളെ എങ്ങനെ വളർത്തണം എന്നായാലും എവറിത്തിങ്. ആറ്റിറ്റ്യൂഡ് മേലാണല്ലോ. സ്റ്റീഫൻ സാർ ഒരു മൂല തൊട്ട് നമുക്കിങ്ങനെ സാവകാശം അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കൊണ്ടുവരണം. വെടിക്കെട്ട് മാതിരിയായിരുന്നു സ്റ്റീഫൻ പോയത്. നന്നായി. വെടിക്കെട്ടാണല്ലോ നമ്മുടെ സ്റ്റീഫൻസ് ട്രേഡ് മാർക്ക്. ആരെങ്കിലും വേറെ സംശയങ്ങള് എന്തെങ്കിലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാം. അതെ, ആരെങ്കിലും? ഹലോ, പറഞ്ഞു സാറേ, പറഞ്ഞു. എന്തായി കേട്ടില്ല? പറഞ്ഞു സാറേ. ഹലോ പറഞ്ഞു സാറേ. സാറേ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഹലോ പറയൂ. ഹലോ സാറേ പറഞ്ഞോ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്.
സാറ് അവിടെ പറയണ കേൾക്കണ്ടാവും. ഞാനിപ്പം ഹലോ സാർ കേൾക്കാമോ? സാർ കേൾക്കാമോ? നെറ്റ് സ്പീഡ് കുറവായിരിക്കും അതുകൊണ്ട് അങ്ങനെ നെറ്റ് സ്പീഡ് കുറഞ്ഞ ഈ പ്രശ്നം ഉണ്ടാവും. വേറെ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടാ? ഹലോ, വേറെ ആരെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കണേ, ദയവ് ചെയ്തിട്ട് സമയം കളയല്ല പ്ലീസ്. സ്റ്റീഫൻ സാറേ, ഒരു അഭിനന്ദനം എന്റെ വകയും കൂടി തരാനുണ്ട്. ഹലോ സ്റ്റീഫൻ സാർ. Thank you very much. Congratulations sir. Thank you very much. Accepted with a lot of love. ഇനിയും വരും സെഷൻസ്, പേടിക്കണ്ട, നമുക്ക് ഇനിയും കാണാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഇനിയിപ്പോ ഇതിനകത്ത് നെറ്റിന്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും നേരിട്ട് വിളിക്കണമെങ്കിൽ വിളിക്കാം, അതൊന്നും ഒരു ഇഷ്യൂ ഇല്ല. അല്ലെ സൂമിൽ വേണമെങ്കിൽ പേഴ്സണൽ ആയിട്ട് വരാം. സുധാ സാറിനോട് അഡ്രസ് മേടിക്കാം, ഫോൺ നമ്പർ മേടിക്കാം. സ്റ്റീഫൻ അങ്കിൾ, നിർമ്മൽ. ആരാ? നിർമ്മൽ. Chiku from Bangalore. Yes. You could have come early, man. ഇല്ല, ഞാൻ ഫുൾ കേട്ടു. Okay, very good. അടിപൊളി. സ്റ്റീഫൻ അങ്കിളിന്റെ പേരിൽ സ്റ്റീഫൻ അങ്കിൾ എന്നെ വിസിലടിക്കണം. സൂപ്പർ ആയിരുന്നു. അത് ഞാൻ നിന്നെ പഠിപ്പിച്ചല്ലോ, പഠിച്ചോടാ. അടിപൊളിയായിരുന്നു. Okay, thank you. Thanks a lot. Bye. സുധാസേ, ചിക്കു എന്റെ മോനാട്ടോ. നിങ്ങളെ മകനാ? അതെ അതെ. നിങ്ങള് യൂട്യൂബില് ക്ലാസ് എടുക്കുന്ന സമയത്ത് അതിന്റെ പിന്നിൽ ഈ ചിക്കുവാന്നുള്ളത് പറഞ്ഞു അറിയാം. സ്റ്റീഫന്റെ വിസിലടിയുടെ ഫാനാണ് അവൻ. അത് ശരി, നന്നായി. ടിഎ ഫാമിലി തന്നെ അല്ലേ? നമ്മളെ വേറെ ആരെങ്കിലും സംശയങ്ങളുടെ ദയവേത് ചോദിക്കണേ. ദീപ്തി മേഡം. ഹലോ. പറഞ്ഞു സാറേ, ചോദിച്ചോ. ഹലോ. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. സാറേ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ചോദിച്ചോളൂ. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഞാനിപ്പം എന്തെങ്കിലും ഒരു സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിലെ ക്യാരക്ടർ എപ്പോഴും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഫുൾ ടൈം അത് എന്നെ ഓർത്തോണ്ടിരിക്കുകയാണ്. അതിനിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? എന്ത് ക്യാരക്ടറാണ്? എന്ത് സിനിമ കണ്ടാലും ഒരു 2-3 ദിവസം അതിന്റെ ക്യാരക്ടർ എപ്പോഴും ഇങ്ങനെ മനസ്സിൽ ഓർത്തോണ്ടിരിക്കും. ഓട്ടോമാറ്റിക് ആയിട്ട് വരുവാണ്. ഇപ്പൊ ആലോചിച്ച ഏത് ക്യാരക്ടറാണെന്ന് ആലോചിച്ചാ? ഇപ്പൊ അങ്ങനെ ഒന്നും ഇല്ല. ഇപ്പൊ അങ്ങനെയൊന്നും അല്ല, ഇടയ്ക്കൊക്കെ വരാറുള്ളൂ കാണാൻ നേരത്ത്. ഓക്കെ, ഇപ്പൊ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഒന്ന് ആലോചിച്ചേ, ഒരു സിനിമയില. ഒരു 2-3 സിനിമ പറഞ്ഞേ, ABC. ഒന്നുമില്ലല്ലേ? പോയില്ലേ? പ്രശ്നം തീർത്തില്ലേ? ഞാൻ ഒരു ഉറുമി സിനിമയില്ലേ? ഓക്കെ, ഏതാ? ആരാണ്? മോഹൻലാലാ? മോഹൻലാലല്ല, പൃഥ്വിരാജിന്റെ മൂവി. ഓക്കെ, നമ്മുടെ അപ്പൊ ആ പഴയ കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മ, എങ്ങനെ ആ കണ്ട കാര്യങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും ഓർമ്മ വന്നിരിക്കുക. ശരി, ആലോചിച്ചല്ലേ? ഇപ്പൊ ആലോചിച്ചോ? ആലോചിച്ചു. അയ്യപ്പനും കോശിയും കണ്ടോ? ആലോചിച്ചു. അയ്യപ്പനും കോശിയും കണ്ടോ? കണ്ടു. അതിനകത്ത് നമ്മുടെ ഇവന്റെ പൃഥ്വിരാജിന്റെ അഭിനയം എങ്ങനെയുണ്ട്? പൃഥ്വിരാജിന്റെ അഭിനയം കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ആരാണ് നല്ലത്? പൃഥ്വിരാജിന്റെ അഭിനയം കൊള്ളാം. അതിൽ നന്നായിട്ട്. ആരാ നല്ലത്? എനിക്ക് ബിജു മേനോനെയാണ് ഇഷ്ടപ്പെട്ടത്. അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ട പൃഥ്വിരാജിനെയാണ്. നല്ല കലക്കനായിട്ടുണ്ടായിരുന്നു. ബിജു മേനോന്റെ മറ്റേ വെള്ളിമുങ്ങ കണ്ടിട്ടുണ്ടായോ? വെള്ളിമുങ്ങ കണ്ടിരുന്നോ? പോയാ? വെള്ളിമുങ്ങ കണ്ടിരുന്നോ ബിജു മേനോന്റെ? കണ്ടായിരുന്നു അല്ലെ? ഇപ്പൊ എവിടെ വരെ നീങ്ങി നമ്മള് ചിന്തകള്? വർഷങ്ങൾ പുറകോട്ട് പോയി. അതെ. അപ്പൊ നമ്മുടെ ഗുരുവിൽ നിന്നും നമ്മൾ അയ്യപ്പൻ കോശിയിലെത്തി, അവിടെ നിന്ന് വെള്ളിമുങ്ങയിലെത്തിയില്ലേ? ആരാ കൊണ്ടുപോയത് ഇതൊക്കെ? ഞാനാണോ? അല്ലല്ല, നമ്മളങ്ങ് തന്നെ ചിന്തിച്ചു പോയതാ. അപ്പൊ ഇതേപോലെ ചിന്തിച്ചാ മതി, മാറി പോയിക്കോളും. ഓക്കെ, പിടി കിട്ടിയാ? ഓക്കെ, താങ്ക് യു. ഇതാണ് തെറാപ്പി എന്ന് പറഞ്ഞത്. ഓക്കെ, എനി അതർ ക്വസ്റ്റ്യൻസ്? ഓക്കെ. അപ്പൊ സൂമിലൂടെ തെറാപ്പിയും കൊടുത്ത് ചികിത്സിച്ചു അല്ലേ? പിന്നില്ലേ, ഇതൊക്കെ ഒരു ഫ്രാക്ഷൻസ് ഒക്കെ ഉള്ള തെറാപ്പിയില്. ടീന മാഡം അവിടെ ഇരുന്ന് കേൾക്കണ്ട, ചിരിക്കണ്ട. Yes, I'm really laughing. Okay, any other questions? ഇല്ലെന്നും ഉണ്ട് സാറേ. എത്ര പേരുണ്ടായി മൊത്തം സുധാ സാറേ?
ഗോകുമാര സുഹാസ 200 പേരോളം ഉണ്ടായിരുന്നു. 200 പേരോളം നമ്മുടെ മീറ്റിംഗിൽ ഉണ്ടായിരുന്നു. 200 ആളുടെ അല്ലേ? അതെ അതെ 200 ആളുടെ. അപ്പൊ ഇന്നലെ മിനിഞ്ഞാന്നും ആള് കുറച്ച് കുറവായിരുന്നു സാറേ. 30 ദിവസം കലക്കി. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഗോകുമാരെ പറഞ്ഞ പോലെ തകർത്തില്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഒരു സംശയം ചോദിക്കുന്നുണ്ട്, ആരോ ചോദിക്കുന്നുണ്ട്. ബഷീർ, നമ്മളെ ബിഹേവിയർ എന്ന് പറഞ്ഞതേ യഥാർത്ഥത്തിൽ 4 ഭാഗങ്ങളായിട്ടാണ് ഞാൻ കേട്ടത്. ഒന്ന് നമ്മളെ ഫീലിങ്സ്, നമ്മളെ പിന്നെ ബോഡി മൂവ്മെന്റ്സ്, അതുപോലെ തന്നെ ഇമോഷൻസ്, സ്പീക്ക്, സംസാരങ്ങള്. ഇതില് നമുക്ക് ആദ്യം ഉണ്ടാവുന്ന ഏതാ? ആദ്യം ഉണ്ടാവുന്നത് നമുക്ക് തോട്ട്സ് ആണ്. ഇപ്പൊ വലുതായി കഴിഞ്ഞാൽ ആദ്യം സാധാരണ ഗതിയിൽ എല്ലാവർക്കും ഒരു മെജോറിറ്റി അല്ലെങ്കിൽ 99.99 ആൾക്കാർക്കും തോട്ട്സിൽ കൂടെയാണ് നമ്മള് മറ്റു ഫീലിങ്സിലോട്ടൊക്കെ പോവുക. അപ്പൊ ചിന്തകൾ ഉണ്ടായ ശേഷമാണോ വികാരങ്ങൾ ഉണ്ടാകുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. വളരെ കുറച്ച് ആളുകൾക്ക് ചാടി കയറിയ ഫീലിങ്സ് വരാറുണ്ട്. അല്ല, വികാരം നമുക്ക് മനസ്സിൽ വരുന്ന വികാരം അനുസരിച്ചല്ലേ നമ്മൾ ചിന്തിക്കുന്നത്? അതാണോ ചിന്തകൾ? ചിന്തകളുടെ ഒരു കൂട്ടം അല്ല സാറേ വികാരങ്ങള്. അല്ല, നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഇൻസിഡന്റ് പറയാമോ സബ്ജക്റ്റീവായിട്ട്? നിങ്ങൾക്ക് എപ്പോഴാണ് ഒരു വികാരം വന്നത്? ഈ കഴിഞ്ഞ ഈ അടുത്ത് ഉണ്ടായ ഏറ്റവും വലിയ വികാരം എന്തായിരുന്നു? അല്ലെ എന്തെങ്കിലും വികാരം എങ്ങനെ ഉണ്ടായെന്ന് പറയാമോ? ആ ആംബുലൻസ് നോക്കി. ഓക്കെ, അടുത്തുണ്ടായ വികാരം ഒന്ന് പറയാമോ? ക്ലിയർ അല്ല സാറേ, ക്ലിയർ അല്ല. ക്ലിയർ എനിക്ക് മനസ്സിലായി. ഉത്തരം കിട്ടിയാ? കിട്ടി. അടിപൊളി. അതിന്റെ കാശായിട്ട് ഞാൻ ഗൂഗിളിൽ ഈ പേ നമ്പറിൽ ഉണ്ട് കേട്ടോ, അയച്ചോളൂ. ചില ആൻസേഴ്സ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ചോദ്യത്തിൽ തന്നെ അവർക്ക് മനസ്സിൽ കിടിയിട്ടും. അതാണ് ഇതിന്റെ പ്രത്യേകത. നമ്മൾ പറയണമെന്നില്ല, ഇന്ന പോലെ ചെയ്യണമെന്നൊന്നും പറയണമെന്നില്ല. ചോദിക്കുമ്പോ തന്നെ ഞാൻ ആ സിനിമ പേര് പറഞ്ഞപ്പോൾ അവന് കിട്ടണ്ടായിരുന്നത്, പക്ഷെ കിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞപ്പോ പിന്നെ കിട്ടി. ചിലർക്ക് പറഞ്ഞു കൊടുക്കണം, വെടി വെക്കണം ടോ എന്ന് വേണമെങ്കിൽ വേണം. ചിലർക്ക് വെടി വെച്ചാൽ മതി, അപ്പൊ തന്നെ കിട്ടും. ഓക്കെ, ചിലവർക്ക് തോക്ക് കാണിച്ചാൽ മതി അല്ലേ? തോക്ക് കാണണ്ട, പറഞ്ഞാൽ മതി. തോക്കിനെ പറ്റി ആലോചിച്ചെടുത്തോളൂ. അതെ അതെ. വേറെ ആരെങ്കിലും സംശയങ്ങളുടെ ഒന്ന് ചോദിക്കണേ. സൈക്കോളജി ആയിട്ടും ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ ദയവ് ഇത് പറഞ്ഞ ഉപകാരം. നമുക്ക് സമയം വളരെ വിലപ്പെട്ടതാണ്. ഇപ്പം ഏകദേശം ഇപ്പോഴും 52 ആൾക്കാരുണ്ട്. 52 ആൾക്കാരിലും ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ എന്തെങ്കിലും ദയവ് ഹലോ സർ. ചോദിച്ചു മേഡം. ഹലോ, ക്ലാസ് വളരെ നന്നായിരുന്നു. സൈക്കോളജി ഒരു സംശയം. ഹലോ, കേൾക്കുന്നുണ്ടോ? സംശയം ചോദിക്കുന്ന ഒരു പേര് പറഞ്ഞിട്ട് ചോദിച്ചാൽ കുറച്ചുകൂടി നന്നാവും. എന്റെ പേര് സെറിൻ. ഞാനിപ്പോ UG സ്റ്റുഡന്റ് ആണ്. എനിക്കിപ്പോ ഭയങ്കരമായിട്ട് എന്ത് ഇൻസിഡന്റ് ഉണ്ടായാലും എന്ത് ചെയ്താലും നമ്മൾ എന്താ ചെയ്ത് കഴിഞ്ഞത് അതിനെ കുറിച്ച് ഭയങ്കരമായിട്ട് ഓർമ്മക്കുറവ് എന്നെ ബാധിക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്തായിരിക്കും എന്ന് പറഞ്ഞുതരാമോ? ഒരു ഇൻസിഡന്റ് പറയാമോ? ഇതിപ്പോ ചെറിയ കാര്യങ്ങളാണ്, അതും ചിലപ്പോ വലുതിലേക്കും ഭാവിക്കാറുണ്ട്. എന്നാലും എന്താണെന്ന് മൈക്കില് എന്തൊരു ഇതുണ്ട്, കമ്പ്യൂട്ടർ സംസാരം പോലെ വരുന്നു എനിക്ക്. അതൊന്ന് ക്ലിയർ ചെയ്ത് ആണോ? ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ, കേൾക്കാം ഇപ്പൊ. അതെ, ഇപ്പൊ ഇന്നലെ ഇപ്പൊ എന്റെ അമ്മയുടെ ഫോൺ ഞാൻ ലാസ്റ്റ് യൂസ് ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ഗേറ്റ് പൂട്ടാനായിട്ട് പോയിരുന്നു. അപ്പൊ അവിടെ ജനലയുടെ അവിടെ ഫോൺ വെച്ചു തിരിച്ചു പോന്നു. പക്ഷെ ഞാൻ ഫോൺ എടുത്തില്ല, മറന്നുപോയി. പിന്നെ അമ്മന്റെ അടുത്ത് ഫോൺ എവിടെയാന്ന് ചോദിച്ചപ്പോ എനിക്ക് ഓർമ്മയില്ല എവിടെ വെച്ചെന്ന്. അപ്പൊ ഞാൻ വീടിന്റെ ഉള്ളിൽ കുറെ തപ്പി, പിന്നെ ഫോൺ വിളിച്ചു നോക്കിയിട്ട് സൗണ്ട് കേൾക്കണില്ല. അപ്പൊ എനിക്ക് സംശയം തോന്നിയിട്ട് എവിടെ വെച്ചെന്ന് ഓർമ്മയില്ല. പുറത്തേക്ക് പോയിരുന്നു. അപ്പൊ പുറത്ത് പോയിട്ട് തപ്പി, പിന്നെയാണ് ജനലയുടെ ഇവിടുന്ന് ബാക്കി കൂടെ വന്നപ്പോ ഇവിടെ സൗണ്ട് മുൻപിൽ കേട്ടത്. അപ്പോഴാണ് ഞാൻ ഇവിടെ വെച്ചിരുന്നു. അപ്പോഴാണ് ചിന്തിക്കണേ, പെട്ടെന്ന് തന്നെ ആബ്സെന്റ് മൈൻഡഡ് ആയിട്ട് പോകുന്ന ഒരു അവസ്ഥ എനിക്ക് കുറെ തവണ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാരണം എന്തായിരിക്കും? മറവിനെ കുറിച്ചാണോ അറിയേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്നതിനെ കുറിച്ചാണോ? ചിന്തിക്കുന്നു. പിന്നെ നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ വരും. അപ്പൊ ഞാൻ പേടിക്കും പെട്ടെന്ന്. അതായത് ഈ ഫോൺ കാണണ്ടായപ്പോ ഞാൻ ഒരുപാട് നെഗറ്റീവ് ചിന്തിച്ചു കൂട്ടി, അതാണോ? നെഗറ്റീവ് ചിന്തിച്ചു കൂട്ടല്ല, എന്തുകൊണ്ടായിരിക്കും എനിക്ക് ഇങ്ങനെ വരണേ? അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ കൺസേൺ ആവാം, പേടിക്കുക. അപ്പൊ പലതും ചെറുതന്നെ ഇങ്ങനെ വരുമ്പോ അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ ഫോൺ അവിടെ വെച്ചിട്ട് നടന്നപ്പോഴത്തേക്കും എനിക്കുണ്ടായ പ്രശ്നം എന്താണ്?
വേറെക്ക് പോയി. ഇപ്പൊ ഞാൻ ഗേറ്റ് പൂട്ടാൻ പോയതാണ്, ഗേറ്റ് പൂട്ടി തിരിച്ചു വന്നു, വാലടച്ചു, പിന്നെ വേറെ കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആയി. അതായത് ഫോൺ എടുത്തില്ല എന്നുള്ളത് എനിക്ക് ഓർക്കാൻ പറ്റിയെന്നുള്ളതാണോ പറയുന്നത്? ഓർക്കാൻ പറ്റിയില്ല എന്നാണോ പറയുന്നത്? അതെ അതെ. അപ്പൊ ഓർക്കാനായിട്ടുള്ളതാണെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ അവയർനെസ് ഇല്ലാതെയാണ് നമ്മളുടെ പ്രവർത്തനങ്ങൾ പലതും നടക്കുന്നത്. നമ്മൾ വേറെ ഏതോ മനോരാജ്യത്താണ് നിൽക്കുന്നത്. ആ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ ചിന്തകൾ വേറെ സ്ഥലത്തേക്ക് പോകുന്നു. അതിന് ചെയ്യാവുന്നത് ഇപ്പൊ എന്തെങ്കിലും ചെയ്യണേൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നല്ല. ഇപ്പൊ ഡോറ് ലോക്ക് ചെയ്യണമെങ്കിൽ ഡോറ് ലോക്ക് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക, എന്നിട്ട് രണ്ടാമത് വലിച്ചു നോക്കിയിട്ട് മനസ്സിൽ നിന്ന് പറയുക ഞാൻ പൂട്ടി എന്നുള്ളത്. അപ്പൊ പിന്നെ അത് സംശയം വരില്ല. മൊബൈല് വെക്കുമ്പോഴത്തേക്കും മൊബൈല് ഞാൻ ഇന്ന സ്ഥലത്താണ് വെക്കണെന്നുള്ളത് മനസ്സിലൊന്ന് പറയുക, എന്നിട്ട് പിന്നെ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഓർമ്മ വന്നോളൂ. അത് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡ് അതാണ്. ഒരുപാട് മെത്തേഡുകളുണ്ട്. ഏറ്റവും എളുപ്പത്തിൽ പ്രാക്ടിക്കലായിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. പിന്നെ മാഡം പറഞ്ഞു ആ സമയത്ത് അവർക്ക് നെഗറ്റീവ് ഫീലിംഗും വരുന്നത് അല്ലേ മാഡം? നെഗറ്റീവ് ഫീലിംഗ് വന്നതിന് നമ്മൾ ഈ പറഞ്ഞ പോലെ ലൈഫ് പോർഷനിലുള്ള മാറ്റങ്ങൾ വെച്ചാൽ മതി. നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം. ചിന്തകൾ നമ്മൾ സാധാരണ വിചാരിക്കുന്ന ഇഷ്ടമാരെ കയറി വരുന്നു പോകുന്നു എന്നുള്ള, നമ്മൾക്ക് അവനൊരു കടിഞ്ഞാൻ ഇടുക എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ തോട്ട്സിനെ ഫീലിങ്സിനെ എന്റെ കൺട്രോളിൽ കൊണ്ടുവരിക എന്നുള്ള, അത് രണ്ടും കൊണ്ടുവരണം. ഞാൻ പറഞ്ഞില്ലേ 3 കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ളത്, പക്ഷെ ഇത് 3 നമ്മൾ ചെയ്യാറില്ല. തുടക്കം തൊട്ട് ഇന്ന് തൊട്ട് നമ്മൾ ഒരു ചിന്തയെങ്കിലും ഒരു ചിന്ത ഒരു ദിവസം കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് കുറെ നാൾ കഴിയുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ചിന്തകളെ നമ്മൾ കൺട്രോളിൽ വരും. അപ്പൊ നമ്മളറിയാതെ ഒരു ഇത് വരില്ല. പിന്നെ സാധാരണ കണ്ടീഷനിൽ മനോരാജ്യം കാണുന്ന സൗകര്യം കൊണ്ട് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എത്ര വയസ്സുണ്ട് ഇപ്പൊ? 20 വയസ്സ്. പിന്നെ കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ചെയ്യുന്ന കാര്യങ്ങളിൽ മൊബൈൽ വെക്കുമ്പോൾ വെക്കുന്നു എന്ന് പറയുക, അല്ലെങ്കിൽ ഡോർ പൂട്ടാൻ പോകുമ്പോൾ ഡോർ പൂട്ടുന്നു എന്ന് പറയുക. പിന്നെ അതേപോലെ തന്നെ അതിൽ കണ്ടില്ല എന്ന് പറഞ്ഞ ടെൻഷൻ ആയിട്ടുണ്ടെങ്കിൽ ഫോൺ കിട്ടുമോ? ഇല്ല. അപ്പൊ പറയുക പോസിറ്റീവായിട്ട് നല്ല കാര്യങ്ങൾ പറയാം. ഞാൻ ഫോൺ കണ്ടെത്തും, അതുകൊണ്ട് എനിക്ക് ഇപ്പൊ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഫോൺ കണ്ടെത്തും. അല്ലെങ്കിൽ ഐ ആം കൂൾ, ഐ ആം കംഫർട്ട്, ഐ ആം ഹാപ്പി. കണ്ട് അന്വേഷിക്കുക. അതായത് ഒരു കാര്യം ചെയ്യാൻ നേരത്ത് നമ്മൾ ടെൻഷൻ ആണെങ്കിൽ നമുക്ക് കാര്യം കാണിക്കുമ്പോൾ അത് അതിനകത്ത് പൂർത്തീകരിച്ച് ചെയ്യാൻ പറ്റില്ല, പകുതി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ഇങ്ങനെ വേഗമായിട്ട് പോകും. എന്ത് ചെയ്ത് ആലോചിച്ച് നോക്കുക. ഒന്നാമത് എന്തെങ്കിലും കാണാണ്ടായില്ലെങ്കിൽ വേറൊരു മെത്തേഡ് എന്താ വെച്ചാൽ റിലാക്സ് ചെയ്യുക, ഒരു സ്ഥലത്ത് ഇരിക്കുക, എന്നിട്ട് 2 ഡീപ് ബ്രീത്ത് എടുക്കുക, അതിനെ കുറിച്ച് ആലോചിക്കുക, പുറകിലോട്ട് പോകുക. അങ്ങനെ അതിന് കപ്പാസിറ്റി തന്നെയാണ്. ഡെയിലി നമ്മൾ ഇരുന്നിട്ട് അന്ന് നടന്ന കാര്യങ്ങൾ പുറകിലോട്ട് ഇന്ന് മോർണിംഗ് എനിക്ക് വരെ ചെയ്യാം. ഒരാഴ്ച ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ റിക്കളക്ട് ചെയ്യാൻ എളുപ്പവും. എല്ലാം 2 മൈൻഡുകൾ ജീവിതത്തിൽ, ഒന്ന് ട്രെയിൻഡും ഒന്ന് അൺട്രെയിൻഡും. ട്രെയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ മൈൻഡ് എല്ലാം നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. അൺട്രെയിൻഡ് ആണെങ്കിൽ അതിന്റെ പാട്ടിന് വിട്ടാൽ അത് കാട്ടിൽ അലഞ്ഞടക്കണ മൃഗത്തിനെ പോലെ നടന്നുകൊണ്ടിരിക്കും. അതല്ലെങ്കിൽ വീട്ടിൽ നമ്മുടെ സ്നേഹപൂർവ്വം വളർത്തുന്ന പട്ടിക്കുട്ടിയായിട്ട് നമ്മുടെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം ഞൊടിക്കുമ്പോൾ കൊണ്ടുവരും. ക്ലിയർ ആണോ? ഓക്കെ. വേറെ ആരെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. ഇട്ടൊക്കെ ഒന്ന് പറയണേ പെട്ടെന്ന്. സാറേ ഒരു 10 സെക്കൻഡ് കൂടെ വെയിറ്റ് ചെയ്യാം. ആയിക്കോട്ടെ, നോ പ്രോബ്ലം. ആരും ഇല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. സാറേ മൊബൈലിൽ വെച്ച് മറന്നു പോകുമ്പോൾ ഉണ്ടാവുന്ന വേറൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ചിന്തകൾ വരാണ്ടാവുന്ന കാരണങ്ങള്, ഒന്ന് മൊബൈൽ ആ സമയത്ത് മൊബൈൽ എവിടെയായിരുന്നു വെച്ചത് എന്നല്ല ചിന്തിക്കുന്നത്. മൊബൈലിൽ ആരെങ്കിലും വിളിക്കോ, ആരൊക്കെ മെസ്സേജ് അയക്കും, ഇങ്ങനെയുള്ള ടെൻഷനാ കൂടുതൽ ഉണ്ടാവാം. അപ്പൊ മറ്റേ എവിടെയായിരുന്നു എന്നുള്ള ചിന്ത കൊടുക്കാനുള്ള സമയം കിട്ടുന്നില്ല എന്നുള്ളതാ സത്യാവസ്ഥ. ഒന്ന് ഹലോ സർ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇവിടെ നെറ്റ് സ്ലോ ആയതുകൊണ്ട് നമുക്ക് കേൾക്കാൻ പറ്റിയില്ല, ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. സാറ് റെക്കോർഡിംഗ് ഒന്ന് നമുക്ക് ഫോർവേഡ് ചെയ്യോ, ഗ്രൂപ്പിൽ ഫോർവേഡ് ചെയ്യോ? സാറേ പോസിറ്റീവ് കമ്മ്യൂണിറ്റി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും, വരും. പോസിറ്റീവ് കമ്മ്യൂണിറ്റി വരും. 2 ദിവസം കൊണ്ട് ഗോപു അപ്ലോഡ് ചെയ്യും. സാറേ കേൾക്കുന്നുണ്ടാ? ഞാൻ കേൾക്കുന്നുണ്ട്. അവര് കേട്ടിട്ടുണ്ടാവും. ഗോപു വേറെ ഏത് സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം സാറേ. പിന്നെന്താ, താങ്ക് യു വെരി മച്ച്. അല്ല ചോദിച്ചു, ആരോ ചോദിക്കുന്നുണ്ട്. ചോദിച്ചു സാറേ. സൈക്കോളജി എന്നുള്ള നല്ല ഡെഫിനിഷൻ പറയാൻ. സൈക്കോപ്പതിയുടെ ഡെഫിനിഷൻ വേണോ? സൈക്കോളജി ഇപ്പൊ എന്റെ ഇല്ല, എന്റെ സ്ലൈഡ്സിനകത്ത് ഒന്നുമില്ല. എന്റെ പക്ഷെ അടുത്ത ഏതെങ്കിലും സെഷനിൽ ഞാൻ വേണമെങ്കിൽ ഒന്ന് സെപ്പറേറ്റ് കാണിക്കാം. അല്ലെങ്കിൽ എന്റെ നമ്പർ എനിക്കൊരു വാട്സപ്പ് ഇട്ടാൽ മതി, ഞാൻ അയച്ചു തരാം. ഓക്കെ, താങ്ക് യു സാറേ. ഹലോ, പറഞ്ഞോളൂ.
അതിനെപ്പറ്റി സാറ് എന്തെങ്കിലും കുറച്ച് പറയാമോ? കുട്ടി കേൾക്കുന്നില്ല. പ്രീ ഒക്യുപ്പൈഡ്. എന്താ പ്രീ ഒക്യുപ്പൈഡ്? ഫ്രീ ഓക്യുപ്പൈഡാ? അതെ. പ്രീ ഓക്യുപ്പൈഡ് മൈൻഡ് ആണോ? എന്താ അറിയണ്ട അതിനെ പറ്റി? അതെങ്ങനെ കുറയ്ക്കാം എന്നുള്ള. എന്താണ് ചിന്താഗതി പറയൂ. സബ്ജക്റ്റീവ് ആണ് ക്വസ്റ്റ്യൻസ്, അതുകൊണ്ടാണ് ചോദിക്കണത്. എന്താണ് ചിന്ത? ഒത്തിരി തോട്ട്സ് ഇങ്ങനെ വന്നോണ്ടിരിക്കുക. ഇങ്ങനെ എന്താണ് പാറ്റേൺ? എന്താണ് പാറ്റേൺ എന്ന് പറയുമ്പോ എന്തിനെ കുറിച്ചാണ് കൂടുതലും ചിന്തിക്കുന്നത്? ഒരു ആങ്സൈറ്റി മോഡലില്. ചോദിച്ചതല്ല, എന്തിനെ കുറിച്ചാണ് സബ്ജക്ട്, എന്തിനെ, ഏത് കാര്യത്തിനെ കുറിച്ചാണ്? ഫ്യൂച്ചറിനെ കുറിച്ചാണ്. ഫ്യൂച്ചർ. അതെ. ഓക്കെ. ഫ്യൂച്ചറിനെ കുറിച്ച് എന്താണ് ചിന്ത? എത്ര വയസ്സുണ്ട്? 30. ജോലി ഉണ്ടോ? ഇല്ല. എന്താ പഠിച്ചേക്കണത്? എഞ്ചിനീയറിംഗ്. ഓക്കെ. കംപ്ലീറ്റ് ചെയ്തോ? പാസ്സായോ? അതെ. ആണോ? എന്താണ് ഇത് നമ്മുടെ ഡിവിഷൻ? കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ സയൻസ്. ജോലി ആയിട്ടില്ല. ജോലി കയറി? എവിടെ കയറി? ഇത്ര ജോലി ഉണ്ടായിരുന്നു, അത് ബിസിനസ് ആയിരുന്നു. ആക്ച്വലി അത് നിർത്തിയതാ. ഈ കോവിഡ് കാരണം നിർത്തിയേക്കണല്ലേ? അല്ല, കോവിഡിന് കുറച്ച് മുമ്പേ. കോവിഡ് ഒരു കാരണമാണ്. അതിന് മുമ്പേ തന്നെ നിർത്തി? അതിന് മുമ്പേ നിർത്താനുള്ള ഒരു അങ്ങനെ ഒരു പ്രോബിലിറ്റി ഉണ്ടായിരുന്നു. ഓക്കെ. എന്താണ് ഫ്യൂച്ചറിനെ കുറിച്ചുള്ള എന്താണ് ചിന്ത വരുന്നത്? അതിലെ ഇപ്പൊ അടുത്തൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങളെ കുറിച്ചും അതിന്റെ ഓവർ തിങ്കിങ്. എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? വേറൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള ഫെയിലിയർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഫിയർ ഓഫ് ഫെയിലിയർ. അതാണ്. അതെ. ഓക്കെ. എന്നിട്ട് അപ്പൊ ജോലിക്ക് പോകുന്നത് നിർത്തിയിട്ട് ജോലി ഇത് ചെയ്യാനാണോ പോകുന്നത്? അല്ല, ബിസിനസ്സാ ചെയ്തിരുന്നത് ഞാൻ നേരത്തെ. അതെ. അത് കഴിഞ്ഞിട്ട് നിർത്തിയിട്ട് ജോലിക്ക് കയറി? ഇല്ല, ബിസിനസ് ആണ് ചെയ്തിരുന്നത്. അവസാനം ലാസ്റ്റ് ഒരു 5-6 വർഷമായിട്ട് ബിസിനസ് ആയിരുന്നു. അല്ല, അപ്പൊ നേരത്തെ ചെയ്തിരുന്നത് നിർത്തി, ജോലിക്ക് പോയിരുന്നത് നിർത്തി എന്ന് പറഞ്ഞില്ല, അതെപ്പോഴാ? ഞാനൊരു കൊല്ലത്തോളം ബ്രേക്ക് എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് കൊറോണയ്ക്ക് തൊട്ട് മുമ്പ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ കമ്പനിയൊക്കെ രജിസ്റ്റർ ചെയ്തു. എല്ലാം റെഡി ആയപ്പോഴാണ് കൊറോണ സ്റ്റാർട്ട് ചെയ്തത്, ലോക്ക്ഡൌൺ. ഓക്കെ. അപ്പം ഇന്ന് ഫുള്ള് കേട്ടായിരുന്നോ? ഇല്ല, സോറി. ഞാൻ ഒരു 11:30 ആയപ്പോഴാണ് ക്വസ്റ്റ്യൻ ടൈമിലാണ് കയറിയത്. ഓക്കെ. എന്തെങ്കിലും ആവട്ടെ. ഇന്നത്തെ ലൈഫ് പൊസിഷൻ എന്താണെന്ന് അറിയാമോ നിങ്ങളുടെ? അറിയില്ല. നോക്കിയില്ലേ? പറഞ്ഞത് കേട്ടതൊന്നും മനസ്സിലായില്ല? ഞാൻ ക്വസ്റ്റ്യൻ ടൈമിലാണ് കയറിയത്. അപ്പൊ നല്ലതായിട്ട് അടുത്ത സെഷനിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ. താങ്ക് യു. വേറെ ആരെങ്കിലും? എന്നാ സ്റ്റീഫൻ സാറേ. പറഞ്ഞോളൂ. നമുക്കെന്നാ ഇന്ന് സ്റ്റോപ്പ് ചെയ്യും സാറേ. പിന്നെന്താ, തീർച്ചയായിട്ടും സന്തോഷം. അല്ല, നിങ്ങള് നമ്മളെ പോസിറ്റീവ് കമ്മ്യൂണിന് വേണ്ടി ക്ലാസ് എടുത്തു എന്നുള്ളത് നമ്മളാണ് താങ്ക്സ് പറയേണ്ടത്. സാറ് വരണം സാറേ. 30ാമത്തെ ദിവസം ഇന്ന് ഇത് തുടർന്ന് പോകുന്നതാണ് സാർ. തീർച്ചയായിട്ടും നമ്മൾ വിളിക്കും. വളരെ നന്നായിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞ തന്നെ അതിന്റെ ഒരു റിസൾട്ട് ആണ്. താങ്ക് യു സാർ. എല്ലാവർക്കും വേണ്ടി ഞാൻ ഒരിക്കൽ കൂടെ താങ്ക്സ് പറയും. അതേപോലെ സുരേഷ് സാറേ, നമ്മള് ഇപ്പൊ വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് 41 പേര് ലൈനിലുണ്ട് എന്നുള്ളതാണ് ഒരു പോസിറ്റീവ്. അതെ, എല്ലാവരും കേൾക്കുന്നുണ്ട്. ഇനി കേൾക്കണമെങ്കിൽ ചോദിച്ചാൽ പറയാന്ന് പറഞ്ഞു. ഞാൻ റെഡിയാണ്. എനിക്ക് എന്തായാലും വേറെ ഷെഡ്യൂളൊന്നും ഇല്ല. ചോദിക്കാനുണ്ടാവില്ല, കാരണം ഇതൊരു സൈക്കോളജി ആണല്ല. ഇത് വെറുതെ ട്രailer അല്ലേ ഗോകുമാറേ? സുധാ സാർ പറഞ്ഞ കേട്ടില്ലേ? സുധാ സാർ എക്സ്പീരിയൻസ് ചെയ്ത വ്യക്തിയാ. ഇത് വെറും ട്രെയിലറാ. സിനിമ കാണണമെങ്കിൽ നമ്മുടെ വിഷയമാണ് സാറേ. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഇനി അടുത്ത ക്ലാസ് ബിൻസി ഫ്രം കോട്ടയം. സാർ അടുത്ത ക്ലാസ് എന്നാ സാറേ? ഇനി എന്റെ ആണോ? സാറിന്റെ ക്ലാസ് നന്നായിരുന്നു. എന്റെ ക്ലാസ്? അതെ. എന്റെ ക്ലാസ് സുധാ സാറാണ് തീരുമാനിക്കുന്നത്. അത് നമ്മള് ഇത് നല്ല സ്ട്രോക്സ് ആയിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ ഒരു കണക്ഷൻ ക്ലാസ് നമ്മൾ 9ാം തീയതി ബീനാമേട് എടുക്കുന്നുണ്ട്. 10 മണി. നാളെ മുതൽ 10 മണിയാണ്. എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവോ സാറേ? എല്ലാ ദിവസവും 9:50 കയറണം മേഡം. 9:55 ആകുമ്പോൾ കയറിയാൽ മതി. 10 മണിക്ക് തുടങ്ങും. എല്ലാ ദിവസവും പല വിഷയങ്ങളും ഉണ്ടാവും. ടീയും ഓരോ ടീ എന്ന് പറഞ്ഞാൽ കടല് പോലൊരു വിഷയമാണ്. അതിന്റെ ഒരു അറ്റം മാത്രമാണ് ഇപ്പൊ സാർ തൊട്ടത്. ഇനിങ്ങനെ പലരും വന്നിങ്ങനെ തൊട്ടുകൊണ്ടേയിരിക്കും. സാർ ഇത് എന്ന് തൊട്ടാണ് ഇത് തുടങ്ങിയത്? ലോക്ക്ഡൌൺ 30ാമത്തെ ക്ലാസ് ഇന്ന് നടന്നത്.
ഓ ശരി ശരി. ഇന്നാണ് ആദ്യമായിട്ട് കേട്ടത്. വളരെ മാഡത്തിന് നന്നായിട്ട് തോന്നി. നഷ്ടബോധം വേണ്ട. അതെ, യൂട്യൂബിൽ യൂട്യൂബിലുണ്ടാവും. ഓക്കെ ഓക്കെ, താങ്ക് യു സാർ. നന്നായിരുന്നു ക്ലാസ്. ഓക്കെ. ഹലോ, പറഞ്ഞോ. സാറ് ഓഫീസ് എവിടെയാണ്? ഓഫീസ് എവിടെയാ? കോവിഡ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാല് ഒന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ ഓഫീസ് എവിടെയാ? സ്റ്റീഫൻ സാർ നിങ്ങളോട്. എന്നോടാണ്? ഓഫീസാണ്. എന്റെ ഓഫീസ് എറണാകുളത്താണ്. എറണാകുളത്ത് കലൂരാണ് ഓഫീസ്. ഓഫീസ് ഉണ്ട് ഞങ്ങൾക്ക്. സാറേ ഈ നമ്പർ ഒന്ന് എഴുതി എടുത്തോളൂ. എന്റെ നമ്പർ സ്ക്രീനിലില്ലേ? ആ നമ്പർ ഒന്ന് എഴുതി എടുത്തിട്ട് എന്നെ വിളിച്ചാൽ മതി. ഞാൻ വ്യക്തമായിട്ട് പറയാം. എറണാകുളത്താണ് ഞാൻ. കൊറോണ മാറിയാലേ ഇനി മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ ട്രെയിനിങ്ങിന് വരുള്ളൂ. ഒരു കമ്പ്യൂട്ടർ വർത്താനം പറയണ്ടോ? ഒന്ന് മ്യൂട്ട് ചെയ്യണം. എല്ലാവരും സംസാരിക്കുന്നവരെ അൺമ്യൂട്ട് ചെയ്യട്ടെ. ഓക്കെ, ഒരാളുണ്ടാ? ഹലോ, ഒരേരുമില്ലാന്ന് തോന്നുന്നു. വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സാർ. ഒരിക്കൽ കൂടെ താങ്ക് യു. ഗോകുമാർ, താങ്ക് യു വെരി മച്ച്. ബീന മാഡം, താങ്ക് യു. ബീന മാഡം, താങ്ക് യു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ പങ്കെടുത്ത എല്ലാവർക്കും, എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.